കുട്ടികൾക്കാണല്ലോ അല്ലേ? നമ്മൾ ഇന്ന് അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ ഭാഗം എടുക്കേണ്ടത്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിലെ 100 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഓവറാണ്. ഇനി നമ്മൾ അയോണിക് ഇക്വിലിബ്രിയത്തിലെ പ്രധാന ചോദ്യങ്ങളാണ് ചെയ്യേണ്ടത്. അയോണിക് ഇക്വിലിബ്രിയത്തിലെ ഏതെങ്കിലും ഭാഗം ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം അയോണിക് ഇക്വിലിബ്രിയയിലെ ഫണ്ടമെൻ്റൽ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓസ്വാൾസ് ഡൈല്യൂഷൻ ലോയും തുടർന്നുള്ള റിസൾട്ടുകളുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആസിഡ്, വീക്ക് ആസിഡ് ഉണ്ട്, സ്ട്രോങ് ആസിഡ് ഉണ്ട് എന്നൊക്കെ അറിയാമല്ലോ അല്ലേ? ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അസിറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണെന്ന് അറിയാം. സൾഫ്യൂരിക് ആസിഡ് ഒരു സ്ട്രോങ് ആസിഡാണ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് കുട്ടികളോട്, സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ് എന്ന് കേട്ടാൽ അത് കയ്യിൽ വീണാൽ പൊള്ളുന്നാണോ പൊള്ളില്ലെന്നാണോ മനസ്സിലാവുക? ഇത് കേട്ടാൽ പലരും പറയാറുണ്ട് സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ്, അതുകൊണ്ട് കയ്യിൽ വീണാൽ പൊള്ളും. ഞാൻ കയ്യിൽ വീണാൽ പൊള്ളും എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുമായി സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്ന വാക്കിന് യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾക്കറിയാം ഒരു സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിലിട്ടാൽ കംപ്ലീറ്റ് അയണൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അസിറ്റിക് ആസിഡ് ഈസ് എ വീക്ക് ആസിഡ്. ഇത് കേട്ടാൽ പലരും വിചാരിക്കും എന്താണ്, അസിറ്റിക് ആസിഡ് അന്നേരം വെള്ളത്തിൽ കുറച്ചേ കലങ്ങുള്ളൂ എന്നാണ്. പക്ഷേ അസിറ്റിക് ആസിഡ് ഏത് കോമ്പോസിഷനിലും വെള്ളത്തിൽ കലങ്ങും, സുഖമായിട്ട് കലങ്ങും. പക്ഷേ കലങ്ങി നിൽക്കുന്ന അസിറ്റിക് ആസിഡിൽ 99.99% അയണൈസ് ചെയ്യാതെ നിൽക്കുകയാണ്, മോളിക്യൂളായിട്ട് നിൽക്കുന്നു. അപ്പം ഞാനൊന്ന് പറയാം. ഒരു വീക്ക് ആസിഡ് എന്ന് കേട്ടാൽ ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വീക്ക് ആസിഡാണ് HA എന്ന് കേട്ടാൽ നിങ്ങൾ ഓർക്കേണ്ടത് വളരെ വളരെ കുറച്ച് മാത്രമേ അത് അയണൈസ് ചെയ്യുന്നുള്ളൂ എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. പിടികിട്ടിയോ? ഇനി ഒരു കാര്യം കൂടി ഓർത്തോളൂ. വെള്ളത്തിലിട്ട് ഇതിങ്ങനെ അയോണൈസ് ചെയ്യുന്ന സമയത്ത് മോളാർ കോൺസെൻട്രേഷൻ C ആണ്, അതിൻ്റെ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആൽഫയാണ്. ഈ വാക്കും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിഗ്രി ഓഫ് അയോണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോളാർ സൊല്യൂഷൻ നിങ്ങൾ എടുത്താൽ എത്ര ഭാഗം അയണൈസ് ചെയ്യുന്നുവോ അതാണ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ. അങ്ങനെയാണെങ്കിൽ C ആണ് മോളാർ കോൺസെൻട്രേഷൻ എങ്കിൽ അതിൽ നിന്ന് അയോണൈസ് ചെയ്തു പോയത് C ആൽഫയാണ്. സിയിൽ നിന്ന് C ആൽഫ പോയി കാണും. അപ്പോൾ അൺഅയോണൈസ് ചെയ്ത ആസിഡ് എത്രയുണ്ട് എന്ന് ചോദിച്ചാലോ, C × 1 - ആൽഫ. H+ അയോൺ എത്ര സൊല്യൂഷനിലുണ്ടായി? C ആൽഫ. A- എത്രയാണ് സൊല്യൂഷനിലുണ്ടായത്? C ആൽഫ. ഈ പറഞ്ഞ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഒരു വീക്ക് ആസിഡ് ആണെങ്കിൽ H+ അയോൺ, H+ വെള്ളത്തിൽ എങ്ങനെയായിട്ടാണ് നിൽക്കുക? H3O+ എന്നാണ് നമ്മൾ കാണിക്കാറ് അല്ലേ? എനിക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെയും കാണിക്കാം, H2O കൂടെ ചേർത്തുകൊണ്ട് H3O+. ഇനി മറക്കരുത് നിങ്ങൾ ഒരിക്കലും, വീക്ക് ആസിഡ് വെള്ളത്തിലിട്ടാൽ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ C ആൽഫയാണ്. ഒരു സ്ട്രോങ് ആസിഡ് വെള്ളത്തിലിട്ടാലും C ആൽഫയാണെന്ന് പറയാം, പക്ഷെ അവിടെ ആൽഫ എന്ന് പറയുന്നത് 1 ആണ്. ചേർത്തത് മുഴുവനും അയോണൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് സ്ട്രോങ് ആസിഡിൻ്റെ പ്രത്യേകത, മറക്കരുതേ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം Ka വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ? ഇതിൻ്റെ Ka നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? Ka എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു A- കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA എന്നല്ലേ എഴുതുക. അതായത് C ആൽഫ ഇൻറ്റു C ആൽഫ ഡിവൈഡഡ് ബൈ C × 1 - ആൽഫ എന്നല്ലേ നിങ്ങൾ എഴുതുക. വേണമെങ്കിൽ C ഒക്കെ കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചത് Ka എന്ന് പറഞ്ഞാൽ C ആൽഫ² ആണ്. എന്താ കാരണം വെച്ചാൽ ഈ 1 - ആൽഫ എന്ന് പറയുന്നതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 1 എന്ന് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ആരായിരിക്കും? അതായത് Ka = C ആൽഫ² എന്ന് നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്താൽ Ka = C ആൽഫ² ആണെങ്കിൽ ആൽഫ² Ka/C ആണെന്നും അതേപോലെ തന്നെ ആൽഫ √Ka/C ആണെന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഒരു കാര്യം കൂടി ഓർത്തിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഞാൻ എന്താ പറഞ്ഞേ? C × ആൽഫ എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ C ആൽഫ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞേ? √Ka/C എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ C × √Ka/C. ആ സീനെയും കൂടി റൂട്ടിനകത്തേക്ക് എടുത്താലോ? സീനെ റൂട്ടിനടുത്തേക്ക് എടുത്താൽ C² ആയി. C² കട്ട് ചെയ്ത് പോയ ഒരു C ബാക്കി ഉണ്ടാവും. അപ്പം നമ്മൾ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ √Ka × C. ഇത് ഓർത്തുകൊണ്ട് വേണം ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ 100 ചോദ്യങ്ങൾ ചെയ്ത് തീരുന്നത് വരെ ഈ റിസൾട്ട് മനസ്സിൽ വെച്ചാൽ മതി. ഇതിൽ നിന്ന് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ബേസാണ് വീക്കെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, OH- കോൺസെൻട്രേഷൻ C ആൽഫ എന്ന് എടുക്കണം, Kb = C ആൽഫ² എന്ന് എടുക്കണം, OH- കോൺസെൻട്രേഷൻ C ആൽഫ എന്ന് എടുക്കണം, അതേപോലെ തന്നെ OH- കോൺസെൻട്രേഷൻ √Kb × C എന്ന് എടുക്കണം. എല്ലാവരും ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകുമല്ലേ? എല്ലാവരും എത്താറുള്ളതൊക്കെ വന്നല്ലോ. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ എഴുതി വെച്ചോളൂ. എന്താ നിങ്ങളെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന റിസൾട്ട് എന്ന് പറഞ്ഞേ?
monoprotic acid 0.1 molar ionizes to 0.001%. കണ്ടുപിടിക്കേണ്ടത് കെ എ. എന്താ നിങ്ങൾ പെട്ടെന്ന് എഴുതിയേ? കെ എ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. ഇത്രയല്ലേ വേണ്ടു? കെ എ. സി എത്രയാ? 0.1. ആൽഫ എത്രയാ തന്നേ? 10⁻³ അതെങ്ങനെയാ 100 വന്നതെന്ന് പിടികിട്ടിയോ? ഇതല്ല ആൽഫ. ആൽഫ 0.001%. 0.001/100. അപ്പോൾ എത്രയായിരിക്കും? 10⁻⁻5. അതിൻ്റെ സ്ക്വയർ 10⁻⁻10 ഇൻറ്റു 10⁻⁻1 അല്ലേ? ആൻസർ ഡി കിട്ടിയോ എല്ലാവർക്കും? എല്ലാവരും എഴുതിയോ ആൻസർ? അടുത്തതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറഞ്ഞ വേഗം. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. എന്താ നിങ്ങളെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നേ? ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ എന്ന് കേട്ടത് എന്താ വന്നേ? സി ആൽഫ. പക്ഷെ ഇവിടെ നമുക്ക് തന്നത് കെ എ ആണ്. അപ്പം എന്താ നമ്മൾക്ക് ഓർമ്മ വരിക? ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഈസ് റൂട്ട് ഓഫ് കെ എ ഇൻറ്റു സി. റൂട്ട് ഓഫ് കെ എ ഇൻറ്റു സി. കെ എ എത്രയാ? 2 × 10⁻⁵. സിയോ 0.2. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താലോ? 2 × 10⁻⁵ ഇൻറ്റു 0.2. അതായത് 4 × 10⁻⁻6. അപ്പോൾ 2 × 10⁻⁻³ കിട്ടിയോ എല്ലാവർക്കും? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്ത ചോദ്യം നോക്കൂ. അടുത്തൊന്ന് പറഞ്ഞേ. H2A. H2A എന്ന് പറയുന്നയാൾ ഫസ്റ്റ് അയണൈസ് ചെയ്തു. എന്ത് വന്നു? H+ഉം HA-ഉം. വീണ്ടും അത് അയണൈസ് ചെയ്തു. എന്തായി? H+ഉം A2-ഉം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് 2 ഇക്വിലിബ്രിയം ആഡ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യാറ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പ്രോഡക്റ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഓവറോൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യുക? H2A gives 2H+ A2- കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? KA1 × KA2 എടുത്താൽ മതി. അപ്പം നിങ്ങൾ എന്താ കിട്ടിയേ? 5 × 10⁻⁻15. അടുത്തത് നോക്കൂ. സോലിബിലിറ്റി പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സ്പാരിംഗ്ലി സോല്യൂബിൾ സാൾട്ട് എന്താണെന്നും സോല്യൂബിൾ സാൾട്ട് എന്താണെന്നും എന്താണ് ഹൈലി സോല്യൂബിൾ സാൾട്ട് എന്തൊക്കെയല്ലേ? ലെസ് സോല്യൂബിൾ, സോല്യൂബിൾ, അങ്ങനെ 3 കാറ്റഗറിയും നിങ്ങൾ NCERT പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് ഭയങ്കര കുറച്ച് കലങ്ങുന്ന ഒരു സോൾട്ടാണ്. അങ്ങനെയുള്ള സാൾട്ടുകളാണ് സ്പാരിംഗ്ലി സോല്യൂബിൾ സാൾട്ട്. അതിൻ്റെ മോളാർ സോല്യൂബിലിറ്റി എത്ര എന്നാണ്. ഇതിൻ്റെ KSP വാല്യൂ തന്നിട്ടുണ്ട്. സോല്യൂബിലിറ്റി പ്രോഡക്റ്റ് 4 × 10⁻⁻12 ആണ്. സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിൽവർ ക്രോമേറ്റ് എന്ന് പറയുന്നയാൾ വെള്ളത്തിലിട്ടാൽ സിൽവർ അയോണുകളായിട്ടും ക്രോമേറ്റ് അയോണുകളായിട്ടും മാറും എന്ന് നിങ്ങൾക്കറിയാം. ഇത് വെള്ളത്തിലിട്ടാൽ ഉണ്ടാകുന്ന ഡിസൊല്യൂഷൻ S/mol/L ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സിൽവർ അയോൺ സൊല്യൂഷനിൽ എത്തിയത് എത്രയായിരിക്കും? 2S mol/L ആയിരിക്കും. ക്രോമേറ്റ് അയോൺ എത്തിയത് എത്രയായിരിക്കും? അത് S/mol/L തന്നെയായിരിക്കും. കാരണം എത്ര സിൽവർ ക്രോമേറ്റ് ഡിസോൾവ് ചെയ്യുന്നുവോ അത്ര തന്നെ ക്രോമേറ്റ് അയോൺ വരും. പക്ഷേ സിൽവർ അയോണുകൾ അതിൻ്റെ ഇരട്ടി വരും. ഇനി എന്താണ് ഈ KSP എന്ന് പറയുന്നത്? KSP എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് ദ അയോൺസ് ആണ് അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ദ മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് ദ അയോൺ. അയോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ സിൽവർ അയോൺ 2 എണ്ണം. അപ്പോൾ Ag+ന്റെ സ്ക്വയർ എടുക്കാൻ മറക്കരുത്. Ag+ന്റെ കോൺസെൻട്രേഷൻ എത്രയായി ഇവിടെ? 2S, അതിൻ്റെ സ്ക്വയർ. ക്രോമേറ്റോ S. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4S³ അല്ലേ? അപ്പോൾ KSP എന്ന് പറയുന്നത് സിൽവർ ക്രോമേറ്റിന് എന്താണ്? 4S³ ആണ്. അപ്പോൾ നമുക്ക് തന്നത് ഈ 4S³ ആണ്. 4S³ എന്ന് പറയുന്നത് 4 × 10⁻⁻12 ആണ്. അപ്പോൾ S³ എത്രയാ? ക്യൂബിക് റൂട്ട് ഓഫ് 10⁻⁻12 എന്ന് വെച്ചാൽ എത്രയാ? 10⁻⁻4. കിട്ടിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും KSPൻ്റെ റെഡിമെയ്ഡ് ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പം ഞാൻ കൺസിഡർ ചെയ്ത് ഏത് ടൈപ്പ് സോൾട്ടാ? A2B ടൈപ്പാണ്. ഇപ്പോൾ AB ടൈപ്പ് ആയിരുന്നുവെങ്കിലോ? AB ടൈപ്പ് വെള്ളത്തിലിട്ട അതിൻ്റെ KSPൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചാലോ? കോൺസെൻട്രേഷൻ ഓഫ് A × കോൺസെൻട്രേഷൻ ഓഫ് B അയോൺസ് അല്ലേ? A അയോണിൻ്റെയും B അയോണിൻ്റെയും കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റാണ് അതിൻ്റെ KSP. വെള്ളത്തിലിട്ടാൽ കലങ്ങിയത് S ആണെങ്കിൽ KSP എന്തായിരിക്കും? A വന്നത് S ആയിരിക്കും, B വന്നതും S ആയിരിക്കും. അപ്പോൾ S × S എന്താ പറയുക? S². അതേസമയം നമ്മളിപ്പോൾ ചെയ്ത ടൈപ്പ് A2B ടൈപ്പ് സോൾട്ട് ആണെങ്കിലോ നമ്മളെന്താ അതിൻ്റെ KSPൻ്റെ എക്സ്പ്രഷൻ എഴുതുക? A² × കോൺസെൻട്രേഷൻ ഓഫ് B എന്നല്ലേ എഴുതുക അല്ലേ? A² × കോൺസെൻട്രേഷൻ ഓഫ് B. പക്ഷേ A² എടുക്കുമ്പോൾ എന്താ ഓർക്കണ്ടേ? A2B വെള്ളത്തിൽ കലങ്ങിയത് S ആണെങ്കിൽ A എത്രണ്ണം വന്നിട്ടുണ്ടാവും സൊല്യൂഷനിൽ? 2S വന്നിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ Aക്ക് പകരം നമ്മൾ വെക്കേണ്ടത് അവിടെ എന്താ?
2s, അതിന് തന്നെ സ്ക്വയർ ഇടണം എന്നറിയാം അല്ലേ, ബിക്ക് എസ്. അപ്പം നമ്മൾ എന്താ എഴുതുക, 4s3. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ടൈപ്പ്. A2B3 ടൈപ്പ് എങ്ങനെയായിരിക്കും എന്ന് ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കും? നമ്മൾ 2s സ്ക്വയറും 3s ക്യൂബും അങ്ങനെ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും? KSP കിട്ടിക്കോളും. കിട്ടിയോ? മോനെ AC ഒന്ന് നോക്കിയടാ. എത്രയില്ല നിൽക്കുന്നത്? അതൊരു 26. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് നോക്കിയേ. ഇതേതാ ടൈപ്പ്? ക്വസ്റ്റ്യൻ നമ്പർ 20 AB ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണ്. AB ടൈപ്പ് ഇലക്ട്രോലൈറ്റിൻ്റെ സോലിബിലിറ്റി എസ് ആണെങ്കിൽ KSP എങ്ങനെ എഴുതാം? സോലിബിലിറ്റി എസ് ആണെങ്കിൽ KSP എസ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ എസ് സ്ക്വയർ എന്ന് പറയുന്നതാണ് 1.1 × 10⁻⁴ അല്ലേ? അപ്പോൾ സോലിബിലിറ്റിൻ്റെ സോലിബിലിറ്റി ശ്രദ്ധിക്കണേ എല്ലാവരും. ഇത് ഏത് ടൈപ്പാണ്? AB ടൈപ്പ് ഇലക്ട്രോലൈറ്റാണ്. ലെഡ് അയോൺ വന്നത് എസ്, സൾഫേറ്റ് വന്നതും എസ്. അപ്പോൾ അതിൻ്റെ KSP കിട്ടാൻ എസ് × എസ് എടുത്താൽ മതി, എസ് സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ എസ് സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1.21 × 10⁻⁻8. അടുത്തതിലേക്ക് പോവാം. ഇതേതാ ടൈപ്പ്? കാൽസ്യം ഫ്ലൂറൈഡ്. ചെറിയൊരു ചതിയുണ്ട് ചോദ്യത്തിൽ അല്ലേ? കാൽസ്യം ഫ്ലൂറൈഡിൻ്റെ KSPൻ്റെ എക്സ്പ്രഷൻ പറയാമോ? വെള്ളത്തിലിരിക്കുന്ന കാൽസ്യം അയോണിൻ്റെ കോൺസെൻട്രേഷനും ഫ്ലൂറൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ്റെ സ്ക്വയറും. ഇതെടുത്താൽ നമുക്ക് പരമാവധി കിട്ടേണ്ട വാല്യൂ എത്രയാണ്? 3.1 × 10⁻⁻11 ആണ്. KSP അതായത് കാൽസ്യം അയോൺ, സൊല്യൂഷനിൽ വന്ന കാൽസ്യം അയോണിൻ്റെ കോൺസെൻട്രേഷനും സൊല്യൂഷനിലെത്തിയ ഫ്ലൂറൈഡ് അയോൺ കോൺസെൻട്രേഷൻ്റെയും സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? അതിൻ്റെ KSP വാല്യൂ കിട്ടണം. ശരിയല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കിട്ടേണ്ടതാണ്. ഇനി സൊല്യൂഷനകത്ത് ഫ്ലൂറൈഡ് അയോണുകൾ ഓൾറെഡി ഉണ്ട്. സോഡിയം ഫ്ലൂറൈഡിൻ്റെ പ്രത്യേകത എന്താ? സ്ട്രോങ് സാൾട്ടാണ്. എന്ന് വെച്ചാൽ സാൾട്ടുകളൊക്കെ സ്ട്രോങ് ആണ്. വെള്ളത്തിലിട്ടത് മുഴുവൻ കലങ്ങിപ്പോകുന്ന ആളാണ് സോഡിയം ഫ്ലൂറൈഡ്. ചേർത്തത് മുഴുവൻ കലങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 0.1 മോളാർ സോഡിയം ഫ്ലൂറൈഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡ് അയോൺ ഓൾറെഡി 0.1 മോളാറുള്ള സൊല്യൂഷനാണ്. അതിനകത്ത് നിങ്ങൾ പോയിട്ട് ആരെയും ഡിസോൾവ് ചെയ്തു? കാൽസ്യം ഫ്ലൂറൈഡിനെ ഡിസോൾവ് ചെയ്തു. കാൽസ്യം അയോണും ഫ്ലൂറൈഡ് അയോണും ഉണ്ടാവാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ സൊല്യൂഷനകത്ത് ഫ്ലൂറൈഡ് അയോൺ ആകെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും സോഡിയം ഫ്ലൂറൈഡ് കലങ്ങിയിട്ടും കാൽസ്യം ഫ്ലൂറൈഡ് കലങ്ങിയിട്ടും ഫ്ലൂറൈഡ് വന്നു എന്ന്. പക്ഷേ ഞാൻ പറയും സോഡിയം ഫ്ലൂറൈഡ് കലങ്ങിയിട്ടുള്ള ഫ്ലൂറൈഡ് എടുത്താൽ മതി എന്ന്. കാരണം ഫ്ലൂറൈഡ് അയോൺ ഡിസോൾവ് ചെയ്ത് വരുന്നത്, അതായത് സോഡിയം ഫ്ലൂറൈഡ് കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. സോഡിയം ഫ്ലൂറൈഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫ്ലൂറൈഡ് വെച്ച് നോക്കുമ്പോൾ കാൽസ്യം ഫ്ലൂറൈഡ് ഡിസോൾവ് ചെയ്ത് വരുന്ന ഫ്ലൂറൈഡിൻ്റെ അളവ് നെഗ്ലിജിബിളി സ്മോളാണ്. അപ്പോൾ ഫ്ലൂറൈഡ് അയോൺ കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ ഏതേ എടുക്കണ്ടു? നമ്മൾ എടുക്കേണ്ടത് സോഡിയം ഫ്ലൂറൈഡിൽ നിന്ന് വന്ന ഫ്ലൂറൈഡ് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കാൽസ്യം അയോൺ എവിടുന്നാണ് വന്നേ? കാൽസ്യം ഫ്ലൂറൈഡ് ഡിസോൾവ് ചെയ്ത് വന്നതാ അല്ലേ? അപ്പോൾ കാൽസ്യം അയോൺ ഫ്രം കാൽസ്യം ഫ്ലൂറൈഡ് ഇൻറ്റു ഫ്ലൂറൈഡ് അയോൺ കോൺസെൻട്രേഷൻ അത് എത്രയാ? 0.1 സ്ക്വയർ. കുട്ടികൾക്ക് അപ്പോൾ വീണ്ടും ചോദ്യം വരും, ഈ 0.1ൻ്റെ കൂടെ കാൽസ്യം ഫ്ലൂറൈഡ് ഡിസോൾവ് ചെയ്ത് വന്ന ഫ്ലൂറൈഡ് ആഡ് ചെയ്യണ്ടേന്ന്. അത് ആഡ് ചെയ്യണ്ട. കാൽസ്യം ഫ്ലൂറൈഡ് ഭയങ്കര ലെസ് സോലിബിളാണ്. കാൽസ്യം ഫ്ലൂറൈഡിൽ നിന്ന് കലങ്ങി വരുന്ന ഫ്ലൂറൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഓൾറെഡി സൊല്യൂഷനകത്ത് സോഡിയം ഫ്ലൂറൈഡ് ഡിസോൾവ് ചെയ്ത് വരുന്ന ഫ്ലൂറൈഡ് വെച്ച് നോക്കുമ്പോൾ നന്നേ കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? കാൽസ്യം അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു 0.1 സ്ക്വയർ എടുത്താൽ 3.1 × 10⁻⁻11. അപ്പോൾ കാൽസ്യം അയോൺ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 3.4 × 10⁻⁻9 കിട്ടും. ശരിയല്ലേ? സി അല്ലേ കിട്ടിയത്? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇതൊന്ന് പറയാമോ? ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യും? സോലിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് AgCl KSP തന്നിട്ടുണ്ട്. AgClൻ്റെ KSP എത്രയാ? 1.8 × 10⁻⁻10. നിങ്ങൾ എന്താ മിക്സ് ചെയ്യുന്നത്? ഈക്വൽ വോളിയം. ആദ്യം 10⁻⁻4 മോളാർ Ag+ അയോണുള്ള സൊല്യൂഷൻ ഉണ്ട്. കയ്യിൽ 10⁻⁻4 മോളാർ Ag+ ഉള്ള സൊല്യൂഷനും ഉണ്ട്. അതുപോലെ തന്നെ 10⁻⁻4 മോളാർ ക്ലോറൈഡ് അയോണുള്ള സൊല്യൂഷനും ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ വോളിയം മിക്സ് ചെയ്തു.
precipitation of AgCl ഉണ്ടാവുമോ എന്ന് നോക്കണം. മിക്സ് ചെയ്ത് കിട്ടിയ സൊല്യൂഷനകത്ത് Ag plus ion കോൺസെൻട്രേഷൻ എത്രയുണ്ടാവും? 10⁻⁻4 ഡിവൈഡഡ് ബൈ 2. ഇതാണ് പുതിയ സൊല്യൂഷനിലെ Ag പ്ലസ് കോൺസെൻട്രേഷൻ. പുതിയ സൊല്യൂഷനിലെ ക്ലോറൈഡ് അയോൺ കോൺസെൻട്രേഷൻ എത്രയാ? അതും 10⁻⁴/2. എന്തിനാ ഈ /2 ഇടുന്നതെന്ന് പിടികിട്ടിയില്ലേ? നിങ്ങൾ ഈക്വൽ വോള്യൂമാണ് മിക്സ് ചെയ്തത്. ഇതിൻ്റെ 1 ലിറ്റർ ഇതിൻ്റെ 1 ലിറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്തു വിചാരിച്ചോളൂ. അപ്പം മൊത്തം എത്ര ലിറ്റർ ഉണ്ട്? 2 ലിറ്റർ. വോള്യൂം ഡബിളായി അല്ലേ? ഈ 2 ലിറ്ററിൽ സിൽവർ അയോൺ എത്ര വന്നു? 10⁻⁻4 മോള് വന്നു. അപ്പോൾ Ag പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 10⁻⁴/2. അതേപോലെ തന്നെ ഈ 2 ലിറ്ററിൽ ക്ലോറൈഡ് അയോൺ എത്ര വന്നു? 10⁻⁻4 വന്നു. അപ്പോൾ ക്ലോറൈഡ് അയോണിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ എത്രയാ? 10⁻⁴/2. പിടികിട്ടിയോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുത്ത് നോക്കിയോ? ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുത്താൽ 10⁻⁴/2 ഇൻറ്റു 10⁻⁴/2 10⁻⁸/4 എന്ന് വെച്ചാൽ 0.25 ഇൻറ്റു 10⁻⁸8 ഓർ 2.5 ഇൻറ്റു 10⁻⁹. നിങ്ങൾക്ക് കിട്ടിയ KSP എത്രയാ? 1.8 ഇൻറ്റു 10⁻10. സൊല്യൂഷനകത്തിരിക്കുന്ന അയോണിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് KSPയേക്കാൾ എക്സീഡ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വരും? പ്രസിപ്പിറ്റേഷൻ വിൽ ഒക്കർ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ എന്തായാലും പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. സെക്കൻഡ് വണ്ണിലൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല അല്ലേ? ഇതിൻ്റെയൊക്കെ അയോണിക് കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ KSPനേക്കാൾ എത്രയോ താഴെയാണ്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ. അയോണിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് KSPനെ എക്സീഡ് ചെയ്താൽ മതി. പിടികിട്ടിയോ? അടുത്തതിലേക്ക് പോകാം. ഇതിന് ആൻസർ പെട്ടെന്ന് കിട്ടുമല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 8ന് ഈ പറയുന്ന സോൾട്ടിൽ എവിടെയാണ് സോല്യൂബിലിറ്റി KSP/4⁻1/3 ആയിട്ട് വരിക? ഏത് ടൈപ്പ് ആ സോൾട്ട്? ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രാവശ്യത്തെ നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, NCERTയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, Hg2Cl2 അയോണൈസ് ചെയ്യുന്ന സമയത്ത് നാം എങ്ങനെയാണ് അത് അയോണൈസ് ചെയ്യേണ്ടത്? Hg2 2 ക്ലോറൈഡുമായിട്ടാണ് അയോണൈസ് ചെയ്യേണ്ടത് അല്ലേ? അതായത് ഇവിടെ ഇതിൻ്റെ KSPൻ്റെ എക്സ്പ്രഷൻ എഴുതിയാൽ മെർക്യൂറസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ക്ലോറൈഡ് അയോൺ കോൺസെൻട്രേഷൻ സ്ക്വയർ. ഇതാണ് KSPൻ്റെ എക്സ്പ്രഷനായിട്ട് എഴുതേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മെർക്യൂറസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ക്ലോറൈഡ് അയോൺ കോൺസെൻട്രേഷൻ സ്ക്വയർ. ഇതിൻ്റെ സോല്യൂബിലിറ്റി S ആണെങ്കിൽ വെള്ളത്തിലെത്തിയ മെർക്യൂറസ് അയോണുകൾ എത്രയാണ്? S തന്നെ. ക്ലോറൈഡ് അയോണുകൾ എത്രയാണ്? 2S, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ KSP എന്താണ്? 4s³. അങ്ങനെ വന്നാൽ S എന്ത് വന്നോളും? KSP/4⁻1/3 ആണ് സോല്യൂബിലിറ്റി വരിക. പിടികിട്ടിയോ? ബാക്കിയുള്ള സോൾട്ടിൻ്റെ ഒക്കെ പ്രത്യേകത അറിയാലോ. ഇതേതാ ടൈപ്പ്? AB ടൈപ്പാണ്. AB ടൈപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? KSP S² ആണ്. ഇതേതാ ടൈപ്പ്? A3B2 ടൈപ്പാണ്. A3B2 ടൈപ്പിൻ്റെ KSP എങ്ങനെയായിരിക്കും? A3B2 ടൈപ്പിന് 3s-ൻ്റെ ക്യൂബും 2s-ൻ്റെ സ്ക്വയറും. 3 ക്യൂബ് 27 ഇൻറ്റു 4 108. 108 s⁵5 ആണ്. എന്നാൽ ഇത് പൊട്ടിക്കും. ഇത് കുട്ടികൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നറിയോ? 2 മെർക്കുറിക്ക് 2s സ്ക്വയർ എന്നിട്ട് കളയും. എൻ്റെ മക്കളെ അങ്ങനെ ചെയ്തേക്കരുത്. മെർക്യൂറസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസാണുള്ളത്. ഇങ്ങനെ എടുക്കരുത് കേട്ടോ. അവിടെ ശരിക്കും എടുക്കേണ്ടത് എങ്ങനെയാണ്? മെർക്യൂറസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ക്ലോറൈഡ് അയോൺ കോൺസെൻട്രേഷൻ സ്ക്വയർ എന്നെടുക്കണം. ക്ലോറൈഡ് അയോൺ എന്താ? ഇതൊന്ന് വെള്ളത്തിൽ കലങ്ങിയ ക്ലോറൈഡ് അയോൺ 2 വരും. മെർക്യൂറസ് അയോൺ 1 തന്നെ വരുള്ളൂ. ഇതേതാ ടൈപ്പ് എന്നറിയാലോ? A3B ടൈപ്പാണ് അല്ലേ? ഇപ്പോൾ 27 s⁴ കിട്ടിക്കാണും. ഇത് AB ടൈപ്പാണ്. 5 ഓപ്ഷൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇത് പഴയ കീമിൻ്റെ ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറയാവോ? ക്വസ്റ്റ്യൻ നമ്പർ 9 ഏതാ ടൈപ്പ്? A2B3 ടൈപ്പാണ്. A2B3 ടൈപ്പ് എന്ന് കേട്ട ഉടനെ നിങ്ങൾ എന്താ എഴുതിയത്? KSP ഇതുപോലെ 2s പോലെ 2 അതിന് സ്ക്വയർ, പിന്നെയോ 3s ഇടുകയും വേണം. അത് തന്നെ അതിൻ്റെ ക്യൂബ് എഴുതണം. ഈ വരുന്ന നമ്പർ ഇവിടെയും അത് തന്നെ പവർ എഴുതണം. ഈ നമ്പർ ഇവിടെയും അത് തന്നെ പവർ ആക്കി എഴുതണം. ഇപ്പോൾ 2 സ്ക്വയർ 4, 3 ക്യൂബ് 27 s⁵5. ഇപ്പോൾ 108 s⁵5. അങ്ങനെയാണോ കിട്ടിയത്? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? 108. എത്രയാ? എസിൻ്റെ വില 10⁻⁻5. 10⁻⁻5ൻ്റെ ⁵5 10⁻⁻25. ഇതൊന്ന് ചെയ്ത് കാണിക്കാവോ പെട്ടെന്ന്?
എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും വേറെ വേറെ കാര്യങ്ങളിലൊക്കെയാണല്ലോ, സ്നേഹൽ പ്രസന്റ് എന്നൊക്കെയാണല്ലോ മിസ്റ്റിയെ നീ അടിക്കുന്ന. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടോ മിസ്റ്റി? ശ്രദ്ധിച്ച് ചെയ്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറഞ്ഞ് മിസ്റ്റിക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും? 0.1 മോളാർ H2S 0.2 മോളാർ HCl ഉണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് അയോൺ ഫ്രം അക്വസ് സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാവോ? കിട്ടിയവർക്ക് ആൻസർ പറഞ്ഞോളൂ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൾഫൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷനാണ്. തന്നത് എന്തൊക്കെയാണ്? H2S ഉണ്ടാവുന്നത്, H2S അയോണൈസ് ചെയ്ത് HS മൈനസും H+ ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ Ka വാല്യൂ 1 × 10⁻⁻7 ആണ്. HS മൈനസ് വീണ്ടും അയണൈസ് ചെയ്ത് സൾഫൈഡ് അയോണായി മാറുന്ന സമയത്ത് KSP അതിൻ്റെ Ka വാല്യൂ തന്നത് 1.2 × 10⁻⁻13 ആണ് അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ Ka കിട്ടും. എത്രയാണ്? H2S അയോണൈസസ് ടു ഗിവ് 2H++ സൾഫൈഡ് അയോണിൻ്റെ Ka വാല്യൂ എന്തായിരിക്കും? 1.2 × 10⁻⁻20 ആണ്. എന്നോട് ചോദിച്ചത് സൾഫൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എത്ര വരുന്നതാണ്. ഇത് ഈ ഓവറോൾ പ്രോസസ്സിൻ്റെ Ka എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുക? Ka = എന്ന് പറഞ്ഞേ കേൾക്കട്ടെ, കോൺസെൻട്രേഷൻ ഓഫ് H+² ഇൻറ്റു സൾഫൈഡ് അയോൺ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2S. ഇതല്ലേ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. ഇനി ഇതിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്താ തന്നിരിക്കണേ? 0.1 മോളാർ H2S ഉണ്ട് എന്ന് പറയുന്നുണ്ട്. H2Sൻ്റെ മൊളാരിറ്റി 0.1 ആണ്. 0.2 മോളാർ HCl ഉണ്ട് സൊല്യൂഷനകത്ത്. അപ്പം നിങ്ങളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Ka 1.2 × 10⁻⁻20 H+ കോൺസെൻട്രേഷൻ നിങ്ങൾ എന്താ വെച്ച് കൊടുക്കുന്നത്? ഞാൻ വെക്കാൻ പോകുന്നത് 0.2² എന്നാണ്. അതെന്താണെന്ന് തോന്നും. നിങ്ങൾക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ്. അത് വെള്ളത്തിലിട്ടത് മുഴുവൻ അയണൈസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന H+കൾ ഞാൻ കൗണ്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്കറിയാം H2Sൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ തന്നെ ഭയങ്കര കുറവാണ്. 10⁻⁻7 ആണ് Ka. എന്ന് വെച്ചാൽ ഇനിഷ്യൽ അയോണൈസേഷൻ ഈസ് വെരി വെരി സ്മോൾ. സെക്കൻഡ് അയോണൈസേഷൻ ഈസ് നെഗ്ലിജിബിളി സ്മോൾ. സോ H+ അയോൺ കോൺട്രിബ്യൂട്ടഡ് ഫ്രം H2S നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ H+ അയോൺ ഇൻ സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? HCl കോൺട്രിബ്യൂട്ട് ചെയ്ത് H+ എടുത്താൽ മാത്രം മതി. അപ്പോൾ HCl കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന H+ അയോൺ എത്രയാണ്? 0.2 അതിൻ്റെ സ്ക്വയർ. അതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും H2Sൽ നിന്ന് വരുന്ന H+ ആഡ് ചെയ്യരുത്. സൾഫൈഡ് അയോൺ കോൺസെൻട്രേഷൻ അതെനിക്ക് കണ്ടുപിടിക്കണം. H2S കോൺസെൻട്രേഷൻ നൗ ഇൻ സൊല്യൂഷൻ എത്രയാണ്? 0.1. അപ്പോൾ ചിലർ എന്നോട് തർക്കിക്കും, അത് ആദ്യം ഉള്ളതല്ലേ, അതിൽ നിന്നല്ലേ അയോണൈസ് ചെയ്ത് പോയേ, അപ്പോൾ H2S അത്ര തന്നെ ഉണ്ടാവുമോ എന്ന്. നിങ്ങൾക്കറിയാം ദീസ് അയോണൈസേഷൻ ഈസ് നെഗ്ലിജിബിളി സ്മോൾ. അപ്പം നമ്മൾ 0.1 മോളാർ H2S എടുത്താൽ അതിൻ്റെ അയോണൈസേഷൻ 0.000 സംതിങ് ആണ്. അപ്പോൾ സൊല്യൂഷനകത്തുള്ള H2S എത്രയെന്ന് ചോദിച്ചാൽ ഇനിഷ്യലി ഉള്ള H2S തന്നെ വെച്ചാൽ മതി. പിടികിട്ടിയോ? അപ്പം നമുക്ക് സൾഫൈഡ് അയോൺ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും കിട്ടുക? 1.2 × 10⁻⁻20 × 10⁻⁻1 ഡിവൈഡഡ് ബൈ 0.2 × 0.2 അതല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര കിട്ടും നോക്കൂ. ഇത് ഇവിടെ കട്ട് ചെയ്താൽ 6 പ്രാവശ്യം, ഇതിവിടെ കട്ട് ചെയ്താൽ 30 പ്രാവശ്യം. അപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്തേക്കാം. 3 × 10⁻⁻20 അല്ലേ കിട്ടിയേ. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഒന്ന് നോക്കിയേ. കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് HCO3-. കോഞ്ചുഗേറ്റ് ബേസ് എങ്ങനെയാണ് കിട്ടുന്നത്? കോഞ്ചുഗേറ്റ് ബേസ് കിട്ടാൻ നമ്മൾ വെറുതെ H+ റിമൂവ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. H+ ഒന്ന് റിമൂവ് ചെയ്തേ. കോഞ്ചുഗേറ്റ് ആസിഡും കോഞ്ചുഗേറ്റ് ബേസ് എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ H+ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. HCO3- കൂടെ H+ ആഡ് ചെയ്താലോ? H2CO3. കോഞ്ചുഗേറ്റ് ബേസ് കിട്ടുക ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? H+ റിമൂവ് ചെയ്താൽ മതി. ഇതിൽ നിന്ന് H+ റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഓപ്ഷൻ ഡി. അടുത്തതിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ഒന്ന് ആൻസർ വേഗം പറഞ്ഞേ. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താണ് മെഹറിനൊരു സംശയം? അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതിയാൽ പോരെ. മെഹറെ നീ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്ക്. മെഹറിൻ്റെ സംശയം കൈനറ്റിക്സുമായി ഇത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമോ എന്നൊക്കെയാണ്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നതും ഇത് ഇക്വിലിബ്രിയത്തിൻ്റെ ബ്രാഞ്ചും വേറെയാണ്. രണ്ടും റിലേറ്റ്, ഏത് ചാപ്റ്ററും റിലേറ്റ് ചെയ്ത് ചോദ്യം ചോദിക്കാട്ടോ മെഹറെ. നീ ഇവിടെ നോക്ക്.
ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 12 പ്രത്യേകിച്ച് കൈനറ്റിക്സ് സ്പീഡ് ഓഫ് കെമിസ്ട്രിയാണ്. ഇത് തെർമോഡൈനാമിക്സിൻ്റെ പാർട്ടാണ് കേട്ടോ. ഇത് നോക്കിയേ, ഏതൊക്കെയാണ് 4 സ്പീഷീസ് തന്നിട്ടുള്ളതിൽ അസിഡിക് സ്ട്രെങ്ത് ഒന്ന് മെഹറിന് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഈ ചോദ്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. വേഗം പോട്ടെ. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇതിലെ മുഴുവൻ ചോദ്യങ്ങളും നമ്മളിനി എല്ലാ ചാപ്റ്ററും ക്യുമുലേറ്റീവായിട്ട് ഈ പ്രാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നതിലെ എല്ലാ ക്വസ്റ്റ്യനും ചേർത്തൊരു 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. അതുകൂടി നിങ്ങളെല്ലാവരും കേൾക്കാം. ഇപ്പം നമ്മൾ ഓരോരോ ചാപ്റ്റർ വൈസ് 100 ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ ഒരു ഇതെല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് ഫുൾ ടോപ്പിക്കിൻ്റെ ബേസിൽ മോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന 100 ക്വസ്റ്റ്യൻ കൂടി ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം, നിങ്ങൾ സഹകരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ നീറ്റിന് പോസിബിളായ എല്ലാ കെമിസ്ട്രി ക്വസ്റ്റ്യനും പറയാം. ഏതായാലും ഇത് നോക്കൂ, ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഇതിലേതായിരിക്കും കറക്റ്റ് സീക്വൻസ് ഓഫ് ദർ ആസിഡ് സ്ട്രെങ്ത്? ഇതിലെ സൂപ്പർ ആസിഡ് ആരാ? സൾഫ്യൂരിക് ആസിഡിനേക്കാൾ അസിഡിറ്റി കൂടിയ ഏതൊരു ആസിഡിനെയും വിളിക്കുന്ന പേരാണ് സൂപ്പർ ആസിഡ്. സൾഫ്യൂരിക് ആസിഡിനേക്കാൾ അസിഡിറ്റി കൂടിയവരായിരിക്കും ഇവനെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനൊരു സൂപ്പർ ആസിഡാണ്. ഇവനാണ് നമ്പർ 1, ഏറ്റവും ഹയസ്റ്റ് അസിഡിക് ആയിട്ട് 4th വരണം. പിന്നെ നിങ്ങൾക്കറിയാം നെഗറ്റീവ് സ്പീഷീസിന് പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസിനോളം അസിഡിക് സ്ട്രെങ്ത് ഉണ്ടാവില്ല. സോ പിന്നെ വരുന്നത് H3O+ ആണ്. 4th കഴിഞ്ഞ് 2 വരണം. സംശയമില്ലല്ലോ. ബൈസൾഫേറ്റിന് ബൈകാർബണേറ്റിനേക്കാളും അസിഡിറ്റി കൂടുതലായിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 13 ഒന്ന് നോക്കിയോ. ക്വസ്റ്റ്യൻ നമ്പർ 13 എല്ലാവരും ഒന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്തുവരും? 90 ഡിഗ്രി സെൽഷ്യസിലെ ഹൈഡ്രോണിയം അയോൺ 10 എല്ലാവർക്കും അറിയാം. 25 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിൻ്റെ KW എത്രയാ? വെള്ളത്തിൻ്റെ KW 10⁻⁻14 ആണ് അല്ലേ? അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ സെൽഫ് അയണൈസ് ചെയ്ത് ഹൈഡ്രോണിയം അയോണും ഹൈഡ്രോക്സിൽ അയോണും ഉണ്ടാവുമെന്ന് അറിയാം അല്ലേ? അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ്, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടേണ്ടത്? ഇത് 10⁻⁻14. അതെങ്ങനെയാ? 25 ഡിഗ്രി സെൽഷ്യസിൽ ഹൈഡ്രോണിയം അയോൺ ഉണ്ടായത് 10⁻⁻7 ആണ്. ഹൈഡ്രോക്സിൽ അയോൺ ഉണ്ടായത് 10⁻⁻7 ആണ്. 10⁻⁻7 മോൾ പെർ ലിറ്റർ ആണ് അയോണൈസ് ചെയ്യുക. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ്, അത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ സെൽഫ് അയണൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത്. ഈ പ്രോഡക്റ്റിന് നമ്മൾ എന്താ പറയുക? അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. 25 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ വില 10⁻⁻14 ആണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഒരാൾ വെള്ളം ചൂടാക്കി പോവുക. വെള്ളം തിളയ്ക്കാനൊക്കെ ആവുന്ന സമയത്ത് ഇതിൻ്റെ അയോണൈസേഷൻ 10 ടൈംസ് ഒക്കെ കൂടും. അപ്പം അങ്ങനെ വരുമ്പോൾ ഹൈഡ്രോണിയം അയോൺ 10⁻⁻6 ആണ്. ഹൈഡ്രോക്സിൽ അയോൺ 10⁻⁻6 ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പ്രോഡക്റ്റ് എടുത്താൽ 10⁻⁻12 വരും. ഇതാണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ചൂട് കൂടുന്നതിനനുസരിച്ച് കൂടി വരും, തണുത്ത് വരുന്നതിനനുസരിച്ച് കുറഞ്ഞും വരും. മനസ്സിലായോ? ഇത് 90 ഡിഗ്രി സെൽഷ്യസിലെ ഹൈഡ്രോണിയം അയോൺ 10⁻⁻6 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ആ ടെമ്പറേച്ചറിൽ ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷനും 10⁻⁻6 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ KW എത്രയായിരിക്കും? 10⁻⁻12 ആയിരിക്കും. ക്ലിയർ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്തോട്ടെ. 25 ഡിഗ്രി സെൽഷ്യസിലെ ന്യൂട്രൽ വാട്ടറിൻ്റെ pH എത്രയാണ്? 7. ന്യൂട്രൽ വാട്ടറിൻ്റെ pH എങ്ങനെയാണ് 7 നമ്മൾ പറയുന്നത്? എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, ന്യൂട്രൽ വാട്ടറിൻ്റെ pH എന്ന് പറയുന്നത് ഹാഫ് ഓഫ് pKW ആണ്. ഹാഫ് ഓഫ് pKW ആണ് ന്യൂട്രൽ വാട്ടറിൻ്റെ pH. ഇപ്പോൾ ഈ പറയുന്ന ചോദ്യത്തിൽ 90 ഡിഗ്രി സെൽഷ്യസിൽ ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻6 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ടെമ്പറേച്ചറിലെ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എത്രയാണ്? 10⁻⁻12. അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ വാട്ടറിന് ആ ടെമ്പറേച്ചറിലെ pH എത്രയാണ്? ന്യൂട്രൽ വാട്ടറിൻ്റെ ആ ടെമ്പറേച്ചറിലെ pH 6 ആണ്. കണ്ടോ? അപ്പോൾ ആ എല്ലാവരും തെറ്റിദ്ധരിക്കും ഒരു സൊല്യൂഷൻ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 90 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ഒരു സൊല്യൂഷൻ്റെ pH 7 ആണ്. അപ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുക? സൊല്യൂഷൻ ന്യൂട്രൽ ആണെന്ന്. അല്ല, സൊല്യൂഷൻ അസിഡിക് അല്ല, ബേസിക് ആണ്. എന്താ കാരണം? ഈ പറയുന്ന ടെമ്പറേച്ചറിൽ ഞാൻ പറഞ്ഞു 90 ഡിഗ്രി സെൽഷ്യസിൽ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ 10⁻⁻6 ഉണ്ടെങ്കിൽ ന്യൂട്രൽ വാട്ടറിൻ്റെ pH 6 ആണ്. ന്യൂട്രൽ വാട്ടറിൻ്റെ pH 6 ആണ്. എൻ്റെ ഗിവൺ സൊല്യൂഷൻ്റെ pH 7 ആണ്. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ന്യൂട്രൽ pH.
ന്യൂട്രൽ പി എച്ചിനേക്കാൾ കടന്നു നിന്നാൽ അതാരാണ്? ബേസിക് സൊല്യൂഷനാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 14 ഒന്ന് പോയിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 14, പി എച്ച് ഓഫ് 0.5 മോളാർ അക്വസ് സൊല്യൂഷൻ ഓഫ് എച്ച് എഫ്. എങ്ങനെ കണ്ടുപിടിക്കും? പി എച്ച് കാണാൻ അറിയാത്ത ആരുമില്ലല്ലോ. പി എച്ച് എങ്ങനെയാണ് കാണുക? പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ എന്നാണ്. എച്ച് എഫ് ആരാണ്? വീക്ക് ആസിഡ്. ഉടനെ നിങ്ങളെ മനസ്സിലേക്ക് വന്നത് എന്താ പറയൂ? ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. പെട്ടെന്ന് മനസ്സിലേക്ക് വരേണ്ടത് എന്തായിരുന്നു? റൂട്ട് ഓഫ് കെ എ ഇൻറ്റു സി. ഓർമ്മ ഒന്നായിരുന്നോ? റൂട്ട് ഓഫ് കെ എ 2 × 10⁻⁻⁴, സി 0.5. That means 1 × 10⁻⁻⁴, that is 10⁻⁻². അപ്പോൾ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ 10⁻² എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പി എച്ച് എത്രയാ? ഒറ്റ സ്റ്റെപ്പ് പറയാം. പി എച്ച് ഈക്വൽ ടു 2 മൈനസ് ലോഗ് 10⁻². ദാറ്റ് മീൻസ് 2 log 10, പി എച്ച് 2. ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഒന്നുകൂടി പറയാം, റൂട്ട് ഓഫ് കെ എ ഇൻറ്റു സി. അടുത്തതിലേക്ക് പോവാം. ഇതൊന്ന് പറയാമോ? സൊല്യൂഷൻ്റെ പി എച്ച് 3 അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ എന്ത് എന്നാണ്. നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ പറയുന്നില്ല എങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം KW 10⁻⁻14 ആണ്. ടെമ്പറേച്ചർ പറഞ്ഞാൽ മാത്രമേ ആ ടെമ്പറേച്ചറിനനുസരിച്ച് നിങ്ങൾ KW അതവർ തരും. നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസിലാണ് വെറുതെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എടുക്കേണ്ടത്. ആ സമയത്ത് KW 10⁻⁻14 ആണ് എന്നോർത്തിരിക്കുക. പിടികിട്ടിയോ? ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി എച്ച് 3 ആണെങ്കിൽ ഹൈഡ്രോക്സിൽ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് എന്നാണ്. എങ്ങനെയാണ്? നിങ്ങൾക്ക് 2 രീതി ചെയ്യാതെ. ഒന്ന്, നിങ്ങൾക്ക് പറയാം പി എച്ച് 3 ആണെങ്കിൽ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ 10⁻³ ആണ്. ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു KW ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 10⁻⁻14 ബൈ 10⁻³ 10⁻⁻11 എന്ന് കിട്ടും. ഇനി ഇങ്ങനെയല്ല വേറൊരു രീതി ചെയ്തവരും ഉണ്ടാവും. എങ്ങനെയാത്? വി നോ ദാറ്റ് പി എച്ച് ഈക്വൽ ടു പി ഒ എച്ച് ഈക്വൽ ടു എത്രയാണ്? 14. പി എച്ചും പി ഒ എച്ചും ആഡ് ചെയ്താൽ 14 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പി എച്ച് 3 തന്നിട്ടുണ്ട്. അപ്പോൾ പി എച്ച് പ്ലസ് പി ഒ എച്ച് 14 ആണെങ്കിൽ പി ഒ എച്ച് എത്രയായിരിക്കും? 11. പി ഒ എച്ച് 11 ആണെങ്കിൽ ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ എത്രയാ? പി ഒ എച്ച് 11. അപ്പോൾ ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ 10⁻⁻11. പിടികിട്ടിയോ? എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 16 ഒന്ന് ആൻസർ അടിച്ചു വെച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 16, 50 ml pH1 mixed with 50 ml solution of pH2. pH of the mixture will be nearly. എങ്ങനെ കണ്ടുപിടിക്കും? pH1 ഉള്ള സൊല്യൂഷൻ 50 ml ഉണ്ട്, pH2 ഉള്ള സൊല്യൂഷൻ 50 ml ഉണ്ട്. നമ്മൾ AC അടിച്ചു പോയടാ, ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ടല്ലോ. എന്താ കിട്ടിയേ? 50 ml സൊല്യൂഷൻ ഓഫ് pH1 ഈസ് മിക്സ്ഡ് വിത്ത് 50 ml സൊല്യൂഷൻ ഓഫ് pH2. pH ഓഫ് ദ മിക്സ്ചർ വിൽ ബി എത്രയാ? ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ എഴുതിയവരെ, ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ ചെയ്തത് കിട്ടിക്കാണും 1.26 അല്ലേ? എങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ ചെയ്യണോ? നമുക്കറിയാം മിക്സിംഗ് ഫോർമുലയാണ്. മിക്സ് ചെയ്യുന്ന സമയത്ത് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെയാണ് മിക്സിംഗ് ഫോർമുല? M1V1 + M2V2 ഹോൾ ഡിവൈഡഡ് ബൈ ഫൈനൽ വോളിയം. അതല്ലേ നമ്മൾ ഫൈനൽ മൊളാരിറ്റി കാണാൻ പഠിച്ചേ? ഫൈനൽ മൊളാരിറ്റി ഓർ മൊളാരിറ്റി ആഫ്റ്റർ മിക്സിംഗ് M1V1 + M2V2 ഡിവൈഡഡ് ബൈ ഫൈനൽ വോളിയം. എത്രയാ M1V1 മൊളാരിറ്റി? ആദ്യം എത്രയാ? pH1 എന്ന് പറഞ്ഞാൽ 10⁻⁻1 ആണ്. അപ്പോൾ M1 10⁻⁻1, V1 50, M1V1 + M2V2 എത്രയാ? M2V2 M2 10⁻⁻2, V2 50 അല്ലേ? ഡിവൈഡഡ് ബൈ 50 + 50 100. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എങ്കിലും ഞാനൊന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നേ ഉള്ളൂ. മൊളാരിറ്റി മിക്സിംഗ് ഫോർമുല എടുത്താൽ മതി. പിടികിട്ടിയോ? pH1 എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ 10⁻⁻1 മോളാർ ആണ് അല്ലേ? പിടികിട്ടിയില്ലേ അതെല്ലാവർക്കും? അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്തായിരിക്കും കിട്ടുക? 10⁻⁻1 × 50 എന്ന് വെച്ചാൽ വി ക്യാൻ സേ 5 + 10⁻⁻2 × 50 എത്രയാണ് നിങ്ങൾ എഴുതിയേ? 0.5 ഡിവൈഡഡ് ബൈ 100. എങ്ങനെയാണോ കിട്ടിയേ? അപ്പം അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ചെയ്തോളൂ എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞേ? 5.5 ഡിവൈഡഡ് ബൈ 100 അല്ലേ? അപ്പോൾ 5.5 × 10⁻⁻2
അപ്പോൾ പി എച്ച് എന്തായിരിക്കും 2 മൈനസ് ലോഗ് 5.5 അല്ലേ? അതിൽ സംശയം ഉണ്ടോ? എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ 5.5 ഇൻറ്റു 10⁻²- ആണെങ്കിൽ പി എച്ച് എങ്ങനെ എഴുതുക? നെഗറ്റീവ് ലോഗ് 5.5 ഇൻറ്റു 10⁻². നെഗറ്റീവ് ലോഗ് 5.5 ഇൻറ്റു 10⁻² കാണുന്നതിലൊന്നും സംശയമില്ലല്ലോ. ലോഗ് എ ബി എന്താ? ലോഗ് എ പ്ലസ് ലോഗ് ബി മൈനസ് ലോഗ് 5.5 പ്ലസ് മൈനസ് ലോഗ് 10⁻². മൈനസ് ലോഗ് 10⁻² ആരാ? 2 മൈനസ് ലോഗ് 5.5 2 മൈനസ് ലോഗ് 5 എന്താ? ലോഗ് 5 0.6990 0.7 എന്നൊക്കെ എടുക്കും. ഇത് 5.5 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരിത്തിരി കൂട്ടിയെടുക്കാം. 0.74ൻ്റെ അടുത്തെടുക്കാം. അപ്പോൾ എന്തായിരിക്കും? 1.26. അപ്പോൾ നമുക്ക് ആൻസർ ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ലോഗരിതത്തിൻ്റെ വാല്യൂ അറിയാതെ തന്നെ 1.26 കിട്ടും. പിടികിട്ടിയോ? അടുത്തത് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി തരട്ടെ ഞാൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാവോ? അതായത് എ സൊല്യൂഷൻ ഓഫ് pH 2 മിക്സ്ഡ് വിത്ത്, അല്ലെങ്കിൽ ഞാൻ വേണ്ട, ഇതേ ചോദ്യത്തിൽ ഇങ്ങനെയായിരുന്നു ചോദ്യമെങ്കിൽ പെട്ടെന്ന് ആരാ ആൻസർ പറയുന്നത് നോക്കട്ടെ ഞാൻ. pH 1 ഉള്ള സൊല്യൂഷൻ pH 2 ഉള്ള സൊല്യൂഷന് പകരം ഞാൻ മിക്സ് ചെയ്തത് pH 3 ഉള്ള സൊല്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിങ് pH എന്തായിരിക്കും? pH 1 ഉള്ള സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് എ സൊല്യൂഷൻ ഓഫ് pH 3 റിസൾട്ടിങ് pH. ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? സൂര്യജിത്ത് ആൻസർ പറഞ്ഞോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? pH 1 ഉള്ള സൊല്യൂഷനെ pH 2 ഉള്ള സൊല്യൂഷൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് പകരം pH 3 ഉള്ള സൊല്യൂഷൻ്റെ കൂടെ മിക്സ് ചെയ്താൽ എന്തായിരിക്കും പറയുക? നമ്മൾ പെട്ടെന്ന് പറയും pH ഓൾമോസ്റ്റ് 1.3 എന്ന് പറയും അല്ലേ? pH 1.3 എന്ന് പറയും. ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിലോ, pH 2 ഉള്ള സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് എ സൊല്യൂഷൻ ഓഫ് pH ഈക്വൽ ടു 3 എടുത്തപ്പോൾ 1.3. pH 2 ഉള്ള സൊല്യൂഷനെ ഞാൻ pH 4 ഉള്ള സൊല്യൂഷൻ്റെ കൂടെ മിക്സ് ചെയ്താലോ? അപ്പോഴും ഞാൻ എന്താ പറയുക? 1.3 എന്നാണ് പറയുക. pH 2 ഉള്ള സൊല്യൂഷനെ ഞാൻ pH 5 ഉള്ള സൊല്യൂഷൻ്റെ കൂടെയാണ് ഈക്വൽ വോളിയം മിക്സ് ചെയ്തതെങ്കിലോ ഞാൻ എന്താ പറയുക? അതിൻ്റെ റിസൾട്ടിങ് pH 1.3 തന്നെ പറയാം. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായോ? ഞാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. pH 2 ഉള്ള സൊല്യൂഷനെ pH 4 ഉള്ളതിൻ്റെ കൂടെ മിക്സ് ചെയ്തു. pH 2നെ pH 4 ഉള്ള സൊല്യൂഷൻ്റെ കൂടെ മിക്സ് ചെയ്തു. റിസൾട്ടിങ് pH എത്രയാ? എൻട്രൻസിന് ചെയ്യണ്ട, എൻട്രൻസിന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 1.3. ഇനി എങ്ങനെയാ ചെയ്ത് വന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെയായിരിക്കും ഇത് കിട്ടിയത്? pH 2ഉം pH 4ഉം മിക്സ് ചെയ്തു, റിസൾട്ടിങ് pH 1.3 കിട്ടിയത്. നമുക്ക് ഇതേപോലെ മിക്സിംഗ് ഫോർമുല എടുത്താൽ മതി അല്ലേ? ഇതിനകത്തുള്ള എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? 10⁻². ഇതിനകത്തുള്ളത് എത്രയായിരുന്നു? 10⁻⁴. 10⁻² മോൾ പെർ ലിറ്റർ ഉള്ള സൊല്യൂഷൻ 10⁻⁴ മോൾ പെർ ലിറ്റർ ഉള്ള ഒരു സൊല്യൂഷൻ്റെ കൂടെ മിക്സ് ചെയ്തു. ഇത് 10⁻² മോൾ പെർ ലിറ്റർ, ഇത് 10⁻⁴ മോൾ പെർ ലിറ്റർ. ഇതിൻ്റെ ഒരു ലിറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ ടോട്ടൽ വോളിയം എത്രയായി? 2 ലിറ്റർ അല്ലേ? ഈ 2 ലിറ്ററിലും കൂടി എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ എത്രയുണ്ട്? 10⁻² പ്ലസ് 10⁻⁴. അപ്പോൾ മൊളാരിറ്റി എത്രയാ? മോൾ പെർ ലിറ്റർ എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം, ടോട്ടൽ വോളിയം എടുത്തു. 2 ലിറ്റർ അല്ലേ? അതായത് 10⁻² ഔട്ട്സൈഡ് എടുത്തു. 1 പ്ലസ് 10⁻² ഡിവൈഡഡ് ബൈ 2. ആരെങ്കിലും ഈ 1ൻ്റെ കൂടെ 10⁻² ആഡ് ചെയ്യാൻ നിൽക്കുമോ? 1 പ്ലസ് 0.01 എന്ത് തന്നെ എടുത്താൽ മതി? 1 തന്നെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പാർട്ട് ആവശ്യമില്ല. അപ്പോൾ എനിക്ക് എന്ത് പറയാം? 1/2 ഇൻറ്റു 10⁻², 0.5 ഇൻറ്റു 10⁻³ അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ 0.5 ഇൻറ്റു 10⁻², അതായത് 5 ഇൻറ്റു 10⁻³ പുതിയ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ 5 ഇൻറ്റു 10⁻³ ആണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് pH എന്ത് പറയാം? 3 മൈനസ് ലോഗ് 5. ലോഗ് 5ന് നമ്മൾ എന്തായിട്ടാണ് എടുക്കണ്ടേ? 0.7. അപ്പോൾ 3 മൈനസ് 0.7 എത്രയാ? 2.3. ഇനി ഞാൻ pH 2 ഉള്ള സൊല്യൂഷൻ pH 4ൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് പകരം 5ൻ്റെ കൂടെയാണ് മിക്സ് ചെയ്തതെങ്കിലോ ഇവിടെ എന്തായിരിക്കും വരിക? 10⁻⁻5. അപ്പോൾ 10⁻² ഔട്ട്സൈഡ് എടുത്താൽ എന്താ കിട്ടുക? 10⁻⁻3. ഒന്നിൻ്റെ കൂടെ 10⁻⁻3 ആഡ് ചെയ്യണോ? വേണ്ട, അത് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് റിമൈനിങ് പാർട്ട് ഇതേപോലെ പ്രൊസീഡ് ചെയ്തു. അപ്പോൾ എത്രയാണ് കിട്ടുക? 2.3 കിട്ടുക
അല്ലേ? ഇനി അതേപോലെ pH 2 ഉള്ള സൊല്യൂഷനെ ഞാൻ മിക്സ് ചെയ്തത് pH 6 ഉള്ള സൊല്യൂഷൻ്റെ കൂടെയാണെങ്കിലോ H പ്ലസ് കോൺസെൻട്രേഷൻ 10⁻⁻6 വരും, ഇവിടെ 10⁻⁴ വരും, അത് നെഗ്ലക്ട് ചെയ്യും. അപ്പോഴും നമുക്ക് pH 2.3. ഇതേപോലെ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. pH 1 ഉള്ള സൊല്യൂഷനെ pH 3 ഉള്ളതിൻ്റെ കൂടെ മിക്സ് ചെയ്തു, റിസൾട്ടിങ് pH എത്രയാ? 1.3. pH 1 ഉള്ളതിനെ pH 3 ഉള്ളതിൻ്റെ കൂടെ മിക്സ് ചെയ്തു, റിസൾട്ടിങ് pH 1.3. pH 1 ഉള്ളതിനെ pH 4 ഉള്ളതിൻ്റെ കൂടെ മിക്സ് ചെയ്തു, റിസൾട്ടിങ് pH എത്രയാ? 1.3. pH 1 ഉള്ളതിനെ pH 5 മിക്സ് ചെയ്തു, റിസൾട്ടിങ് pH എത്രയാ? 1.3. ഇതൊക്കെ എഴുതണേ. എന്നാൽ ഈ പ്രാവശ്യം നീറ്റിന് ചോദിക്കുന്നത് ഇങ്ങനെയായിരുന്നുവെങ്കിലോ, എ സൊല്യൂഷൻ ഓഫ് pH 12 മിക്സ്ഡ് വിത്ത് എ സൊല്യൂഷൻ ഓഫ് pH 10 ഈക്വൽ വോളിയം മിക്സ് ചെയ്തു. ആൻസർ കിട്ടിയവരെന്ന് പറയുമോ പെട്ടെന്ന്? pH 12നെ pH 10 മിക്സ് ചെയ്തു, ഈക്വൽ വോളിയം, റിസൾട്ടിങ് pH എത്രയാ? കിട്ടിയവരുണ്ടോ? എത്രയാത്? 11.7. 11.7 കിട്ടിയത്. pH 10നെ pH 8 ഈക്വൽ വോളിയം മിക്സ് ചെയ്തു, റിസൾട്ടിങ് pH എത്രയാ? രണ്ടും ബേസിക് സൊല്യൂഷനാ. അപ്പോൾ ഈക്വൽ വോളിയം മിക്സ് ചെയ്തു, റിസൾട്ടിങ് pH എത്രയാ? അപ്പം നമ്മൾ 11.7 അങ്ങനെയാണ് എഴുതണ്ടേ. പിടികിട്ടിയോ എല്ലാവർക്കും? ആ രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. പിടികിട്ടിയോ എല്ലാവർക്കും? സംശയമുണ്ടോ? ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയാ അത് വന്നതെന്ന് സംശയമുണ്ടോ? അനുപമയും ഹിബയൊക്കെ തെറ്റിച്ചിട്ടുണ്ടല്ലോ. ഞാൻ തന്ന ചോദ്യം ഒന്നുകൂടി ചെയ്യട്ടെ. ഞാനൊന്ന് ചെയ്തു നോക്കാം. അതായത് എന്തായിരുന്നു നമ്മളെ ചോദ്യം? എങ്ങനെയായിരുന്നു? pH 12 ഉള്ള സൊല്യൂഷനെ pH 10 ഈക്വൽ വോളിയം മിക്സ് ചെയ്തു എന്നല്ലേ ഹിബയെ ഞാൻ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ റിസൾട്ടിങ് pH എന്ത് വരുന്നല്ലേ ചോദിച്ചേ? pH 12 എന്ന് കേട്ടതും ഹിബയ്ക്ക് ഓർമ്മ വരണം, സൊല്യൂഷൻ ബേസിക് ആണ്. സൊല്യൂഷൻ ബേസിക് ആണെങ്കിൽ H പ്ലസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യരുത്, OH മൈനസ് വെച്ചേ കാൽക്കുലേറ്റ് ചെയ്യാവൂ. ഇപ്പോൾ pH 12 എന്ന് കേട്ടതും ഹിബയുടെ മനസ്സിൽ വരേണ്ടത് POH 2 ആണെന്നും OH മൈനസ് കോൺസെൻട്രേഷൻ 10⁻⁻2 ആയിരുന്നു എന്നുമാണ്. pH 10 എന്ന് കേട്ടതും ഹിബയുടെ മനസ്സിൽ വരേണ്ടത് POH 4 എന്നും OH മൈനസ് കോൺസെൻട്രേഷൻ 10⁻⁻4 എന്നുമാണ്. ഇവിടെ OH മൈനസിൻ്റെ റിസൾട്ടിംഗ് കോൺസെൻട്രേഷനാണ് ഹിബ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ 10⁻2 പ്ലസ് 10⁻4 ഡിവൈഡഡ് ബൈ 2 ഇതാണ് റിസൾട്ടിംഗ് കോൺസെൻട്രേഷൻ. 10⁻2 ഔട്ട്സൈഡ് എടുത്താൽ 1 പ്ലസ് 0.01/2. ഇത് ഒഴിവാക്കിയാൽ 0.5 ഇൻറ്റു 10⁻2. അപ്പോൾ POH കിട്ടാൻ, അതായത് ഇതിനെ എനിക്ക് വേണമെങ്കിൽ 3 ഇൻറ്റു 10⁻3 എന്ന് എഴുതാം. 3 അല്ല, 5 ഇൻറ്റു 10⁻3 എന്ന് എഴുതാം. അപ്പോൾ POH 3 മൈനസ് ലോഗ് 5, അതായത് 3 മൈനസ് 0.7 അഥവാ 2.3. ഇത് ഓർത്തിരിക്കണം ഹിബേ, നിനക്ക് കിട്ടിയത് POH ആണ്. അപ്പോൾ pH കിട്ടാൻ എന്ത് ചെയ്യണം? 14 മൈനസ് POH. 14ൽ നിന്ന് ഹിബ 2.3 കുറച്ചു. പിടികിട്ടിയോ? അപ്പോൾ എത്രയാണ് കിട്ടിയത്? 7 3 10, 3 1 4, അങ്ങനെ നമുക്ക് 11.7 കിട്ടും. അപ്പോൾ pH 12നെ pH 10 ഈക്വൽ വോളിയം മിക്സ് ചെയ്തപ്പോൾ 11.3ലേക്ക് വന്നത് മനസ്സിലായോ? ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. ഓക്കെ, അടുത്തതിലേക്ക് പോകാലോ. അടുത്ത എന്തോ ഒരു ആവശ്യം വരുന്നുണ്ടല്ലോ അമ്മയ്ക്ക്, കെമിസ്ട്രി ഇനി ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ മതിയോ എന്ന്. ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സൂര്യജിത്തിന് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? സൊല്യൂഷൻ്റെ ഓക്കെ. മിക്സിങ്ങിൻ്റെ കാര്യം പിടികിട്ടിയോ? ഓക്കെ. pH of solution obtained by mixing 50 ml 0.4 normal HCl and 50 ml 0.2 normal NaOH. സൂര്യജിത്തെ പെട്ടെന്ന് ആൻസർ നോക്കി 50.4 നോർമൽ HCl അല്ലേ? ആദ്യത്തെ മനസ്സിലായോ? എടുക്കാൻ പറ്റും. വൈഷ്ണവിക്ക് എന്താ സംശയം? pH ആൽക്കലൈൻ സൊല്യൂഷൻ ആണെങ്കിൽ വൈഷ്ണവിക്ക് വീണ്ടും ഒരു സംശയം വരികയാണ്. ഈ ഭാഗത്ത് ഞാനതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. pH ന്യൂട്രൽ pH 7 അല്ലേ വൈഷ്ണവി? നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന സൊല്യൂഷൻ്റെ pH 1 വിചാരിക്കുക. ഞാൻ വൈഷ്ണവീൻ്റെ കയ്യിൽ pH 1 ഉള്ള 1 ലിറ്റർ സൊല്യൂഷൻ കൊടുത്തു. വൈഷ്ണവി എന്ത് ചെയ്തു എന്നറിയോ? അതിനകത്ത് അത്ര തന്നെ വെള്ളമൊഴിച്ചു. അത്ര തന്നെ വെള്ളമൊഴിച്ചാൽ വൈഷ്ണവി ഓർത്തോ ഇപ്പോൾ pH 1.3. ഇനി വൈഷ്ണവി എന്ത് ചെയ്തു വെച്ചാൽ pH 1 ഉള്ള 1 ലിറ്റർ സൊല്യൂഷനെ വെള്ളമൊഴിച്ച് 100 ലിറ്റർ ആക്കി. വൈഷ്ണവിൻ്റെ കയ്യിലുള്ള സൊല്യൂഷൻ്റെ pH എത്രയാ? വൈഷ്ണവിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? pH 1 ഉള്ള ഒരു സൊല്യൂഷൻ ഞാൻ വൈഷ്ണവിക്ക് തന്നു. വൈഷ്ണവി 1 ലിറ്റർ ആ സൊല്യൂഷനെ വെള്ളമൊഴിച്ച് 100 ലിറ്റർ ആക്കി.
അപ്പോൾ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ പി എച്ച് എത്രയാണ് വൈഷ്ണവിയെ? പി എച്ച് 3 ആണ്. എങ്ങനെയാണ് കിട്ടിയത്? പി എച്ച് 1 ഉള്ള 1 ലിറ്റർ സൊല്യൂഷൻ. ഉടനടി വൈഷ്ണവിക്ക് ഓർമ്മ വരണം H+ കോൺസെൻട്രേഷൻ 10⁻⁻1. അതിനെയാണ് വൈഷ്ണവി ഡൈല്യൂട്ട് ചെയ്ത് 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്ത്. അപ്പോൾ H+ കോൺസെൻട്രേഷൻ എത്രയായി ഇപ്പോൾ? 10⁻⁻3. അപ്പോൾ എന്തായിരിക്കും പി എച്ച് = 3. പിടികിട്ടിയോ വൈഷ്ണവി? അങ്ങനെയാണ് വരിക. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഒന്നുകൂടി പറയാം. പി എച്ച് 1 ഉള്ള 1 ലിറ്റർ സൊല്യൂഷൻ കൊടുത്തു, അതിനെ 1000 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്തു. ഇപ്പം എത്രയാണ് റിസൾട്ടിങ് പി എച്ച് വൈഷ്ണവി? പി എച്ച് 1 ഉള്ള 1 ലിറ്റർ സൊല്യൂഷൻ. പി എച്ച് 1 എന്ന് കേട്ടതും വൈഷ്ണവിക്ക് മനസ്സിലായി സൊല്യൂഷൻ്റെ കയ്യിലെ H+ കോൺസെൻട്രേഷൻ 10⁻⁻1. വൈഷ്ണവി അതിനെ 1000 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്തു. ഇപ്പം അതിൻ്റെ കോൺസെൻട്രേഷൻ 1/1000 ആക്കി മാറ്റി. അപ്പോൾ H+ കോൺസെൻട്രേഷൻ 10⁻⁻3 ആയി. അല്ല, 10⁻⁻4 ആയില്ലേ? 10⁻⁻4 ആയി. അപ്പോൾ പി എച്ച് എത്രയായി? പി എച്ച് 4 ആയി. പിടികിട്ടിയ വൈഷ്ണവിക്ക്? ഇനി പി എച്ച് 1 ഉള്ള 1 ലിറ്റർ സൊല്യൂഷൻ 10 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തു. റിസൾട്ടിങ് പി എച്ച് എത്രയാ? പി എച്ച് 2. എങ്ങനെയാണ് കിട്ടിയത്? പി എച്ച് 1 ഉള്ള 1 ലിറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ H+ കോൺസെൻട്രേഷൻ എത്രയാ? 10⁻⁻1. അതിനെ അവൾ 10 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തു. ഇപ്പോൾ H+ കോൺസെൻട്രേഷൻ 10⁻⁻2. അപ്പോൾ റിസൾട്ടിങ് പി എച്ച് എത്രയാ? റിസൾട്ടിങ് പി എച്ച് 2. ഇനി വൈഷ്ണവീൻ്റെ കയ്യിൽ ഞാൻ പി എച്ച് 12 ഉള്ള സൊല്യൂഷൻ കൊടുത്തു. പി എച്ച് 12 ഉള്ള സൊല്യൂഷൻ എന്ന് കേട്ടതും വൈഷ്ണവിക്ക് മനസ്സിലായി അത് ബേസിക് ആണ്. അപ്പോൾ വൈഷ്ണവി വേഗം എന്ത് ചെയ്തു? POH കണ്ടു, അത് 2 കിട്ടി. അപ്പോൾ OH- കോൺസെൻട്രേഷൻ നോക്കി 10⁻⁻2. ഇത് ആൽക്കലൈനാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അതാണ് ഡൈല്യൂഷന് വിധേയമാവുക. ഇതിനെ അവൾ 100 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ OH- അയോണിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ അകത്ത് എത്രയാണ് വൈഷ്ണവി? ആദ്യമുള്ള 10⁻⁻2നെ 1/100 ആക്കി. അപ്പോൾ 10⁻⁻4 ആക്കി. അപ്പോൾ POH എത്രയാണ് വൈഷ്ണവി? POH 4 എന്ന് കിട്ടി. POH 4 ആണെങ്കിൽ പി എച്ച് എത്രയാ? POHും PHും കൂട്ടിയാൽ 14 കിട്ടണം. അപ്പോൾ PH 10. അപ്പോൾ 12 ഉണ്ടായത് 10ലേക്ക് പോയി. പിടികിട്ടിയോ? ആ 10 ഉള്ളതിനെ 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തു. ഇങ്ങനെ വന്നു. ഇനി 100 ടൈംസിന് പകരം അത്ര തന്നെ വെള്ളം ഒഴിച്ചു വിചാരിക്കുക. വൈഷ്ണവിക്കായിട്ട് അതുകൂടിയും പറഞ്ഞുതരാം. PH 2 ഉള്ള 1 ലിറ്റർ സൊല്യൂഷൻ ഞാൻ എടുത്തു. വൈഷ്ണവി അത്ര തന്നെ വെള്ളമൊഴിച്ചു. PH 2 ഉള്ളതിൽ അത്ര തന്നെ വെള്ളമൊഴിച്ചാൽ 2.3 ആവും. 2.3 ഉള്ള സൊല്യൂഷനകത്ത് അത്ര തന്നെ വെള്ളമൊഴിച്ചു, അത് 2.6 ആവും. മനസ്സിലായോ? അതേപോലെ PH 12 ഉള്ള 1 ലിറ്റർ സൊല്യൂഷൻ, അതിൽ അത്ര തന്നെ വെള്ളമൊഴിച്ചു, അത് 11.7 ആവും. 11.7 ഉള്ളതിൽ അത്ര തന്നെ വെള്ളമൊഴിച്ചു, അപ്പോൾ അത് 11.4 ആവും. അങ്ങനെയാണ് വരിക. അടുത്തതിലേക്ക് പോവുകയാണ് ഞാൻ. അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്തതിലേക്ക്. ആരോമലിനൊരു സംശയം എന്താണാവോ? ആരോമലെ ഇതാ നോക്ക്. PH ഓഫ് സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ മിക്സിംഗ് 50 ml 0.4 നോർമൽ HCl. മോനെ ഈ ബാറ്ററി ലോ ആട്ടോ, അതൊന്ന് ചാർജ് ചെയ്യാൻ വെക്കണേ. PH ഓഫ് എ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ 50 ml 0.4 നോർമൽ HCl ആൻഡ് 50 ml 0.2 നോർമൽ NaOH. ഇതൊന്ന് പെട്ടെന്ന് പറഞ്ഞേ വൈഷ്ണവി, അല്ലെ ആരോമൽ പറയട്ടെ, കിട്ടും ആൻസർ. 50 ml 0.4 നോർമൽ HCl, 50 ml 0.2 നോർമൽ NaOH ആയിട്ട് മിക്സ് ചെയ്തു. റിസൾട്ടിങ് PH കിട്ടിയോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? റിസൾട്ടിങ് PH പെട്ടെന്നായിക്കോട്ടെ. ഫാസു അനുപമയൊക്കെ ആൻസർ അടിച്ചു കഴിഞ്ഞുവല്ലോ. എന്തായിരിക്കും? ഇവിടെ ഒന്ന് ആസിഡും മറ്റത് ബേസുമാണ്. തൊട്ട് മുമ്പ് നമ്മൾ ആസിഡും മിക്സ് ചെയ്തത്, അല്ലെ ബേസും. ഇവിടെ ആസിഡും ബേസും മിക്സ് ചെയ്തത്. ആസിഡും ബേസും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിങ് PH എങ്ങനെയാണ് കാണാം? അപ്പം നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് നോക്കണം, ഇതിൽ ആസിഡാണോ ജയിച്ച് നിൽക്കുന്നത്, ബേസ് ആണോ? അതായത് N/V ഓഫ് ആസിഡും N/V ഓഫ് ബേസും എടുത്തു. N/V ഓഫ് ആസിഡ് എടുത്ത് നോക്കി എന്താ കിട്ടുക ആരോമലെ? 0.45ഉം 50ഉം എത്രയാ? നമുക്ക് 20 എന്ന് കിട്ടി, അല്ലേ? ഇതോ 50ഉം 0.2ഉം എത്രയാ? 50ഉം 0.2 എടുത്തപ്പോൾ 10 എന്ന് കിട്ടി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആരാ ജയിച്ച് നിൽക്കുന്നത്? ഇതല്ലടാ ജയിച്ച് നിൽക്കുന്നത്. അപ്പോൾ ആസിഡാ ജയിച്ച് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേ? H+ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു N1V1 ഓഫ് H+ മൈനസ് N1V1 ഓഫ് N2V2, അല്ലെ N/V എന്നിട്ടാൽ മതി. NV ഓഫ് OH മൈനസ് ഡിവൈഡഡ് ബൈ V1 + V2, അല്ലേ?
ആസിഡ് ജയിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ബേസ് ആണെങ്കിൽ OH മൈനസ് ഈക്വൽ ടു എന്ന് എടുക്കുമായിരുന്നു. N ഇൻറ്റു വി ഓഫ് എച്ച് പ്ലസ് നോക്കിയടാ എത്രയാന്ന് 50 ഇൻറ്റു 0.4 മൈനസ് NV ഓഫ് OH മൈനസ് 0.2 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 50 പ്ലസ് 50 100 അല്ലേ. അപ്പം നമുക്ക് എന്താ കിട്ടിയേ? ഇതിവിടെ ചെയ്ത 20, ഇതിവിടെ ചെയ്ത 10 ബൈ 100. അപ്പോൾ 10/100 10/100 എന്ന് വെച്ചാൽ 10⁻⁻1. അപ്പോൾ pH 1 എന്നല്ലേ കിട്ടിയത്? എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ 10⁻⁻1. അപ്പോൾ pH എത്രയാണ് കിട്ടിയത്? pH 1 കിട്ടിയവരുണ്ടായിരുന്നോ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 18 ഒന്ന് നോക്കിയേ. ഇതേതാ സൊല്യൂഷൻ? അസിഡിക് ആണോ ബേസിക് ആണോ? ആരോമല്ലേ ഇതേതാടാ? ബേസിക് ആണ്. ബേരിയം ഹൈഡ്രോക്സൈഡ് ബേസിക് അല്ലേ? ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എത്ര ഹൈഡ്രോക്സിൽ അയോൺ വരും? എത്ര ഹൈഡ്രോക്സിൽ അയോൺ അവിടെ വരുന്നേ? 2 OH വരും. അപ്പോൾ ഒന്ന് പറഞ്ഞേ pH എങ്ങനെ കണ്ടുപിടിക്കും? ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 0.05 ഇൻറ്റു 2. എവിടുന്നാ ഞാൻ ഈ 2 എടുത്തതെന്ന് മനസ്സിലായോ? ഇത് 1 വെള്ളത്തിലിടുമ്പോൾ 2 ഹൈഡ്രോക്സിൽ വരുന്നുണ്ട്. അപ്പോൾ എത്രയായിരിക്കും? 0.1. അപ്പോൾ POH എത്രയായിരിക്കും? POH 1. എന്താ കാരണം? OH മൈനസ് കോൺസെൻട്രേഷൻ 10⁻⁻1. അപ്പോൾ POH 1. അപ്പോൾ pH എത്രയായിരിക്കും? pH 13. അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 19 ഒന്ന് നോക്കിയേ. കാണാവോ? ഒരു കുഞ്ഞി ചോദ്യം പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 19 ഒന്ന് നോക്കിയേ എല്ലാവരും. 10 ml അല്ല 0.1 മോളാർ മോണോ അസിഡിക് ബേസ്, അതിൻ്റെ pH 9. വാല്യൂ ഓഫ് KB ആൻഡ് PKB. ബേസ് ആണ്. ആൻസർ കിട്ടിയവരുണ്ടോ? എന്താ തന്നിരിക്കുന്നത്? 0.1 മോളാർ മോണോ അസിഡിക് ബേസിൻ്റെ pH 9 ആണ്. pH 9 അസിഡിക്കോ ബേസിക്കോ? ബേസിക്. അപ്പോൾ pH ഈക്വൽ ടു 9 എന്ന് കേട്ടത് നമുക്ക് എന്താ ഓർമ്മ കിട്ടുക? POH ഈക്വൽ ടു എത്രയായിരിക്കും? കാരണം ബേസിക് ആണ് സൊല്യൂഷൻ എങ്കിൽ ബുദ്ധിമാന്മാരെപ്പോഴും OH മൈനസ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ POH എത്രയായിരിക്കും? POH 5. കാരണം pHും POHും കൂട്ടിയാൽ 14 കിട്ടണം. അപ്പോൾ OH മൈനസ് കോൺസെൻട്രേഷൻ എന്താ നിങ്ങളുടെ മനസ്സിൽ? 10⁻⁵. OH മൈനസ് കോൺസെൻട്രേഷൻ എന്ന് കേട്ട പാതി നിങ്ങളുടെ മനസ്സിൽ വന്നത് എന്തായിരിക്കും? ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ എന്ന് കേട്ടത് മനസ്സിൽ വന്നത് പറയൂ. റൂട്ട് ഓഫ് KB ഇൻറ്റു C. ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ റൂട്ട് ഓഫ് KA ഇൻറ്റു C. ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ റൂട്ട് ഓഫ് KB ഇൻറ്റു C. എത്രയാ അവിടെ KB തന്നിരിക്കുന്നത്? KB ആ കണ്ടുപിടിക്കണ്ടേ? ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ 10⁻⁵. റൂട്ട് ഓഫ് KB എത്രയാ കണ്ടുപിടിക്കണം. C എത്രയാ? 0.1 സ്ക്വയർ ചെയ്തു. 10⁻⁻10 ഈക്വൽ ടു KB ഇൻറ്റു 10⁻⁻1. 10⁻�9. KB 10⁻⁹. KB 10⁻⁹ ആണെങ്കിൽ PKB എത്രയാ? PKB 9. ആൻസർ അല്ലേ? ആരോമൽ BLA എന്ന് പറയുന്നു. ഏതിൻ്റെയാ BLA എന്ന് ചോദിച്ചാൽ 19ൻ്റെ ആണോ? ആരോമലെ 19ൻ്റെ ആൻസർ 1 ആണ് എനിക്ക് കിട്ടിയത്. അടുത്തതിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 20 ആൻസർ പറഞ്ഞേ. ക്വസ്റ്റ്യൻ നമ്പർ 20. pH ഓഫ് ദ സൊല്യൂഷൻ 0.1 മോളാർ NaA 0.1 മോളാർ HA. ഇത് ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? HA എന്ന് പറഞ്ഞാൽ ആരാ? ഒരു വീക്ക് ആസിഡാ. ഒരു വീക്ക് ആസിഡിൻ്റെ കൂടെ അവൻ്റെ തന്നെ സോൾട്ട് സോഡിയം ഹൈഡ്രോക്സൈഡുമായി ചേർന്ന് കിട്ടിയ സോൾട്ടും തന്നിരിക്കുകയാണ്. അപ്പം നമ്മളെ കയ്യിലിരിക്കുന്ന സൊല്യൂഷൻ എന്തൊക്കെയാണ്? ഒരു വീക്ക് ആസിഡ് ഉണ്ട്, പിന്നെ അവൻ്റെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന സ്ട്രോങ് ബേസുമായി ചേർത്ത് കിട്ടിയ സാൾട്ടും ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സിസ്റ്റത്തിന് നിങ്ങൾ എന്താ പേര് പറയുക? ഒരു വീക്ക് ആസിഡ് ഉണ്ട്, വീക്ക് ആസിഡിൻ്റെ തന്നെ സ്ട്രോങ് ബേസിൻ്റെ സാൾട്ട് കലങ്ങി നിൽക്കുന്നു. ഒരു വീക്ക് ആസിഡിൽ സ്ട്രോങ് ബേസിൻ്റെ സാൾട്ട് കലങ്ങി നിന്നാൽ നമ്മളതിന് വിളിക്കുന്ന പേര് അസിഡിക് ബഫർ. അപ്പോൾ ഇതൊരു അസിഡിക് ബഫറാണ്. അസിഡിക് ബഫറിൻ്റെ pH എങ്ങനെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക? ഹെൻഡർസൺ ഇക്വേഷൻ. pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ആസിഡ് കോൺസെൻട്രേഷൻ. ഇത് പറയാൻ എളുപ്പത്തിനായി ഇങ്ങനെ പഠിക്കുന്നതെന്ന് അറിയാം. ശരിക്കും അങ്ങനെയാണോ? ശരിക്കും വേണ്ട ഇക്വേഷൻ എന്താണ്? pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺജുഗേറ്റ് ബേസ് ഡിവൈഡഡ് ബൈ കോൺജുഗേറ്റ് ആസിഡ്. ഇതിനെയാണ് നമ്മൾ ഹെൻഡേഴ്സൺ ഇക്വേഷൻ എന്ന് വിളിച്ചത്. ഒരു അസിഡിക് ബഫറിൻ്റെ pH pKa പ്ലസ് ലോഗ് A മൈനസ് കോൺസെൻട്രേഷൻ ബൈ HA കോൺസെൻട്രേഷൻ. ഇതിൽ A മൈനസ് കോൺസെൻട്രേഷൻ എടുക്കേണ്ടത് ഏതിൽ നിന്നാണ്? സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷനാണ് നാം പൊതുവെ അതിന് പകരം വെക്കുന്നത്. അപ്പോൾ pKa എത്രയാണ്?
കെ എ 10⁻⁻6 ആണെങ്കിൽ പി കെ എത്രയാ? പി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് എടുക്കുക എന്നല്ലേ? അപ്പം നെഗറ്റീവ് ലോഗ് 10⁻⁻6 എന്താ? 6 പ്ലസ് ലോഗ് എ മൈനസ് കോൺസെൻട്രേഷൻ സോൾട്ട് കോൺസെൻട്രേഷൻ ആണ്. എച്ച് എ കോൺസെൻട്രേഷൻ 0.1 തന്നെയാണ് അല്ലേ? അപ്പോൾ ലോഗ് 1 0. അപ്പോൾ പി എച്ച് എത്രയായിരിക്കും? പി എച്ച് 6 കിട്ടിയായിരുന്നു എല്ലാവർക്കും. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പോവാം അല്ലെ, ലേശം സ്പീഡ് കൂട്ടണം. പി കെ ഓഫ് അസിറ്റിക് ആസിഡ് 4.74 ആണ്. വാട്ട് ഷുഡ് ബി ദ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അസിറ്റിക് ആസിഡ് ആൻഡ് അസിറ്റേറ്റ് അയോൺ ടു ഹാവ് എ സൊല്യൂഷൻ ഓഫ് പി എച്ച് 5.74? ഇത് ഓപ്ഷൻ കാണാനില്ല, ചിലപ്പോൾ JEE മെയിൻസിൻ്റെ പേപ്പറിൽ നിന്ന് എടുത്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു പക്ഷേ. പി കെ എ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏത് റേഷ്യോയിൽ അസിറ്റിക് ആസിഡും അസിറ്റേറ്റ് അയോണും വരണം എന്നാണ്. അസിറ്റിക് ആസിഡിൻ്റെയും അവൻ്റെ അസിറ്റേറ്റ് അയോണിൻ്റെയും റേഷ്യോ ഏത് വന്നാലാണ് പി എച്ച് 5.74 വരിക എന്നാണ് ചോദ്യം. എങ്ങനെയാണ് കിട്ടുക? ഇതേതാ സിസ്റ്റം? ഒരു ആസിഡ് ഉണ്ട്, കോൺജുഗേറ്റ് ബേസ് ഉണ്ട്. അപ്പം നമ്മൾ അതിനെന്താ പറയുക? അസിഡിക് ബഫർ. അസിഡിക് ബഫറിൻ്റെ പി എച്ച് എങ്ങനെയാണ് കാണുക? പി എച്ച് ഈക്വൽ ടു പി കെ എ പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് അസിറ്റേറ്റ് അയോൺ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് അസിറ്റിക് ആസിഡ്. അങ്ങനെയാണ് വേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ പി എച്ച് എത്രയാ? 5.7, പി കെ എ 4.74 പ്ലസ് ലോഗ് നമുക്ക് വേണ്ട റേഷ്യോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ പറയൂ, അപ്പോൾ ലോഗ് എക്സ് എന്തായിരിക്കണം? ലോഗ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം വേണ്ടേ? അപ്പോൾ സോൾട്ട് ബൈ ആസിഡ് എന്തായിരിക്കണം? ലോഗ് 10 അല്ലേ 1 വരിക. അപ്പോൾ ലോഗ് എക്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ക്വാണ്ടിറ്റി 1 വരണം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? 10 ആയിരിക്കണം. ലോഗ് 10 ആണ്. പക്ഷെ അതാണ് ആൻസർ എന്ന് തെറ്റിദ്ധരിക്കരുത്. ചോദ്യം നോക്കൂ, അസിറ്റിക് ആസിഡ് ടു അസിറ്റേറ്റ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. നിങ്ങൾ ഇപ്പോൾ കിട്ടിയത് അസിറ്റേറ്റ് ടു അസിറ്റിക് ആസിഡ്. അസിറ്റേറ്റ് ടു അസിറ്റിക് ആസിഡിൻ്റെ റേഷ്യോ 10 ആണ്. അപ്പോൾ തിരിച്ച് അസിറ്റിക് ആസിഡ് ടു അസിറ്റേറ്റ് കോൺസെൻട്രേഷൻ എന്തായിരിക്കും? 1/10. അപ്പോൾ 0.1 എന്നാണ് ആൻസർ കൊടുക്കേണ്ടത്. പിടികിട്ടിയോ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 22 എന്ന് പറയാവോ? ഇതേതാണ്? പി എച്ച് ഓഫ് ദ ബഫർ 0.15 മോൾ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം ക്ലോറൈഡ്. ഒരു വീക്ക് ബേസും അതിൻ്റെ തന്നെ സ്ട്രോങ് ആസിഡിൻ്റെ സാൾട്ടും ചേർത്തുണ്ടാക്കുന്ന ബഫറിന് എന്താ പേര്? ബേസിക് ബഫർ. ബേസിക് ബഫർ ആണെങ്കിൽ നമ്മൾ എന്താ കാണണ്ടേ? പി കെ ബി, അതായത് പി ഒ എച്ച് ആ കാണുക ആദ്യം. ബേസിക് ബഫർ ആണെങ്കിൽ എങ്ങനെ ബേസിക് ബഫർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ? ഒരു വീക്ക് ബേസായ അമോണിയം ഹൈഡ്രോക്സൈഡ്, അവൻ്റെ തന്നെ സ്ട്രോങ് ആസിഡായ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സാൾട്ടും ഉണ്ട്. അപ്പോൾ ഉടനെ നമുക്ക് മനസ്സിലായി ബേസിക് ബഫറാണ്. ബേസിക് ബഫർ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പി എച്ച് എന്നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പി ഒ എച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പി ഒ എച്ച് ഈക്വൽ ടു പി കെ ബി പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ബേസ് കോൺസെൻട്രേഷൻ എന്നാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഒ എച്ച് കണ്ടുപിടിക്കാം, എന്നിട്ട് പി എച്ച് കണ്ടാൽ മതി. പി കെ ബി എത്രയാണ് തന്നെ? പി കെ ബി നെഗറ്റീവ് ലോഗ് 1.98 × 10⁻⁻5 ആണ് പി കെ ബി. പി എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ലോഗ് അല്ലേ? മൈനസ് ലോഗ് എടുക്കുന്നതിനാണ് പി എടുക്കുക എന്ന് പറയാം. മൈനസ് ലോഗ് 1.98 × 10⁻⁵ പ്ലസ് ലോഗ് സോൾട്ട് എത്രയാണ്? സോൾട്ട് തന്നിരിക്കുന്നത് 0.25 ആണ്. ആസിഡ് ബേസ് തന്നിരിക്കുന്നത് 0.15 ആണ്. അപ്പോൾ 0.25 ഡിവൈഡഡ് ബൈ 0.15 ആണ് ചെയ്യുന്നത്. ഇത്തിരി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്ത് നോക്കാം നമുക്ക്. എന്താ കിട്ടുക? ഇതെന്തായിരിക്കും വരിക? 5 മൈനസ് ലോഗ് 1.98 എന്ന് വരും. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. പ്ലസ് ലോഗ് 25/15. 25/15 എന്ന് പറയുമ്പോൾ 5 കൊണ്ട് വെട്ടിയ 5/3 അല്ലേ? അതായത് ലോഗ് 5 മൈനസ് ലോഗ് 3. ലോഗ് 5 എന്ന് പറയുമ്പോൾ 0.7, ലോഗ് 3 എന്ന് പറയുമ്പോൾ 0.48 അല്ലേ? 0.7 0.48, 8 10, 5 2 7, 0.22 എന്നൊക്കെയാണ് കിട്ടിയേ. അപ്പോൾ 5 മൈനസ് ഇത് വേണമെങ്കിൽ നിങ്ങളൊരു 2 എന്ന് എടുത്തോ. 1.98 അല്ലേ? അപ്പോൾ എത്രയാ? 0.3 വരും. മറ്റേത് എത്രയാ? നിയർലി നിങ്ങൾക്ക് ഇവിടെ എത്രയുടെ കിട്ടിയേ? 0.22 ആണോ കിട്ടിയേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം പറയാൻ പറ്റുമോ? ആൻസർ കിട്ടിയവരുണ്ടോ ആരെങ്കിലും? വിഷ്ണു കെ വി പറയുന്ന ആൻസർ സി കിട്ടുന്നതാണ്. ഇത് പി ഒ എച്ച് ആണ്. ശരിയായിരിക്കും വിഷ്ണു പറഞ്ഞത്. പി എച്ച് കിട്ടാൻ എന്ത് ചെയ്യും? 14 മൈനസ് ഓഫ് പി ഒ എച്ച് എടുത്താൽ മതി. 14 മൈനസ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? 9 പോയിൻറ്റ് സംതിങ്ങാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് ആൻസർ എന്തായിരിക്കും വരിക? ആൻസർ സി തന്നെയായിരിക്കും കിട്ടാൻ. ഏകദേശം അടുത്ത് വരുന്ന ആൻസർ അത് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 23 പോയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 23 കാണാവോ? കാണുന്നില്ലേ?
ഒന്ന് വായിച്ചേ. pH of buffer solution prepared by mixing 10 ml 0.1 molar acetic acid 20 ml 0.1 molar sodium acetate. ഇപ്പം ചെയ്ത പോലെ ഇരിക്കുന്നു അല്ലേ ചോദ്യം? ഇപ്പോൾ അതേപോലത്തെ ചോദ്യമാണ്. ഇതേതാ ബേസ്? അസിഡിക് ബഫർ അല്ലേ? സോഡിയം അസിറ്റേറ്റും അസിറ്റിക് ആസിഡും. അസിറ്റിക് ആസിഡ് വീക്ക് ആസിഡാണ്, സോഡിയം അസിറ്റേറ്റ് അവൻ്റെ തന്നെ സ്ട്രോങ് ബേസിൻ്റെ സാൾട്ടാണ്. ഇത് സൊല്യൂഷനകത്ത് ഒരുമിച്ചിരിക്കുന്നു എന്ന് കേട്ട പാതി നിങ്ങൾ മനസ്സിൽ വരണം. ഇതൊരു അസിഡിക് ബഫറാണ്. അസിഡിക് ബഫർ ആണെങ്കിൽ പി എച്ച് എങ്ങനെ കാണാം? പി എച്ച് ഈക്വൽ ടു പി കെ എ പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ആസിഡ് കോൺസെൻട്രേഷൻ എന്നെടുക്കാം. ഏകദേശം പി കെ എ തന്നിട്ടുണ്ട് 4.74, ലോഗ് എത്രയാ? സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കാണണ്ട, റേഷ്യോ അല്ലേ. അപ്പം നിങ്ങൾ എം ഇൻറ്റു വി നേരിട്ട് എടുത്താൽ മതി. എം ഇൻറ്റു വി ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ എം ഇൻറ്റു വി ഓഫ് ആസിഡ് എടുത്താൽ മതി. എം ഇൻറ്റു വി ഓഫ് സാൾട്ട് 20 ഇൻറ്റു 0.1 എത്രയാ? അത് 2 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 0.1 1. ഇത്രയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ 4.74 പ്ലസ് ലോഗ് 2 എത്രയാ? 0.3010. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ? 5.04 അല്ലേ വിഷയം? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്തത് ഈ ആരോമലിന് എന്തോ ഒരു സംശയമുണ്ട്. അപ്രോക്സിമേഷൻ എടുത്താൽ തെറ്റൂലേ? ഓപ്ഷൻസ് ക്ലോസ് അല്ലേ എന്ന്. ഏതിലാണ് ഓപ്ഷൻസ് അത്ര ക്ലോസ് ആയിട്ട് വരുന്നത്? എന്തായാലും ഇത് അത്ര ക്ലോസ് അല്ലല്ലോടാ. ആണോ? 9 കിട്ടിയേ? എടാ 1.98 ഉണ്ട്. ആരോമലിനൊരു സംശയം, ഈ 1.98 എന്ന് പറയുന്ന വാല്യൂ ഇതിനോടടുത്താണോ നിൽക്കുന്നേ എന്ന്. അതിനോടടുത്താണോ നിൽക്കില്ല? ലോഗ് 1.98 എടുത്താൽ നിയർലി 0.3 കിട്ടും. മറ്റത് ആരോമൽ അതല്ലേ ചോദിച്ചത്? ആരോമൽ ചോദിച്ചതിൽ കാര്യമില്ലാണ്ടല്ല. ഇതിപ്പോൾ 0.2 വരെ കിട്ടുമോ? എല്ലാവരും ഒന്ന് കയ്യിൽ ലോഗരിതം ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ഒന്ന് ചെയ്ത് നോക്കിയാൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ആരോമൽ ആ പറഞ്ഞതിലൊന്ന് കാര്യമുണ്ട്. അടുത്തടുത്ത് 2 ആൻസർ ഉണ്ടല്ലോ എന്നാണ് അവൻ പറയുന്നത്. പി കെ ബി എത്രയായിരിക്കും? 5 മൈനസ് ലോഗ് 1.98 പ്ലസ് ലോഗ് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് നമ്മൾ എടുത്തത്? സോൾട്ട് 0.25, മറ്റത് 0.15. ഞാൻ ഒന്നുകൂടി കൃത്യമായിട്ട് ചെയ്യാം. ലോഗ് 1.98 പ്ലസ് ലോഗ് 25/15. 5 മൈനസ് ലോഗ് 1.98 പ്ലസ് ലോഗ് 5 മൈനസ് ലോഗ് 3. ഞാനിത് കട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ലോഗ് 3. അപ്പോൾ ഇനി എന്തായിരിക്കും വേണ്ട വിഷ്ണു? 5 മൈനസ് ലോഗ് 5 മൈനസ്, ഇനിയിപ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണമെങ്കിൽ ചെയ്ത് തന്നെ നോക്കണം. ഇത് ഏകദേശം 0.3 എന്ന് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇത് 0.7, ഇത് 0.4771 അല്ലടാ ലോഗ് 3. അപ്പോൾ അത് 0.48. ഇത് രണ്ടും ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് മൈനസ് 0.78 എന്ന് കിട്ടും, ഇത് 0.7 എന്ന് കിട്ടും. സത്യം പറയുകയാണെങ്കിൽ ഇത് 0.78 ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇത് 0.3010 ലോഗ് 2-നല്ലേ, ഇച്ചിരി കുറവായിരിക്കും അതിന്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഓൾമോസ്റ്റ് 0.48 ഒന്ന് ചെയ്ത് നോക്കാവോ? 0.48ഉം 0.7ഉം സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 0.08 വരുന്നത്. അപ്പോൾ 5.08 ശരിയായിട്ട് വരും തോന്നുന്നു അല്ലേ? അപ്പോൾ എന്തായിരിക്കും കിട്ടുക? അപ്പോൾ നമുക്ക് പി എച്ച് വേണ്ടേ. പി എച്ച് ഈക്വൽ ടു 14-5 പോയി. 14-5 പോയ 9 പ്ലസ് 0.3 മൈനസ് 0.7 പ്ലസ് 0.48. 9.48 അല്ലടാ, 9.78 മൈനസ് 9.7 ഏറ്റവും കൂടുതൽ. 9.7 0.78 മൈനസ് 0.7 എന്തൊക്കെയാണ് അല്ലേ? 9.08 ആണ് ഏകദേശം വരുന്നത്. കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ 9.08 9നോട് അടുത്തല്ലേ വരിക എന്നാണ് സംശയം. കൃത്യമായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ എത്ര കിട്ടിയേ? 9.6 കിട്ടിയെന്നാണ് പറയുന്നത്. 9.6ഓളം കിട്ടിയോ? അതാർക്കടാ കിട്ടിയേ? ഏതായാലും ഒന്നുകൂടി ചെയ്ത് നോക്കുകൊണ്ട് എല്ലാവരും ലോഗരിതം എടുത്ത് ചെയ്ത് നോക്കുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അവൻ പറഞ്ഞതിൽ കാര്യമില്ലാണ്ടല്ലോ, നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അടുത്തടുത്താണ് ആൻസർ വന്നിരിക്കുന്നത്. ഞാൻ ചെയ്ത കാൽക്കുലേഷനകത്ത് ലോഗരിതം ബുക്കിൽ 0.477 വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. പാസ്സായി. നിനക്ക് എങ്ങനെയാണ് 9.6 കിട്ടിയെന്ന് മനസ്സിലായില്ലല്ലോടാ? എന്നാ ഈ ക്വസ്റ്റിനിലേക്ക് വന്നേ. ഇത് കിട്ടിയോ നമുക്ക്? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 40ലേക്ക് വന്നേ. 24ലേക്ക് വന്നേ. 40 ml 0.1 മോളാർ അമോണിയം ഹൈഡ്രോക്സൈഡ് മിക്സ്ഡ് വിത്ത് 20 ml 0.1 മോളാർ HCl. വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് ദ മിക്സ്ചർ? പി എച്ച് ഓഫ് ദ മിക്സ്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തുവാ മിക്സ് ചെയ്തത്? 40 ml 0.1 മോളാർ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്.
അത് കംപ്ലീറ്റ് ന്യൂട്രൽ ആക്കാനുള്ള HCl നിങ്ങൾ ഒഴിച്ചിട്ടില്ല അല്ലേ? കാരണം എന്താ? അമോണിയം ഹൈഡ്രോക്സൈഡ് 0.1 മോളാർ എന്ന് പറഞ്ഞാൽ 0.1 നോർമൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് 0.1 നോർമൽ HCl ആണ്. ഒരു അമോണിയ ഹൈഡ്രോക്സൈഡിന് ഒരു HCl വേണ്ടേ? അപ്പം എന്തായാലും HCl ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. HCl മുഴുവനും സാൾട്ടായിപ്പോയി. പക്ഷേ ബാക്കി ആരുണ്ട്? അമോണിയ ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഇപ്പോൾ സൊല്യൂഷനകത്ത് ആരൊക്കെയുണ്ട്? നിങ്ങളെടുത്ത അമോണിയം ഹൈഡ്രോക്സൈഡിൽ ബാക്കിയുള്ള അമോണിയ ഹൈഡ്രോക്സൈഡ് ഉണ്ട്. കുറച്ച് ഭാഗം ന്യൂട്രലായിപ്പോയി. HCl ഉണ്ടോ സൊല്യൂഷനകത്ത്? ഇല്ല. HCl അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസിനെ കണ്ടതും മുഴുവനായും സാൾട്ടായി മാറിയിരിക്കും. അപ്പോൾ ഈ സൊല്യൂഷനകത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസും ഉണ്ട്, അമോണിയം ക്ലോറൈഡ് എന്ന സാൾട്ടും ഉണ്ട്. ഇപ്പം ഇതേതാ? ബേസിക് ബഫറാണ്. ഒരു വീക്ക് ബേസും ഉണ്ട്, അവൻ്റെ സ്ട്രോങ് ആസിഡിൻ്റെ സാൾട്ടും ഉണ്ട്. അപ്പോൾ ഇതൊരു വീക്ക് ബേസ് ഏതാണ്? ബേസിക് ബഫറാണ്. ബേസിക് ബഫറാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? POH ഈക്വൽ ടു PKB പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ബേസ് കോൺസെൻട്രേഷൻ ആണ് എടുക്കേണ്ടത്. എത്രയാ PKB തന്നത്? 4.74 പ്ലസ് എത്ര സോൾട്ട് ഉണ്ടായിട്ടുണ്ടാവും? നിങ്ങൾ സൊല്യൂഷനകത്തുള്ള സോൾട്ട് നിങ്ങളെടുത്ത ആസിഡിൻ്റെ ഈക്വാലൻസിന് തുല്യമാണ്. കാരണം എന്താ വെച്ചാൽ ആസിഡ് ചേർത്തത് മുഴുവനും സോൾട്ടായിപ്പോയി. അപ്പോൾ എന്തിന് പ്രൊപ്പോർഷണലാണ്? 20 × 0.1 പ്രൊപ്പോർഷണലാണ് സോൾട്ട് ഉണ്ടായത്. ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള ബേസ് എന്തിന് പ്രൊപ്പോർഷണലാണ്? നിങ്ങൾ ആദ്യം എടുത്ത ബേസ് മുഴുവൻ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ആദ്യം എടുത്തത് എന്ന് പറഞ്ഞാൽ 40 × 0.1 അതിൽ നിന്ന് 20 × 0.1 സബ്ട്രാക്ട് ചെയ്തു. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ കോൺസെൻട്രേഷൻ ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ ചെയ്യുന്നതെന്ന്. അതിൻ്റെ ആവശ്യമില്ല. റേഷ്യോയിൽ എടുക്കുമ്പോൾ വോള്യൂമൊക്കെ കട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ 20 × 0.1 സാൾട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എടുത്ത ബേസിൽ 40 × 0.1 കഴിച്ച് 40 × 0.1 മൈനസ് 20 × 0.1 ആണ് ബാക്കിയുള്ള ബേസ്. അപ്പോൾ ഇതെത്ര കിട്ടും? 4.74 പ്ലസ് ലോഗ് 2 ബൈ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലോഗ് അത് കട്ട് ചെയ്ത് പോകും. ശരിക്കും എന്താ കിട്ടിയത്? അപ്പോൾ ലോഗ് 1 0 അല്ലേ? അപ്പോൾ 4.74 തന്നെയാണ് PH കിട്ടിയത് അല്ലേ? ആണോടാ? അതാണോ കിട്ടിയേ? 4.74. ഇത് POH ആണ്. ഗുഡ്. പലരും അത് കറക്റ്റായിട്ട് എഴുതി. ഇത് POH ആണ് കിട്ടിയത്. ഞാനടക്കം തെറ്റിച്ചായിരുന്നു. കുട്ടികൾ പലരും ശരിയാക്കിയിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കണേ. നീറ്റിന് നിങ്ങൾ ഇതുപോലെ ചതിക്കുഴി പെട്ടുപോകരുത്. നിങ്ങൾ പെട്ടെന്ന് കാണുന്നത് POH ആയിരിക്കും. അത് ആൻസർ ഉണ്ടാവും. അതല്ല PH ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. 40 മൈനസ് 4.74 എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. ഗുഡ്. അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 25 ആൻസർ കിട്ടിയോ? ഏതാണ്? pKa ഓഫ് വീക്ക് ആസിഡ് ഈസ് 4.5. POH of an aqueous buffered with a solution of HA in which 50% acid is ionized. പെട്ടെന്ന് പറയാം. അതായത് സൊല്യൂഷനകത്ത് ആരൊക്കെയാണുള്ളത്? HA ഉണ്ട്. അതിൻ്റെ 50% എന്തായിപ്പോയി? അയോണൈസ് ചെയ്ത് പോയി. അപ്പോൾ 50% A- ആയിപ്പോയി അല്ലേ? അപ്പോൾ HA എന്ന് പറയുന്നത് 50% ഉണ്ട്, A-50% ഉണ്ട്. HAയും A- കോ എക്സിസ്റ്റ് ചെയ്ത അതാരാ? അത് ബഫറാണ്. അത് അസിഡിക് ബഫറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ PH ഈക്വൽ ടു ആരാണ്? PKa പ്ലസ് ലോഗ് എന്തായിരിക്കും? കോഞ്ചുഗേറ്റ് ബേസ് ഡിവൈഡഡ് ബൈ കോഞ്ചുഗേറ്റ് ആസിഡ് കോൺസെൻട്രേഷൻ. A- കോൺസെൻട്രേഷനും HAൻ്റെ കോൺസെൻട്രേഷനും ഈക്വലാണ്. അങ്ങനെ വന്നാൽ ലോഗ് 1 0. അപ്പോൾ PH ആരാ? PKa. എത്രയാ PKa? 4.5. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ കുട്ടികൾ പലപ്പോൾ പരീക്ഷയ്ക്ക് തെറ്റിച്ച് കളയും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇക്കൊല്ലം ചോദിക്കും അത്. 50% അയണൈസ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ആസിഡ്. അപ്പോൾ HA എന്ന് പറയുന്ന ആസിഡ് 50% അയണൈസ് ചെയ്തു. അപ്പോൾ 50% HA ആയിട്ട് നിൽക്കുകയാണ്. 50% എന്തായിട്ടാണ് നിൽക്കുന്നത്? A- ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു സിസ്റ്റത്തിൽ കോഞ്ചുഗേറ്റ് ആസിഡും അതിൻ്റെ ബേസും ഉണ്ടെങ്കിൽ അത് ബഫറായിട്ട് എടുത്താൽ മതി. അപ്പോൾ PH എന്തെടുത്താൽ മതി? PKa എടുത്താൽ മാത്രം മതി. ഇവിടെ അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 26 എന്ന് പറഞ്ഞേ എന്തായിരിക്കും? PKa വാല്യൂ ഓഫ് അസിറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. ബഫർ സൊല്യൂഷൻ കണ്ടെയ്ൻ 0.125 മോളാർ അസിറ്റിക് ആസിഡ് ആൻഡ് 0.25 മോളാർ സോഡിയം അസിറ്റേറ്റ്. PH ഓഫ് ദ ബഫർ വിൽ ബി. ആരൊക്കെയാണ് സൊല്യൂഷനകത്തുള്ളത്? 0.125 മോളാർ അസിറ്റിക് ആസിഡ് ഉണ്ട്, 0.25 മോളാർ സോഡിയം അസിറ്റേറ്റ് ഉണ്ട്. ഇത് ഏത് ബഫറാ? അസിഡിക് ബഫർ അല്ലേ? കാരണം വീക്ക് ആസിഡും അവൻ്റെ തന്നെ സോൾട്ടും ഉണ്ട്. പിടികിട്ടിയില്ല എല്ലാവർക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ PH കാണുക? PKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്.
ലോഗ് സോൾട്ട് എത്രയാണ് 0.25, ആസിഡ് എത്രയാണ് 0.125. ശരിയല്ലേ? അപ്പം അങ്ങനെയാണ് എങ്കിൽ 4.75 പ്ലസ് ലോഗ് 0.125 0.1 എത്രയത് വേണ്ടേ 0.125 എന്ന് പറയുന്നത് ആരാ 0.25ൻ്റെ കൂടെ 0.5 മൾട്ടിപ്ലൈ ചെയ്തല്ലേ 0.125. 0.125 എന്ന് പറഞ്ഞാൽ 0.25 × 0.5 ശരിയല്ലേ? അങ്ങനെയാണ് ഇതങ്ങ് കട്ട് ചെയ്താൽ ലോഗ് 1/0.5 10/5 ലോഗ് 2 എത്രയാ ലോഗ് 2 0.3 4.75 പ്ലസ് 0.3 5.05 അല്ല എല്ലാവർക്കും കിട്ടിയത്. അടുത്തത് അമോണിയം ക്ലോറൈഡ് pH of 0.02 മോളാർ അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ സോൾട്ടിന് എന്താ പ്രത്യേകത? അമോണിയം ക്ലോറൈഡ് ഈസ് എ സോൾട്ട് ഓഫ് weak base ammonium hydroxide with a strong acid HCl, a salt formed from either weak base and a strong acid. അപ്പോൾ solution will undergo cationic hydrolysis. ബേസ് വീക്കാണ്, അപ്പോൾ കാറ്റിയോണിക് ഹൈഡ്രോളിസിസ് ഉണ്ടാവും. തീർച്ചയായിട്ടും സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. സൊല്യൂഷൻ ന്യൂട്രൽ എത്തില്ല, സൊല്യൂഷൻ ആരായിരിക്കും അസിഡിക് ആയിരിക്കും അല്ലേ? എങ്ങനെയാ സാൾട്ട് ഹൈഡ്രോളിസിസ് നടത്തി വരുന്ന സൊല്യൂഷൻ്റെ pH കാണുന്നേ? ഓർക്കുന്നുണ്ടോ എല്ലാ റിസൾട്ടും പറഞ്ഞത്? ഇവിടെ ഏതാ ടൈപ്പ് സോൾട്ട്? എല്ലാ ടൈപ്പ് സോൾട്ടും ഒന്ന് പേപ്പറിലൊന്ന് പെട്ടെന്നൊന്ന് എല്ലാവരും ഒന്ന് എഴുതി വെച്ചേ. ഇപ്പം തന്നെ എല്ലാവരും ഓർമ്മയിൽ നിന്ന് എഴുതിക്കോ, സ്വന്തം ഓർമ്മയിൽ നിന്ന് എഴുതുക. ഇവിടെ കണ്ടിരിക്കുന്ന സോൾട്ട് ഏതാ? അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത എന്താ? ബേസ് വീക്കാണ്, വീക്ക് ബേസ് ആണ്, ആസിഡ് സ്ട്രോങ് ആണ്. വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ്, അതാണ് അമോണിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത. അങ്ങനെ വന്നാൽ ആ സാൾട്ടിൻ്റെ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് കാണാൻ എന്താ ചെയ്തേ? ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് √KH/C. ഇതിൻ്റെ KH ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് KH കാണാൻ എന്താ ചെയ്തേ? KH = KW/KB അല്ലേ? ഈ സൊല്യൂഷൻ്റെ pH കാണാൻ എന്താ ചെയ്തേ? pH 7 കൂടുകയോ കുറയോ? സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ്. സോ സൊല്യൂഷൻ ഈസ് അസിഡിക്. അസിഡിക് എന്ന് പറഞ്ഞാൽ 7നേക്കാൾ കുറയും അല്ലേ? pH ഈസ് ലെസ് ദാൻ 7. അപ്പോൾ 7 മൈനസ്. ഇനി റിമൈനിങ് പാർട്ട് എന്ന് പറയൂ. ഹാഫ് ഓഫ് PKB പ്ലസ് ലോഗ് C. ഹാഫ് ഓഫ് PKB പ്ലസ് ലോഗ് C. ഇനി ഞാൻ വേറൊരു സാൾട്ട് എടുക്കാം. സോഡിയം അസിറ്റേറ്റ് ആണ് വെറുതെ വെള്ളത്തിൽ കലക്കിയത് വിചാരിക്കുക. ഈ സോൾട്ടിൻ്റെ പാരന്റ് ആസിഡ് അസിറ്റിക് ആസിഡ്, ബേസോ സോഡിയം ഹൈഡ്രോക്സൈഡ്. ആരാ സ്ട്രോങ്? ഇവിടെ ആരാ സ്ട്രോങ്? ബേസ് ആണ് സ്ട്രോങ്. ആരാ വീക്ക്? ആസിഡ് വീക്ക്. അപ്പോൾ വീക്ക് ആസിഡ് പിന്നെയോ സ്ട്രോങ് ബേസ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് പെട്ടെന്ന് പറയൂ. √KH/C. ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് KH പറയൂ. KH = KW/KA. കാരണം ആസിഡല്ലേ വീക്ക്, അപ്പോൾ KA അല്ലേ ഉണ്ടാവുള്ളൂ. ഇനി pH പറയൂ. 7 കൂടി നിൽക്കുമോ 7 കുറഞ്ഞു നിൽക്കുമോ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ബേസ് ഇവിടെ. അപ്പോൾ എന്തായാലും സ്ട്രോങ് ബേസാ, ബേസ് സ്ട്രോങ്. അപ്പോൾ സൊല്യൂഷൻ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. അപ്പോൾ 7 കൂടുകയോ കുറയോ? 7 കൂടും. 7 കൂടും. അപ്പോൾ pH 7+, ഹാഫ് ഓഫ്, പിന്നെ ഹാഫ് ഓഫ് റിമൈനിങ് പാർട്ട് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. PKA പ്ലസ് ലോഗ് C. കാരണം ഇവിടെ ആസിഡാ വീക്ക്, അപ്പോൾ KA ഉണ്ടാവുള്ളൂ. ബേസ് വീക്ക് ആണെങ്കിൽ ആ KB വരുള്ളൂ. ഇനി അടുത്തൊരു സോൾട്ടും കൂടി നോക്കിയേ. ഏതാ? അമോണിയ അസിറ്റേറ്റ്. അമോണിയ അസിറ്റേറ്റ് എടുത്ത് വിചാരിക്കുക. അമോണിയ അസിറ്റേറ്റ് എന്ന സോൾട്ടിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ പാരന്റ് ആസിഡ് അസിറ്റിക് ആസിഡും വീക്കാ, പാരന്റ് ബേസ് അമോണിയ ഹൈഡ്രോക്സൈഡും വീക്കാണ് രണ്ടും. അപ്പോൾ സൊല്യൂഷൻ ആസിഡോ ബേസോ ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ റിലേറ്റീവ് വാല്യൂ ഓഫ് KA ആൻഡ് KB അല്ലേ? ആ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ ആരാണോ അതിൻ്റെ സ്വഭാവം കാണിക്കും. ഇപ്പം എന്തായാലും ഇങ്ങനെയുള്ള സോൾട്ടിൻ്റെ പ്രത്യേകത എന്താ? രണ്ടും വീക്കാണ്, വീക്ക് ആസിഡാണ്, വീക്ക് ബേസ് ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ഒന്ന് പെട്ടെന്ന് പറയാവോ? ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ക്വസ്റ്റ്യൻ നമ്പർ 25 ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയണു. എന്താണാവോ? ക്വസ്റ്റ്യൻ നമ്പർ 25 PK ഓഫ് വീക്ക് ആസിഡ് 4.5 ആണ്. POH ഓഫ് അയ്യോ, ഞാൻ ആ മാർക്ക് ചെയ്ത ആൻസർ മിസ്റ്റേക്ക് ആണ് കേട്ടാ. നിഖിലെ ഞാൻ ആള് ഉഷാറാണ് കേട്ടാ. എന്താണ് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. നിഖിൽ പറയുന്നത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഇല്ല, ഞാൻ മാർക്ക് ചെയ്ത ആൻസറിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചത് PH ആണ്. ഞാൻ എഴുതിയത് വരെയും ശരിയുമാണ്, പക്ഷേ മാർക്ക് ചെയ്തതിൽ തെറ്റുണ്ട്. ആർക്കെങ്കിലും മാർക്ക് ചെയ്തതിൽ മനസ്സിലായോ? എന്തെങ്കിലും മാർക്ക് ചെയ്തതിൽ മനസ്സിലായോ? എന്താ മാർക്ക് ചെയ്യേണ്ടതെന്ന് പിടികിട്ടിയോ?
ഏതാ ആൻസർ മാർക്ക് ചെയ്യേണ്ടത്? ആൻസർ മാർക്ക് ചെയ്യേണ്ടത് ഏതാണെന്നൊന്ന് പറഞ്ഞു തന്നാലേ. എടാ പി എച്ച് നിങ്ങൾക്ക് കിട്ടി, പെട്ടെന്ന് പറഞ്ഞേ. പി ഒ എച്ച് എങ്ങനെ കാണും? അതെടാ പറ ഹിബേ, നീ എങ്ങനെ കണ്ടുപിടിക്കും? പി ഒ എച്ച് കാണാൻ 14 മൈനസ് 4.5 എടുക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലേ? അപ്പം എന്തായിരിക്കും കിട്ടുക? 14 മൈനസ് 4.5 എടുത്തേ എന്ത് കിട്ടും? 5 5 10, ബാക്കി 1 9 5 14. ഓക്കെ, തൃപ്തിയായോ? ആ, എന്നാൽ ഇതിലേക്ക് വരാം. ഇതിലേക്ക് വന്നു എല്ലാവരും. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേ. ഇതൊന്ന് പറഞ്ഞേ. അമോണിയ അസിറ്റേറ്റ് ആണ്, വീക്ക് ആസിഡും വീക്ക് ബേസും ആണ്. അങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞേ. ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് H ഈക്വൽ ടു പറ റൂട്ട് ഓഫ്. അത് വളരെ ശ്രദ്ധിക്കണം, ഈ വർഷത്തെ നീറ്റ് ക്വസ്റ്റ്യൻ തരാൻ പോവുകയാണ്. ഇവിടെ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എഴുതിയപ്പോൾ റൂട്ട് ഓഫ് KH/C ആണ്. ഇവിടെയും റൂട്ട് ഓഫ് KH/C ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരിക്കലും റൂട്ട് ഓഫ് KH/C ഇട്ട് പോകരുത്. എന്ത് എഴുതാവൂ? റൂട്ട് KH എന്നേ എഴുതാവൂ. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അച്ചടിച്ച് വരെ എന്താ അറിയോ? ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സാൾട്ട് കോൺസെൻട്രേഷൻ, സെലക്ട് ദ സാൾട്ട്. അപ്പം നിങ്ങൾ എങ്ങനെയുള്ള സാൾട്ടാണ് നോക്കേണ്ടത്? ഏത് സോൾട്ടിലാണോ ആസിഡ് പാർട്ടും ബേസ് പാർട്ടും വീക്കിരിക്കുന്നത് ആ സോൾട്ട് മാത്രമേ എടുക്കാവൂ. ആസിഡും ബേസും വീക്കാണെങ്കിൽ ആ സാൾട്ടിൻ്റെ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സാൾട്ട് കോൺസെൻട്രേഷൻ ആണ്. സോ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ഈസ് റൂട്ട് ഓഫ് KH/C, സോറി റൂട്ട് ഓഫ് KH. ഏതിന്? ആസിഡും ബേസും വീക്കാണെങ്കിൽ. ഇനി ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും വീക്കാ. അപ്പം KAയും കാണും KBയും കാണും. അപ്പം KH ഈക്വൽ ടു KW/KA ഇൻറ്റു KB എന്ന് കിട്ടും അല്ലേ? ഇനി എങ്ങനെയാണ് നിങ്ങൾ PH കാണാം? സൊല്യൂഷൻ്റെ PH കാണാൻ എന്താ ചെയ്യുക? 7+ എന്ന് ഇട്ട് വെച്ചു. ഹാഫ് ഓഫ് PKA മൈനസ് PKB അല്ലേ? ഇനി നമ്മൾ ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മളെ ചോദ്യത്തിൽ ഏതാ സോൾട്ട്? നമ്മളെ കയ്യിലിരിക്കുന്ന സോൾട്ട് അമോണിയം ക്ലോറൈഡ്. അപ്പം അമോണിയം ക്ലോറൈഡ് ആവുന്ന സമയത്ത് നമ്മൾ ഏതാ എടുത്തേ? ബേസ് വീക്കാണ്. അപ്പം നമ്മൾ PH കണ്ടു. PH ഈക്വൽ ടു 7 കൂടി നിൽക്കുമോ 7 കുറഞ്ഞ് നിൽക്കുമോ? 7 കുറഞ്ഞ് നിൽക്കും. കാരണം ആസിഡാ വീക്ക്, ആസിഡാ സ്ട്രോങ്. അപ്പോൾ 7 കുറഞ്ഞ് നിൽക്കും. അപ്പോൾ അസിഡിക് ആയിരിക്കും. മൈനസ് ഹാഫ് ഓഫ് ബേസ് ആരാ? അമോണിയ ഹൈഡ്രോക്സൈഡ്. അതിൻ്റെ PKB എത്രയാ? 4.73 പ്ലസ് ലോഗ് C എത്രയാ? 0.02 എന്ന് വെച്ചാൽ 2 × 10⁻², അല്ലേ? ലോഗ് 2 × 10⁻². അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന് വേഗം ചെയ്തേ. 7 മൈനസ് ഹാഫ് ഓഫ് 4.73 പ്ലസ് ലോഗ് 2 × 10⁻². ലോഗ് 2 എത്രയാ? 0.3 പ്ലസ് ലോഗ് 10⁻² എത്രയാ? -2. അപ്പം എന്ത് കിട്ടും? 7 മൈനസ് ഹാഫ് ഓഫ് 4.73 എന്ന് -2 പോയാലോ? 2.73. 2.73ൻ്റെ കൂടെ 0.3 ആഡ് ചെയ്താലോ? 2.73 പ്ലസ് 0.3 എത്ര കിട്ടും? അത് എത്ര കിട്ടിയേ? 3.03 എന്നാണോ കിട്ടിയേ? ഞാൻ ചെയ്യുന്നതൊക്കെ ഒന്ന് നോക്കണേടാ. അപ്പം എന്താ കിട്ടുക? ഏകദേശം പറഞ്ഞേ. ഏകദേശം 7 മൈനസ് 1.5ൻ്റെ അടുത്തല്ലേ കിട്ടുക? ശരിയല്ലേ? അപ്പം എന്തായിരിക്കും ഏകദേശം കിട്ടുക? 7 മൈനസ് 1.5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 5.5നോട് അടുത്തുള്ള ഒരു ആൻസർ കിട്ടിക്കാണും അല്ലേ? ആൻസർ C അല്ലേ? ആരാമല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 28ലേക്ക് പോയിക്കോട്ടെ ഞാൻ. ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കിയേ. ഇവിടെ ഏതാ? കാൽസ്യം അസിറ്റേറ്റ് എന്ന സോൾട്ടാ. കാൽസ്യം അസിറ്റേറ്റ് എന്ന സോൾട്ടിൽ 0.05 മോളാർ കാൽസ്യം അസിറ്റേറ്റ് എന്ന സോൾട്ടിൻ്റെ PKA തന്നിട്ടുണ്ട്. PH കാണണം. കാൽസ്യം അസിറ്റേറ്റ് എന്ന് പറയുന്ന സോൾട്ടിൽ ആർക്കായിരിക്കും ഹൈഡ്രോളിസിസ് നടക്കുക? അസിറ്റേറ്റിനാണ് അല്ലേ? കാരണം ആസിഡ് പാർട്ടാണ് വീക്ക്. ആസിഡ് പാർട്ട് വീക്കാണെങ്കിൽ ആനയോണിക് ഹൈഡ്രോളിസിസ് ആണ്. പക്ഷേ കാൽസ്യം അസിറ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അസിറ്റേറ്റ് അയോണിൻ്റെ മൊളാരിറ്റി എത്രയാ? അസിറ്റേറ്റ് അയോണിൻ്റെ മൊളാരിറ്റി 0.05 × 2 ആണ്. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണിത്. പൊതുവേ നമ്മൾ എന്ത് വിചാരിക്കും? ബേസ് സ്ട്രോങ്ങും ആസിഡ് വീക്കും. അപ്പോൾ ബേസിക് ആണ് സൊല്യൂഷൻ. അപ്പോൾ PH ഈക്വൽ ടു 7+ എന്ന് ഇട്ട് വയ്ക്കും. ഹാഫ് ഓഫ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? PKA തന്നിട്ടുണ്ട് 4.74 പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ. അവിടെയാണ് ശ്രദ്ധിക്കുക. കോൺസെൻട്രേഷൻ ലോഗ് എടുക്കാൻ പറയുമ്പോൾ 0.05 എന്ന് കുട്ടികൾ ഇട്ട് പോകും.
പക്ഷേ ശ്രദ്ധിക്കണം, 0.05 മോളാർ കാൽസ്യം അസിറ്റേറ്റിലെ അസിറ്റേറ്റ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ ഡബിളാണ്. അസിറ്റേറ്റിനാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ × 2 എടുക്കാൻ മറക്കരുത്. സോ 7 + ½ ഓഫ് 4.74 പ്ലസ് log 0.1 എന്ന് വെച്ചാൽ എന്താ? log 10⁻⁻1 എന്ന് വെച്ചാൽ എന്താ? -1. അപ്പോൾ ഇവിടെ -1 ഇട്ടാൽ മതി, പോരെ? അപ്പോൾ 7 + ½ ഓഫ് 3.74 എന്ന് കിട്ടും, ശരിയല്ലേ? അതായത് 7 + ½ ഓഫ് എത്രയുടെ കിട്ടുക? 1.8 സംതിങ് ഉള്ളത് കിട്ടും. അപ്പോൾ 8.8 ഉള്ളൊരു ആൻസർ അല്ലേ ഉള്ളൂ, ശരിയല്ലേ? ഞാൻ എടുത്തേ തെറ്റുണ്ടോ നോക്കണം കേട്ടോ. ക്ലോസർ വാല്യൂസ് ഉണ്ട്. ഡബിൾ ചെയ്യാൻ ആരോമിൽ മറന്നു, ഇനി മറക്കാണ്ടിരിക്കണം കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29 എന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ നമ്പർ 29 എന്താ കണ്ടുപിടിക്കണ്ടേ? തന്നിരിക്കുന്ന ഒരു ഇക്വിലിബ്രിയ ഉണ്ട്, വേറൊരു ഇക്വിലിബ്രിയയും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ തന്ന ഇക്വിലിബ്രിയ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി കാണും അല്ലേ? ഈ 2 ഇക്വിലിബ്രിയനെ വെറുതെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ, വെറുതെ നിങ്ങൾ ആ 2 ഇക്വിലിബ്രിയനെ ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? എടാ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണേ, NH4OH എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആരാന്നറിയോ? NH4OH എന്ന് പറഞ്ഞാൽ അമോണിയ വാട്ടറാണ്. അമോണിയ + H2O ആണ് കേട്ടോ. അത് നമുക്ക് എപ്പോഴും ഓർമ്മ വരണം. അപ്പം നിങ്ങൾക്ക് അമോണിയ വെട്ടിപ്പോവും, പിന്നെ വെള്ളം ഒന്ന് വെട്ടിപ്പോവും അല്ലേ? പിന്നെ എന്താ ഉണ്ടാവുക? അമോണിയം അയോൺ വെട്ടിപ്പോവും. അപ്പം നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് കിട്ടുക H2O + H2O gives H++ OH- ആണ് അല്ലേ? ഇതിൻ്റെത് KW വാല്യൂ നിങ്ങൾക്കറിയാം 10⁻14 ആണ്. 2 ഇക്വിലിബ്രിയ ആഡ് ചെയ്തിട്ട് ഒരു ഇക്വിലിബ്രിയ കിട്ടിയാൽ നിങ്ങൾക്കറിയാം ആ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് KW കിട്ടേണ്ടതാണ് അല്ലേ? ഈ പറയുന്ന ഇക്വിലിബ്രിയയുടേത് K1 ആണെങ്കിൽ ഇതിൻ്റെത് K2 ആണെങ്കിൽ K1 × K2 എടുത്താൽ KW കിട്ടേണ്ടതല്ലേ? അതിൽ ഒരാൾ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ? 5.5 × 10⁻10 അല്ലേ? അങ്ങനെയാണെങ്കിൽ K1 എന്തായിരിക്കും? 10⁻14 / 5.5 × 10⁻10 ശരിയല്ലടാ? അപ്പം അങ്ങനെയാണെങ്കിൽ 10⁻4 / 5.5 5.555 എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കും വരിക? 100/18 ആയിരിക്കും അല്ലേ? വേണേ ഇത് തൽക്കാലം നിങ്ങൾ തന്നെ എടുത്തോ, 100/18 എന്ന് എടുത്തോ. അപ്പം അങ്ങനെയാണെങ്കിൽ 18 × 10⁻6 1.8 × 10⁻5 അങ്ങനെയല്ലേ കിട്ടിയേ? ആരോമലെ നോക്കണം കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 30 ഒന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ നമ്പർ 30, pK of weak acid HI is 4.8 and pKb of weak base is 4.78. pH of the aqueous solution corresponding to a salt BA. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോൾട്ട് എങ്ങനെയുള്ള സോൾട്ടാണ്? ആസിഡ് പാർട്ടും വീക്കാണ്, ബേസ് പാർട്ടും വീക്കാണ്. ആസിഡും ബേസും വീക്കാണ്. അപ്പോൾ pH ഓഫ് ദ സോൾട്ട് കാണാനുള്ള ഫോർമുല പെട്ടെന്ന് പറഞ്ഞേ. pH = 7 + ½ ഓഫ് pKa - pKb. ആസിഡും വീക്ക്, ബേസും വീക്ക്. അപ്പോൾ 7 + ½ ഓഫ് pKa 4.8 - pKb 4.78. 7 + ½ ഓഫ് 4. എത്രയുടെ കിട്ടിയേ? 0.02 അല്ലേ ബാക്കി ഉണ്ടാവുള്ള, ശരിയല്ലേ? 4.78 4.8 ആണ്. സബ്സ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും നിങ്ങൾക്ക്? 0.02 ആണ് കിട്ടിയത്. അപ്പോൾ 7.01 ആണോ ഇവിടെ കിട്ടിയേ? അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 31 ഒന്ന് വേഗം പറഞ്ഞേ. ഇനിയുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്ന് പോകുന്ന ടൈപ്പാട്ടോ. പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എങ്ങനെ വേഗം കിട്ടണം കേട്ടോ ആൻസർ. ഇതൊന്ന് പറയാവോ? ഏതാ സോൾട്ട്? ബൊറാക്സ് ഓർമ്മയുണ്ടോ? Na2B4O7 10H2O. അതിൽ ആരാ ബേസ് പാർട്ട്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ആസിഡ് പാർട്ട് ഓർത്തോബോറിക് ആസിഡ്, വെരി വീക്ക് ആസിഡ്. വീക്ക് ആസിഡ് വിത്ത് എ സ്ട്രോങ് ബേസ്. സോൾട്ട് സൊല്യൂഷൻ ഈസ് ബേസിക് സൊല്യൂഷൻ. ബേസിക് റേഞ്ചേ എടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 32, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒറ്റ നോട്ടത് പറയും. സോഡിയം അസിറ്റേറ്റ്, ആസിഡ് വീക്ക്, ബേസ് സ്ട്രോങ്, ആൽക്കലൈൻ ആണ്. അപ്പോൾ ആൻസർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അമോണിയം ക്ലോറൈഡ് സ്ലൈറ്റ്ലി അസിഡിക്. സോഡിയം നൈട്രേറ്റ് ന്യൂട്രൽ, കാരണം എന്താണ്? ആസിഡും ബേസും സ്ട്രോങ് ആണ്. അമോണിയ അസിറ്റേറ്റ് ഓൾമോസ്റ്റ് ന്യൂട്രൽ. ക്വസ്റ്റ്യൻ നമ്പർ 33 ഒന്ന് നോക്കിയേ. ഇതൊക്കെ ചെയ്തു പോയ ക്വസ്റ്റ്യൻ പോലെയുണ്ട്. ബേരിയം ഹൈഡ്രോക്സൈഡ് എത്ര OH- കിട്ടും? 2 എണ്ണം. അപ്പോൾ ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ വേഗം 0.001 × 2
അപ്പോൾ പ്രാക്ടീസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇനി 2 × 10⁻³ അപ്പോൾ POH എത്രയാണ് പറഞ്ഞേ? POH ഈക്വൽ ടു 3 - log 2. അപ്പോൾ PH ഈക്വൽ ടു എത്രയാ? 3 - log 2. 14 - 3 - log 2. 14 - 3 11. 11 + log 2 11.3. അടുത്തൊന്ന് വേഗം 1 × 10⁻⁴ മോളാർ H2SO4. H പ്ലസ് കോൺസെൻട്രേഷൻ എത്രയാ? 2 × 10⁻⁴. എവിടുന്ന് 2 വന്നു? H2SO4. 1 H2SO4 will furnish 2H plus ion. So H plus concentration 2 × 10⁻⁴. അപ്പോൾ എന്തായിരിക്കും pH? 4 - log 2. 4 - 0.3 3.7. ക്വസ്റ്റ്യൻ നമ്പർ 35 എന്ന് പറഞ്ഞേ. pH ഈക്വൽ ടു 5. pH ഈക്വൽ ടു 5 ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹിബയ്ക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? അതായത് pH 1 സൊല്യൂഷനെ 100 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്താൽ എത്രയാണ് കിട്ടുക? pH 3 എന്ന് കിട്ടും. pH 3 ഉള്ളതിനെ 100 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്താൽ എത്രയാണ് കിട്ടുക? pH 5 എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ കയ്യിലുള്ളത്? എത്രയാ? 1 ലിറ്ററിന് ഡൈല്യൂട്ടഡ് ടു 1 ലിറ്റർ. ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എ സൊല്യൂഷൻ ഓഫ് മോണോബേസിക് ആസിഡ് ഇഫ് 1 ml ആണ്. 1 ml ഡൈല്യൂട്ടഡ് ടു 1000 ml എന്ന് വെച്ചാൽ 1 ലിറ്റർ 1000 ലിറ്റർ ആക്കിയ പോലെ തന്നെ 1 ml ഡൈല്യൂട്ടഡ് ടു 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 ടൈംസ് ഡൈല്യൂട്ട് ചെയ്തു. എത്രയായിരിക്കും pH കിട്ടുക? ഞാൻ ഒന്നുകൂടി പറയാം. pH നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് pH 1 ഉള്ളതിനെ ഞാൻ 100 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്തു, pH 3 ആയി. അല്ലെങ്കിൽ വേണ്ട, 1000 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്തു. pH 1 ഉള്ളതിനെ 1000 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്താൽ pH 4 ആയി. pH 4 ഉള്ളതിനെ 1000 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്താലോ pH 7 എന്ന് പറഞ്ഞേക്കുമോ? ഇല്ല. കാരണം pH 7 ന്യൂട്രൽ വാട്ടറാണ്. നിങ്ങൾ ആസിഡിൽ എത്ര വെള്ളമൊഴിച്ചാലും അത് ന്യൂട്രൽ ആവില്ല അല്ലേ? ഇപ്പം അതേപോലത്തെ ഒരു ചോദ്യമാണിത്. ഇവിടെ pH എത്രയാണ്? 5. pH 5 ഉള്ളതിനെ 1000 മടങ്ങ് ഡൈല്യൂട്ട് ചെയ്തു എന്ന് വിചാരിച്ച് pH 8ലേക്ക് പോവുമോ? ഇല്ല. pH 8 എന്ന് പറഞ്ഞാൽ ആൽക്കലൈനായി പോവും. ആസിഡിൽ വെള്ളമൊഴിച്ച് ആൽക്കലൈനിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ കുറേ വെള്ളം നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ pH ക്ലോസ് ടു 7 ആവും അല്ലേ? ശരിക്കും അത് NCERT വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻട്രൻസിൽ നിങ്ങളങ്ങനെ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ക്ലോസർ ടു 7 ഉള്ള ഒരു വാല്യൂ മാത്രമേ എടുക്കാവൂ കേട്ടോ. ഒരിക്കലും അതിൻ്റെ മേലേക്ക് പോകരുത്. ആസിഡിൽ വെള്ളമൊഴിച്ച് നമുക്ക് ഒരിക്കലും ആൽക്കലൈൻ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. pH 2 ഹൈഡ്രജൻ അയോൺ സിമ്പിൾ. pH 2 ആണെങ്കിൽ H പ്ലസ് കോൺസെൻട്രേഷൻ 10⁻² മോൾ പെർ ലിറ്റർ അല്ലേ? അടുത്തത് 0.05 മോൾ NaOH added to 5 liter water. What will be the pH? പെട്ടെന്ന് pH ഈക്വൽ ടു OH മൈനസ് കോൺസെൻട്രേഷൻ എത്രയാ? മോൾ പെർ ലിറ്റർ ആണ് മൊളാരിറ്റി. 0.05 ഡിവൈഡഡ് ബൈ 5 എന്ന് വെച്ചാൽ 10⁻². അപ്പോൾ POH എത്രയാ? POH ഈക്വൽ ടു 2. അപ്പോൾ pH എത്രയാ? pH ഈക്വൽ ടു 12 അല്ലേ? അടുത്തതൊന്ന് വേഗം പറഞ്ഞേ. ഇവിടെ എത്രയാ സൊല്യൂഷൻ്റെ pH തന്നിരിക്കുന്നത്? pH കണ്ടുപിടിക്കണം. H പ്ലസ് കോൺസെൻട്രേഷൻ എത്രയാ തന്നേ? H പ്ലസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3.8 × 10⁻³ തന്നിട്ടുണ്ട്. അപ്പോൾ pH എങ്ങനെയാണ് കാണാം? 3 - log 3.8. 3 - log 3.8. log 4 എത്രയാ? 0.60 അല്ലേ? 0.6021 വരും. 3.8ൻ്റെ pH എന്ന് പറയുമ്പോൾ 0.6നേക്കാൾ ഒരു പൊടിക്ക് താഴ്ത്തിയെടുത്താൽ മതി. ഏകദേശം 0.6 എടുത്താലും കുഴപ്പമൊന്നുമില്ല അവിടെ അല്ലേ? അതിൻ്റെ അടുത്തുള്ളൊരു ആൻസർ അല്ലേ ഉള്ളൂ. അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്തെന്താണ്? POH ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ വിത്ത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. വേഗം പറയൂ. POH ആ കാണണ്ടേ? തന്നത് H പ്ലസ് കോൺസെൻട്രേഷനാണ്. അപ്പോൾ pH എങ്ങനെയാണ് കാണുക? pH ഈക്വൽ ടു 5 - log 3. എടാ ഞാൻ ഇങ്ങനെ എഴുതുന്ന വിധത്തിലൊക്കെ എഴുതാൻ എല്ലാവർക്കും അറിയില്ലേ? H പ്ലസ് കോൺസെൻട്രേഷൻ 3 × 10⁻⁵. pH എത്രയാ? 5 - log 3. അപ്പോൾ POH എത്രയാ? 14 - 5 - log 3. 14 - 5 9 + log 3. log 3 0.4771 0.48 എന്ന് എടുക്കാറുണ്ട്. അടുത്തേക്ക് പോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 40. നല്ല ചോദ്യങ്ങൾ ഇനി എൻഡിൽ പിന്നെയും വരുന്നുണ്ട്. അപ്പം നമുക്ക് സ്പീഡ് കൂട്ടിപ്പോയാലേ നല്ല ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് ആസിഡ് ആൽഫ എത്രയാ? ആൽഫ തന്നേ 10⁻1 2 3 4 5 10⁻⁻5. കോൺസെൻട്രേഷൻ 0.1. പെട്ടെന്ന് പറയൂ. KA മറന്നുപോയോ? വെരി ബിഗിനിങ്ങിൽ പഠിച്ചത്. KA ഈക്വൽ ടു C ആൽഫ സ്ക്വയർ. C എത്ര? 0.1. ആൽഫ സ്ക്വയർ 10⁻⁻5ൻ്റെ സ്ക്വയർ 10⁻11. അടുത്തത്
എന്താ കണ്ടുപിടിക്കണ്ടേ? വാട്ട് വിൽ ബി ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ഫോമിക് ആസിഡ്? കെ എ കണ്ടുപിടിക്കുക അല്ലേ? കെ എങ്ങനെ കാണും? കെ എ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. കെ എ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. എത്രയാ? സി 0.01. ആൽഫ എത്രയാ? 14.5/100 ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 10⁻² ഇൻറ്റു 0.145 ഇൻറ്റു 0.145 എത്ര വരും നിങ്ങളുടെ അഭിപ്രായത്തിൽ? എത്രയായിരിക്കും ഇതിൽ പോസിബിൾ ആൻസർ? ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പോസിബിൾ ആൻസർ പറയാൻ പറ്റുമോ? എന്തായിരിക്കും പറയാൻ പറ്റുമോ? 0.145 ഇൻറ്റു 0.145 എന്ന് പറയുമ്പോൾ 1.1, അപ്പോൾ 10⁻⁻⁴ വരും. 10⁻⁻⁴ രണ്ട് ആൻസർ ഇരിപ്പുണ്ട്. അതിൽ ഏകദേശം എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 2 പോയിന്റ് സംതിങ് ആയിരിക്കും അല്ലേ? 14 എന്ന് പറയുമ്പോൾ 196. 2 പോയിന്റ് സംതിങ് കറക്റ്റ് അല്ലടാ? എ ആയിരിക്കും കിട്ടിയത്. അടുത്ത് നോക്കിയേ 42. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഡിസോസിയേഷൻ ഓഫ് 0.1 മോളാർ അസറ്റിക് ആസിഡ്? എന്താ കണ്ടുപിടിക്കണ്ടേ? പെർസെൻറ്റേജ് ഡിസോസിയേഷൻ. ആൽഫ കണ്ടാൽ പെർസെൻറ്റേജിലേക്ക് കൊണ്ടുപോയാൽ മതി. ആൽഫ എങ്ങനെയാണ് കാണുക? ആൽഫ ഈക്വൽ ടു √KA/C. ആ കെ എ എത്രയാ? 10⁻⁻5. 10⁻⁻5 10⁻⁻1. 10⁻⁻4 റൂട്ട് എടുത്താ 10⁻². 10⁻² ആണ് ആൽഫ. പെർസെൻറ്റേജ് ആക്കണ്ടേ? അപ്പോൾ ഇൻറ്റു 100 എടുക്കണ്ടേ? അപ്പോൾ 1% അല്ലേ കിട്ടിയേ അല്ലേ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 43. ക്വസ്റ്റ്യൻ നമ്പർ 43ക്ക് എന്താ ആൻസർ നോക്കിയേ. അമോണിയം സയനൈഡ് ഈസ് എ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ്. കെ എ തന്നിട്ടുണ്ട് 6.2 ഇൻറ്റു 10⁻10. വീക്ക് ബേസ്. എടാ ഈ സോൾട്ട് ഏത് ടൈപ്പാ? സോൾട്ട് ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ്. സോൾട്ട് ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ് ആണ്. സോൾട്ട് എന്തൊക്കെയാണ്? നിയർലി ന്യൂട്രൽ ആണ്. സോൾട്ട് അല്ലേ? നിയർലി ന്യൂട്രൽ ആണ്. പക്ഷേ കൂട്ടത്തിലേക്ക് ആരാ സ്ട്രോങ്? ആസിഡിൻ്റെ വാല്യൂ കണ്ടോ നിങ്ങൾ? ഭയങ്കര വീക്കസ്റ്റ് ആസിഡാണ് HCl. വീക്കസ്റ്റ് പ്രോട്ടോണിക് ആസിഡാണ് HCl. ഭയങ്കര വീക്ക് ആസിഡാണ്. അമോണിയ ഹൈഡ്രോക്സൈഡ് ബേസ് ആണ്. പക്ഷേ ഇവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ട്രോങ്ലി ബേസിക് ആണ്. കാരണം 10⁻⁻5 ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സൊല്യൂഷൻ ഈസ് വീക്ക്ലി ബേസിക്. ബേസ് പാർട്ടാണ് കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ. ക്വസ്റ്റ്യൻ നമ്പർ 44 ഒന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 44 എന്താ തന്നിരിക്കണേ? പെട്ടെന്ന് പറയാവോ? H3 എന്ന് പറയുന്ന ഒരു ആസിഡ്. ഇപ്പോൾ ഞാനൊന്ന് പറയാം. എടാ H3PO4 എന്ന ആസിഡ്, അതിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ നടന്ന് H+ കിട്ടും. ഫസ്റ്റ് അയണൈസേഷൻ വഴി ജനറേറ്റ് ചെയ്യുന്ന H+ ആണ് കൂടുതൽ ഉണ്ടാവുക. രണ്ടാമത്തെ അയണൈസേഷൻ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. മൂന്നാമത്തെ അയണൈസേഷൻ വെരി 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 സ്മോൾ ആയിരിക്കും. സോ ഓൾവേസ് എനി പ്രോട്ടിക് ആസിഡ്, നോ എക്സെപ്ഷൻ, ഏത് പ്രോട്ടിക് ആസിഡ് എടുത്താലും ഫസ്റ്റ് അയണൈസേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ, തേർഡ് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് കുറവായിരിക്കും. സോ കറക്റ്റ് ആൻസർ എ ആണ്. എന്ന് പറഞ്ഞേ ആരൊക്കെയുള്ള? അസിറ്റിക് ആസിഡും അമോണിയ ഹൈഡ്രോക്സൈഡും ഉണ്ട്. അവർ പറയാണ് രണ്ടാളുടെയും, അതായത് അസിറ്റിക് ആസിഡിൻ്റെ KAൻ്റെ വാല്യൂ തന്നെയാണ് അമോണിയ ഹൈഡ്രോക്സൈഡിൻ്റെ KBൻ്റെ വാല്യൂ. അസിറ്റിക് ആസിഡിൻ്റെ സൊല്യൂഷൻ്റെ pH 3 അങ്ങനെയാണെങ്കിൽ അമോണിയ ഹൈഡ്രോക്സൈഡിൻ്റെ pH എത്രയായിരിക്കും എന്നാണ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? നിങ്ങളെല്ലാവരും ആൻസർ എഴുതി കാണുമല്ലോ. 11 എന്നല്ലേ നിങ്ങൾ എഴുതിയേ? എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചേ? അവർ പറയുന്നുണ്ട് ഇതിൻ്റെ KA മറ്റേതിൻ്റെ KBക്ക് ഈക്വലാണ്. അതായത് H+ അയോൺ കോൺസെൻട്രേഷൻ ഫ്രം അസിറ്റിക് ആസിഡ് ഈസ് √KA × C, ദാറ്റ് വി നോ. OH- അയോൺ കോൺസെൻട്രേഷൻ ഫ്രം വീക്ക് ബേസ് വി നോ √KB × C. KA and KB ആർ ദ സെയിം, കോൺസെൻട്രേഷൻ സെയിം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ H+ൻ്റെ അളവ് തന്നെയാണ് മറ്റതിൻ്റെ OH- കോൺസെൻട്രേഷൻ. ഈ സൊല്യൂഷൻ്റെ pH എത്രയാണ്? 3. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ POH എത്രയാണ്? 3. അങ്ങനെയാണെങ്കിൽ pH ഓഫ് ദാറ്റ് സൊല്യൂഷൻ എത്രയാണ്? 11. അടുത്ത് നോക്കൂ. ഈ ഡാറ്റകൾ കൂടി ഒന്ന് കണ്ണോടിച്ച് നോക്കുന്നത് നല്ലതാട്ടോ. വണ്ടർഫുൾ ഡാറ്റയാണ്. പലർക്കും സംശയം വരുന്നതാണ് സൾഫ്യൂറസ് ആസിഡാണോ നൈട്രസ് ആസിഡാണോ സ്ട്രോങ്ങർ എന്ന്. നിങ്ങൾ ഓർത്തോളൂ, സൾഫ്യൂറസ് ആസിഡ് ഈസ് സ്ട്രോങ്ങർ ദാൻ നൈട്രസ് ആസിഡ്. അത് പീരിയോഡിക് ടേബിളിലെ നൈട്രജൻ്റെയും സൾഫറിൻ്റെയും പൊസിഷൻ വെച്ചും കാണാം. കൂടാതെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാലും അറിയാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ അസിഡിക് നേച്ചർ ഓഫ് ദ നോൺ മെറ്റൽ ഓക്സൈഡ് കൂടും. സോ സൾഫ്യൂറസ് ആസിഡ് ഈസ് സ്ട്രോങ്ങർ ആസിഡ് ദാൻ നൈട്രസ് ആസിഡ്. എന്തായാലും നമുക്കറിയാം ഇതിൽ ഏറ്റവും വീക്കസ്റ്റ് ആരാണ്? HCl ആണ്.
അപ്പോൾ പിന്നെ നമുക്കിനി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏതാണ് വീക്കസ്റ്റ് HCl തുടങ്ങുന്ന ഒരു ആൻസറേ കാണാനുള്ളൂ അല്ലേ. അടുത്തത് ഇതൊന്ന് പറയാമോ? വാട്ട് വിൽ ബി ദ pH ഓഫ് ദ സാൾട്ട്? പെട്ടെന്ന്. ആസിഡ് പാർട്ടും വീക്കാണ്, ബേസ് പാർട്ടും വീക്കാണ്. സാൾട്ടിൻ്റെ ആസിഡ് പാർട്ടും ബേസ് പാർട്ടും വീക്കാണെങ്കിൽ pH = 7 പ്ലസ് ഹാഫ് ഓഫ് pKa മൈനസ് pKb ആണ് ചെയ്യേണ്ടത്. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ് അല്ലേ. ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത്തരം ചോദ്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇനി. ഇപ്പം എന്ത് വരും? 0.51 പകുതി എന്ന് പറയുമ്പോൾ 10 ഒന്നും എത്തില്ല, 7.22 അല്ലേ കിട്ടിയത് ആണല്ലോ. അടുത്തതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 48 ഒന്ന് നോക്കിയേ. pH ഓഫ് മിക്സിംഗ്. എന്തുവാ മിക്സ് ചെയ്തേ? 10 ml 0.1 മോളാർ HCl 40 ml 0.2 മോളാർ H2SO4. ആസിഡിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്തത്. ഇപ്പോൾ റിസൾട്ടിങ് H+ ഒന്ന് കണ്ടുപിടിച്ചോ. റിസൾട്ടിങ് H+ M1V1 പ്ലസ് M2V2 ബൈ V1 പ്ലസ് V2. കാരണം രണ്ടും ആസിഡാണ്. M1V1 0.1 × 10 പ്ലസ് M2V2 എത്രയാ? 0.2 × 40 × 2. അവിടെ ഒരു ചതിയുണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ പലരും? എന്തിനാടാ ഞാൻ വീണ്ടും ഒരു × 2 ഇട്ടേന്ന് മനസ്സിലായോ? സൾഫ്യൂരിക് ആസിഡാണ്, ഡൈബേസിക് ആസിഡാണ്. അതിൻ്റെ സൾഫ്യൂരിക് ആസിഡിൻ്റെ മൊളാരിറ്റി 0.2 ആണെങ്കിൽ സൊല്യൂഷനിൽ വരുന്ന H+ൻ്റെ മൊളാരിറ്റി കിട്ടാൻ അതിൻ്റെ ഡബിൾ എടുക്കണം. സോ M1V1 ഓഫ് ദ ആസിഡ് പ്ലസ് M2V2 ഓഫ് ദ ആസിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം V1 പ്ലസ് V2 എത്രയാത്? 50 ml. ശരിയല്ലേ? പിന്നെ എന്ത് കിട്ടും? 1 പ്ലസ് ഇത് ഇവിടെ കട്ട് ചെയ്തേക്കാം അല്ലേ. ഇപ്പം എത്രയാടാ? 16 കിട്ടിയേ? ഡിവൈഡഡ് ബൈ 50. ശരിയാണോ നോക്കണേടാ? 17 ഡിവൈഡഡ് ബൈ 15 എന്ന് പറഞ്ഞാൽ 100/2 അല്ലേ. 100/2 എന്ന് പറയുമ്പോൾ 2 മേലെ പോയി. 34 × 10⁻². 3.4 × 10⁻⁻1. ശരിയല്ലേ? ഇതായിരിക്കും H+. അപ്പോൾ pH എന്തായിരിക്കും? pH = 1 - log 3.4. 1 - log 3.4 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നിങ്ങൾ ഒഴിവാക്കി? ഓപ്ഷൻ സിയും ബിയും ഒഴിവാക്കി. 3.4 കുറയ്ക്കണം. log 3 എത്രയാ? 0.48 എന്നല്ലേ പറഞ്ഞേ. ഇത് വേണേൽ ഒരു 0.5 എന്ന് എടുത്താൽ തന്നെ 1 - 0.5 എന്ന് പറയുമ്പോൾ 0.5. 0.5നോട് അടുത്ത് നിൽക്കുന്ന ആൻസർ ഡി അല്ലേ ഇടാവുള്ളൂ. അടുത്ത് കാണാവോ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാവോ? ഇത് നമ്മൾ നല്ലൊരു ഹാർഡറായ ക്വസ്റ്റ്യൻ ആണ്. സോലിബിലിറ്റി ഓഫ് AgCN ഇൻ ബഫർ സൊല്യൂഷൻ ഓഫ് pH = 3 is x. The value of x is no cyano complex is found. ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ NCERT-യിൽ എല്ലാവരും NCERT-യിലെ അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ ചാപ്റ്ററിൻ്റെ അവസാനിക്കുന്ന സമയത്ത് ഇക്വേഷൻ ഉണ്ടാക്കിയത് കണ്ടായിരുന്നു ആരെങ്കിലും? ചിലരുടെ ബുക്കിൻ്റെ എഡിഷനകത്ത് ഒരു ചെറിയൊരു പ്രിൻറ്റിങ് എററും ഉണ്ട് അതിനകത്ത്. ആർക്കെങ്കിലും ഇക്വേഷൻ നമ്പർ പറയാമോ? അയോണിക് ഇക്വിലിബ്രിയയിൽ NCERT-യിൽ അവസാനത്തെ ഇക്വേഷൻ നമ്പർ എത്രയാണ്? ലാസ്റ്റ് ഇക്വേഷൻ നമ്പർ. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെയ്യട്ടെ. ആർക്കെങ്കിലും ആ ഇക്വേഷൻ നമ്പർ കിട്ടിയോ? ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ വായിക്കാം. സോലിബിലിറ്റി ഓഫ് AgCN ഇൻ എ ബഫർ സൊല്യൂഷൻ ഓഫ് pH 3 is x. ദ വാല്യൂ ഓഫ് x is എന്നാണ് ചോദ്യം. സോലിബിലിറ്റി എത്ര വരും എന്നാണ് ചോദ്യം. സോലിബിലിറ്റി KSP തന്നതുകൊണ്ട് ഇപ്പോൾ പ്യുവർ വാട്ടറിൽ എത്രയാ സോലിബിലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേഗം ചെയ്യായിരുന്നു. എങ്ങനെ ചെയ്യും? നിങ്ങൾക്കറിയാം AgCN S × S² ടൈപ്പാണ്. ഇപ്പോൾ S² ആണ് 2.2 × 10⁻16 എന്ന് പറയുന്നത്. അപ്പോൾ എസ് നിങ്ങൾക്ക് അതിൻ്റെ റൂട്ട് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എന്താണെന്നറിയോ? AgCN ഈസ് നോട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ആൻ അസിഡിക് ബഫർ. അസിഡിക് ബഫറിൽ അവൻ്റെ സോലിബിലിറ്റി എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം നമുക്ക്. നിങ്ങളിങ്ങനെയുള്ള ഒരു കേസിന് NCERT-യിലുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചോ ആരെങ്കിലും? ഞാൻ ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നൊന്ന് വേഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് നല്ല കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ പഠിച്ചുകൊണ്ട് സംശയമില്ല. പലരും അത് പറയുമ്പോൾ സംശയം പറയാറുണ്ട്. ഞാൻ ആ ഇക്വേഷൻ വരുന്നതെന്ന് പറയാം. ഇപ്പം നിങ്ങളിവിടെ ഒരു സോൾട്ട് ഡിസോൾവ് ചെയ്യുകയാണ്. ഏതാണ്? AgCN എന്ന സോൾട്ട് ഡിസോൾവ് ചെയ്തു. AgCN എന്ന സോൾട്ട് ഡിസോൾവ് ചെയ്തത് S മോൾ പെർ ലിറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ സിൽവർ അയോൺ S മോൾ പെർ ലിറ്റർ ഈസ് ദെയർ. CN മൈനസ് അയോൺ പ്രൊഡ്യൂസ് ചെയ്തതും S മോൾ പെർ ലിറ്റർ തന്നെ. ബട്ട് വി നോ HCN ആരാ? വെരി വീക്ക് ആസിഡാണ്. അപ്പോൾ CN മൈനസ് എന്ന് പറയുന്നത് ബഫറിലിരിക്കുന്ന H+നെ കണ്ടു. ബഫറിലിരിക്കുന്ന H+നെ കണ്ടപ്പോൾ എന്തായി?
അൺഅയണൈസ്ഡ് ആസിഡിലേക്ക് പോയി അവൻ അൺഅയണൈസ്ഡ് ആസിഡ് ആവാൻ നോക്കും. അപ്പോൾ ഇപ്പോൾ CN- അവിടെ S ഇല്ല, എക്സ് HCN ഉണ്ടായി വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ CN- ഇപ്പോൾ സൊല്യൂഷനിനകത്ത് എത്രയുണ്ടാവും? S - X. ക്ലിയർ? AgCN ഡിസോൾവ് ചെയ്ത് S മോൾ പെർ ലിറ്റർ സയനൈഡ് പ്രൊഡ്യൂസ് ചെയ്തു, ഔട്ട് ഓഫ് വിച്ച് X HCN ആയി മാറി. സോ വാട്ട് ഈസ് ദ CN- അയോൺ ഇൻ സൊല്യൂഷൻ? S - X. വാട്ട് ഈസ് H+ കോൺസെൻട്രേഷൻ? H+ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 10⁻⁻⁻ pH അല്ലേ? H+ കോൺസെൻട്രേഷൻ ഈസ് ഓൾവേസ് 10⁻⁻⁻ pH അല്ലേ? ഇപ്പോൾ H+ കോൺസെൻട്രേഷൻ 10⁻³ ആണെങ്കിൽ pH 3. അപ്പോൾ pH 3 ആണെങ്കിൽ H+ കോൺസെൻട്രേഷൻ 10⁻³ സെയിം വേ സൊല്യൂഷൻ്റെ pH വാട്ട് വിൽ ബി H+ കോൺസെൻട്രേഷൻ? 10⁻⁻ pH. Am I right? നമ്മൾ ഈ രണ്ട് ഇക്വേഷനും, ഒന്ന് KSP ഈസ് ഗിവൺ ആസ് വാട്ട്? 2.2 × 10⁻16. അപ്പോൾ ഇതിൻ്റെ KSPയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. എങ്ങനെയായിരിക്കും? KSPൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? വാട്ട് ഈസ് KSP? യു ക്യാൻ റൈറ്റ് KSP ഈക്വൽ ടു Ag പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു CN - അയോൺ കോൺസെൻട്രേഷൻ. Am I right? KSPയുടെ എക്സ്പ്രഷൻ എപ്പോഴും അതാണ്. അതെ, 7.27 ഇക്വേഷനാണ്. ഓക്കെ, Ag പ്ലസ് കോൺസെൻട്രേഷൻ ഇൻറ്റു CN - കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ആണ് KSP. Am I right? Ag പ്ലസ് കോൺസെൻട്രേഷൻ ഇവിടെ എത്രയാണ്? S. CN- കോൺസെൻട്രേഷൻ എത്രയാണ്? S - X. സോ വാട്ട് ഈസ് KSP? S ഇൻറ്റു S - X. All of you please write it. KSP is S into S minus X. അതവിടെ നിൽക്കട്ടെ. ഇനി you know HCN is a weak acid. What will be its Ka? Kaൻ്റെ എക്സ്പ്രഷൻ ഒന്ന് എഴുതൂ. HCN എന്ന ആസിഡിൻ്റെ Kaൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ എങ്ങനെയാണ് എഴുതുക? We know H+ concentration into CN - concentration divided by concentration of HCN. അങ്ങനെയല്ലേ എഴുതുക? സോ Ka ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+, that is 10⁻⁻ pH, into concentration of CN-, that is S - X, divided by concentration of HCN. What is concentration of HCN? X. Am I right? ഇനി ഞാൻ ഡിവൈഡ് ചെയ്യാം ഇക്വേഷനെ. KSP ഡിവൈഡഡ് ബൈ KA. വാട്ട് വിൽ ബി ദാറ്റ്? KSP ബൈ KA എന്ത് കിട്ടും? S ഇൻറ്റു S - X ഡിവൈഡഡ് ബൈ 10⁻⁻ pH ഇൻറ്റു S - X. ഡിനോമിനേറ്ററിലുള്ള എക്സ് ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. സോ ദാറ്റ് നൗ യു ക്യാൻ ക്യാൻസൽ S - X. സോ വാട്ട് റിമൈൻസ്? KSP ബൈ KA ഈക്വൽ ടു SX divided by 10⁻⁻ pH. Am I right? What will be this SX? SX എന്തായിരിക്കും? നിങ്ങൾക്കറിയാം SX എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് എടുക്കാം? ഇതൊന്ന് നോക്കൂ, KSPനെ ഒന്ന് നോക്കൂ നിങ്ങളെല്ലാവരും. വാട്ട് ഈസ് ദിസ് KSP? S ഇൻറ്റു S - X അല്ലേ? യു ജസ്റ്റ് എക്സ്പാൻഡ് ഇറ്റ്. അപ്പം നമുക്ക് എന്തെഴുതാം? KSP ഈസ് ഈക്വൽ ടു S² - SX. എഴുതിയായിരുന്നു അങ്ങനെ? അപ്പോൾ വാട്ട് ഈസ് SX? -SX ഇങ്ങോട്ട് എടുത്തോളൂ. അപ്പോൾ S² - KSP ആണ് SX. സോ വി ക്യാൻ റൈറ്റ് KSP ബൈ KA ഈസ് ഈക്വൽ ടു SXന് വേറെ എന്ത് വയ്ക്കാം? S² - KSP ഡിവൈഡഡ് ബൈ 10⁻⁻ pH. Am I right? ഇനി നമുക്ക് S² അല്ലേ വേണ്ടേ? ആ 10⁻⁻ pH ഇങ്ങോട്ട് എടുത്തോളൂ. യു ക്യാൻ റൈറ്റ് ആസ് വാട്ട്? ഇതൊന്ന് ഞാൻ കളയാം. അപ്പോൾ എന്താ കിട്ടുന്നത് നോക്കൂ. എന്താ? KSP ഡിവൈഡഡ് ബൈ KA ഇൻറ്റു 10⁻⁻ pH പ്ലസ് ആ KSPനെയും കൂടി ഇങ്ങോട്ട് എടുത്തോളൂ. KSP ഈക്വൽ ടു S². നൗ യു ഗോട്ട് ദാറ്റ് റിസൾട്ട് അല്ലേ? നോക്കൂ, ടെക്സ്റ്റിൽ റിസൾട്ട് കിട്ടിയില്ലേന്ന്. നിങ്ങൾ ആ KSPനെ ഔട്ട് സൈഡ് എടുത്തോളൂ. KSPനെ ഔട്ട് സൈഡ് എടുത്താൽ എന്താ കിട്ടുക? 10⁻⁻ pH ഡിവൈഡഡ് ബൈ KA plus 1 equal to S². So what will be S? S will be root of, what will be that? Root of KSP into 10⁻⁻ pH by KA plus 1. This will be solubility. So root of KSP into 10⁻⁻ pH by KA plus 1. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഏതിൽ ചോദിച്ചതാണ്? ലാസ്റ്റിൽ JEE മെയിൻസിന് ചോദിച്ചതാണ്. നമ്മൾ ഫത്താകാണുള്ളത്
ഗുഡ് മോർണിംഗ് ഫത്താഹ്, ഇപ്പോഴാണോ എന്നെ കാണുന്നത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് കിട്ടിയോ? എന്താണ് റൂട്ട് ഓഫ് KSP? നമ്മൾ അബ്ദുൾ ഫത്താഹ് അല്ലേ അത്? അബ്ദുൾ ഫത്താഹ് എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റ് ആണ് അല്ലേ? പഴയ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാൻഡിഡേറ്റ് ആണോ അബ്ദുൾ ഫത്താഹ്? ഇപ്പോഴാണ് നമസ്കാരം പറയുന്നത്. ആണോ അബ്ദുൾ ഫത്താഹ്? ഒന്ന് നോക്കിയേ. അപ്പോൾ റൂട്ട് ഓഫ് KSP ഇൻറ്റു 10⁻⁻⁻ PH/KA+1 ഇതൊന്ന് എടുത്തേ. ഇതെന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഇതിന് ഇക്വേഷൻ ഒന്ന് എഴുതിക്കേ. S = റൂട്ട് ഓഫ് KSP. ഇനി ഒന്ന് ചെയ്തേടാ എല്ലാവരും. റൂട്ട് ഓഫ് KSP എത്രയാ? 2.2 ഇൻറ്റു 10⁻⁻16 ഇൻറ്റു 10⁻⁻PH. 10⁻⁻PH എത്രയാ? PH 3 തന്നിട്ടുണ്ട്. അപ്പം 10⁻³ ഡിവൈഡഡ് ബൈ KA എത്രയാ? 6.2 ഇൻറ്റു 10⁻10. ശരിയല്ലടാ? +1. ഞാൻ ഈ ഡിറൈവ് ചെയ്ത റിസൾട്ടൊക്കെ ശരിയാണോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഇതൊന്ന് ചെയ്ത് ആരോമല വേണ്ട കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഇപ്പോൾ റൂട്ട് ഓഫ് 2.2 ഇൻറ്റു 10⁻16 ഇതിവിടെ നിന്ന് കട്ട് ചെയ്ത് നോക്കുമോ നിങ്ങളെല്ലാവരും? ഈ ക്വസ്റ്റ്യൻ റീസെൻ്റ് ആയിട്ട് ചോദിച്ചാണ്. റിമൈനിങ് പാർട്ട് നിങ്ങൾ തന്നെ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. ചെയ്തോളൂ, ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഫുൾ ചെയ്തിട്ട് ഫൈനൽ ആൻസർ വരെ ചെയ്ത് നോക്കണം. കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 50ലേക്ക് പോവാം. An acidic buffer solution can be prepared by mixing the solution of. Acidic buffer കിട്ടുക എങ്ങനെയാ? With a weak acid with its own salt of a strong base. അപ്പോൾ ഏതായിരിക്കും വരിക? സോഡിയം അസിറ്റേറ്റും അസിറ്റിക് ആസിഡും. സംശയമുണ്ടോ? അടുത്തതിലേക്ക് പോവാം. കാണാവോ ക്വസ്റ്റ്യൻ? സർക്കോണിയം ഫോസ്ഫേറ്റ് ഏതാടാ ടൈപ്പ്? A3B4 ടൈപ്പാണ്. A3B4 ടൈപ്പ് സോൾട്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും വരിക? A3 വെള്ളത്തിൽ കലക്കുമ്പോൾ 3A കിട്ടും. സോലിബിലിറ്റി S ആണെങ്കിലോ 3S, അതിൻ്റെ ക്യൂബ് എടുക്കുക. B4 എന്തെഴുതുക? 4S⁻⁴ എഴുതാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 3 ക്യൂബ് എത്രയാ? 27. 4⁻⁴ എത്രയാ? 256. S⁻7 256 ഇൻറ്റു 27 അല്ലേ? എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 6912. അപ്പോൾ 6912 S⁻7 അതാണ് കിട്ടിയത്. 6912 S⁻7 ആണ് KSP. അപ്പോൾ സോലിബിലിറ്റി എന്തായിരിക്കും? KSP ഡിവൈഡഡ് ബൈ 6912 1/7 എന്ന് കിട്ടും. അപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങളെല്ലാവരും എഴുതിയോ? അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 52 നോക്കിയാൽ സിമ്പിൾ. A എന്ന് പറയുന്നതിൻ്റെ ചാർജ് എത്രയാ? AY പോസിറ്റീവ് ആണ്. അപ്പോൾ KSPൻ്റെ എക്സ്പ്രഷൻ എന്താ? AY പോസിറ്റീവ് X ടൈംസ് BX - Y ടൈംസ്. ക്വസ്റ്റ്യൻ നമ്പർ 53. ക്വസ്റ്റ്യൻ നമ്പർ 53ലേക്ക് പോയിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 53 ഏതാടാ ടൈപ്പ്? CrOH ത്രൈസ്. CrOH ത്രൈസ് ആണ്. അതിൻ്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. 6 ഇൻറ്റു 10⁻31. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺ ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് CrOH ത്രൈസ് വിൽ ബി. എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിച്ചേ. വാട്ട് വിൽ ബി KSP? 6 ഇൻറ്റു 10⁻31. ഇതേതാ ടൈപ്പ്? 420 എത്രയാടാ? 3 ക്യൂബ് അല്ലേ? 27 S⁻4. എങ്ങനെ കിട്ടി? ക്രോമിയം 3+ എത്ര ഉണ്ടാവും സൊല്യൂഷനിൽ? S. OH മൈനസ് കോൺസെൻട്രേഷൻ എത്ര വരും? 3S. എന്താ അതിൻ്റെ എക്സ്പ്രഷൻ? Cr3+ കോൺസെൻട്രേഷൻ ഇൻറ്റു ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ ക്യൂബ്. Cr3+ കോൺസെൻട്രേഷൻ S, ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ 3S, അതിൻ്റെ ക്യൂബ്. സോ 27 S⁻7 ആണ്. 27 S⁻7 ആണിത്. 27 S⁻7 ആണ് സോലിബിലിറ്റി പ്രോഡക്റ്റ് തന്നത്. സോ എന്താ കണ്ടുപിടിക്കേണ്ടത് ഹൈഡ്രോക്സൈഡ് അയോൺ കോൺസെൻട്രേഷൻ എന്ത് വരുന്ന കണ്ടുപിടിക്കേണ്ടത്. ഹൈഡ്രോക്സൈഡ് അയോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ക്ലിയർ? എങ്ങനെയാ? വാട്ട് ഈസ് സോലിബിലിറ്റി എന്ന് ആദ്യം കണ്ടുപിടിക്കാം. S⁻4 എന്തായിരിക്കും? 6 ഇൻറ്റു 10⁻⁻31 ഡിവൈഡഡ് ബൈ എത്ര വരും നോക്കിയേ? 27 വരും. ശരിയല്ലേ? വേണേ നിങ്ങളിതിവിടെ കട്ട് ചെയ്തോ. 2 ഇൻറ്റു 3 ആണിത്. ഈ 3 എടുത്ത് ഇവിടെ കട്ട് ചെയ്താൽ 9. ശരിയല്ലേടാ? അപ്പോൾ 2 ഇൻറ്റു 10⁻31 ഡിവൈഡഡ് ബൈ 9 ആണ് S⁻4 എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളോട് ചോദിച്ചത് ഹൈഡ്രോക്സിൽ അയോണിൻ്റെ കോൺസെൻട്രേഷനാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോലിബിലിറ്റിയാണ്. സോലിബിലിറ്റി അന്നേരം എത്രയാണെന്ന് ചോദിച്ചാൽ 2 ഇൻറ്റു 10⁻31 ഡിവൈഡഡ് ബൈ 9 ഹോൾ റേസ് ടു 1/4 എന്ന് കിട്ടും. പക്ഷേ എനിക്ക് കാണേണ്ടതോ
എനിക്ക് കണ്ടത് ഹൈഡ്രോക്സിൽ അയോണിൻ്റെ കോൺസെൻട്രേഷനാണ്. എടാ ഒരു CrOH ത്രൈസ് ഡിസോൾവ് ചെയ്താൽ എത്ര ഹൈഡ്രോക്സിൽ വരും? 3 എണ്ണം അല്ലേ? ഇപ്പോൾ സോല്യൂബിലിറ്റിയുടെ ത്രൈസ് ആണ് ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ. സോ 3 ടൈംസ് സോല്യൂബിലിറ്റി എടുത്താൽ ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ കിട്ടും. സോ 3 ഇൻറ്റു സോല്യൂബിലിറ്റി എത്രയാ? 2 ഇൻറ്റു 10⁻31 ഡിവൈഡഡ് ബൈ 9 ഹോൾ റേസ് ടു 1/4 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? നിങ്ങൾ ആ 3നെ ഇതിനുള്ളിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഹോൾ റേസ് ടു എത്രയുള്ളത്? 1/4 അല്ലേ? അപ്പോൾ 3നെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ എത്ര ടൈംസ് എടുക്കണം 3നെ? അതായത് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 10⁻31 ഹോൾ ഡിവൈഡഡ് ബൈ 9 ഹോൾ റേസ് ടു 1/4 എന്നും എനിക്ക് എഴുതാം. അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കട്ട് ചെയ്യാം? ഈ 3² ഇവിടെ കട്ട് ചെയ്തേക്കാം. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക? 3 3s are 9 2s are 8. 18 ഇൻറ്റു 10⁻31 ഇൻറ്റു 10 ബി ആണ് ഇവിടെ കിട്ടിയ ആൻസർ. പലരും ബി ആൻസർ അടിച്ചിട്ടുണ്ട്. പ്രണവിന് സി ആണല്ലോ കിട്ടിയേ. സി അല്ലല്ലോ പ്രണവ്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അടുത്തയിലേക്ക് പോയിക്കോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിഷ്ണു കെ വിക്ക് എന്താ കിട്ടിയേ? വിഷ്ണു കെ വിക്ക് സി ആണോ കിട്ടിയേ? എന്താ സി കിട്ടിയത്? സി കിട്ടില്ലല്ലോടാ. എന്തായാലും നമുക്കറിയാം ഇത് ഏത് ടൈപ്പാ? 27s⁴ അല്ലേടാ? 27s⁴. അപ്പോൾ ഇവിടെ തെറ്റിപ്പോയതായിരിക്കും, മാറിപ്പോയതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 54. പെട്ടെന്ന് വാല്യൂ ഓഫ് KSP കണ്ടുപിടിക്കണം. സോലിബിലിറ്റി തന്നിട്ടുണ്ട്. ഏതാ ടൈപ്പ്? 4s³ ടൈപ്പാണത്. 4s³ ടൈപ്പാണ്. അതായത് കാൽസ്യം അയോണ് സോലിബിലിറ്റി എത്രയാണോ അത്ര തന്നെ വരും. ഫ്ലൂറൈഡ് അയോണ് സോലിബിലിറ്റിയുടെ ഡബിൾ വരും, അതിന് സ്ക്വയർ ഇടണം. അപ്പോൾ ഇത് 4s³ ടൈപ്പാണ്. 4 ഇൻറ്റു ഏതാ എസ് 0.5 ഇൻറ്റു 10⁻⁻4ൻ്റെ ക്യൂബ് എടുക്കണം. കിട്ടിയോ? 4 ഇൻറ്റു 0.5ൻ്റെ ക്യൂബ് 0.125 അല്ലടാ, ഇൻറ്റു 10⁻⁻12. അപ്പോൾ 4 ഇൻറ്റു 0.125 എന്ന് പറഞ്ഞാൽ 0.5. 0.5 ഇൻറ്റു 10⁻⁻12 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 10⁻⁻13. സിമ്പിൾ. പെട്ടെന്ന് പോയിക്കേ. ഇതേതാ ടൈപ്പ്? AB3 ടൈപ്പാണ്. അപ്പോൾ ഏതാ വരിക? 27s⁴. 27s⁴. എക്ക് 2. ഇതേതാ ടൈപ്പ്? A2B ടൈപ്പാണ്. A2B ടൈപ്പ് എന്ന് പറഞ്ഞാൽ 4s³ ടൈപ്പ്. ഇത് AB ടൈപ്പാണ്. ഇതേതാ ടൈപ്പ്? A3B2 ടൈപ്പാണ്. A3B2 ടൈപ്പിന് ഇതെന്ന് ഇങ്ങനെ A2B3ക്ക് 108. ഇതാ കറക്റ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 56 നോക്കിയേ. റേഡിയം ഫോസ്ഫേറ്റ്. റേഡിയം ഏതാ? ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. റേഡിയം ആൽക്കലൈൻ എർത്ത് മെറ്റലിൽ പെട്ടതാണ്. റേഡിയം സൾഫേറ്റിൻ്റെ ഫോർമുല അന്നേരം എന്തായിരിക്കും? RaSO4 ആയിരിക്കും. ഇതേതാ ടൈപ്പ്? AB ടൈപ്പ് ഇലക്ട്രോലൈറ്റാണ്. AB ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ KSP എങ്ങനെയാണ് കാണുക? KSP = S². എസ് എത്രയാ തന്നെ? എസ് കണ്ടുപിടിക്കണം അല്ലേ? സോലിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് റേഡിയം സൾഫേറ്റ് തന്നിട്ടുണ്ട്. അതെത്രയാ തന്നെ? 4 ഇൻറ്റു 10⁻11 അല്ലേ? S² തന്നിട്ടുണ്ട് 4 ഇൻറ്റു 10⁻11. റേഡിയം അയോൺ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? റേഡിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു സൾഫേറ്റ് അയോൺ കോൺസെൻട്രേഷൻ മീൻസ് ഇതെന്തായിരിക്കണം? 4 ഇൻറ്റു 10⁻11 പറ്റുള്ളൂ. റേഡിയം സൾഫേറ്റ് ഡിസോൾവ് ചെയ്ത് വരുന്ന സൾഫേറ്റ് കോൺസെൻട്രേഷനും ഓൾറെഡി ഉള്ള സൾഫേറ്റ് കോൺസെൻട്രേഷനും അത് കൂടെ റേഡിയം അയോണിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ യു ഷുഡ് ഗെറ്റ് 4 ഇൻറ്റു 10⁻11. വാട്ട് ഈസ് റേഡിയം അയോൺ കോൺസെൻട്രേഷൻ? കണ്ടുപിടിക്കാം. സൾഫേറ്റ് അയോൺ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? സൾഫേറ്റ് അയോൺ കോൺസെൻട്രേഷൻ ഈസ് 0.1 പ്ലസ് സോലിബിലിറ്റി ഓഫ് വാട്ട്? റേഡിയം സൾഫേറ്റ്. പക്ഷേ റേഡിയം സൾഫേറ്റ് സ്പാരിംഗ്ലി സോലിബിൾ സാൾട്ടാണ്. സോ സൾഫേറ്റ് അയോൺ ഫ്രം റേഡിയം സൾഫേറ്റ് ഈസ് ഇഗ്നോർഡ്. അപ്പോൾ എവിടെ നിന്നുള്ള സൾഫേറ്റ് എടുത്താൽ മതി? സോഡിയം സൾഫേറ്റിൽ നിന്ന് വരുന്ന സൾഫേറ്റ് മാത്രം എടുത്താൽ മതി. This is equal to 4 into 10⁻⁻11. So what will be radium ion concentration? 4 into 10⁻⁻10. ഇതാണ് റേഡിയം അയോൺ കോൺസെൻട്രേഷൻ. സോ ദാറ്റ് ഷുഡ് ബി ദ സോലിബിലിറ്റി അല്ലേ? അടുത്തതിലേക്ക് പോകാം. കോൺസെൻട്രേഷൻ ഓഫ് Ag+ അയോൺ ഇൻ ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് Ag+ തന്നിട്ടുണ്ട്. എത്രയാത്? 1.5 ഇൻറ്റു 10⁻⁻4. You can do in this way. എന്താ കണ്ടുപിടിക്കേണ്ടത്? KSP. What is the expression of KSP? Ag+ ion concentration square into chromate ion concentration. Am I right? What is Ag+ concentration?
Ag plus concentration is 1.5 into 10 raised to minus 4. So what will be the chromate ion concentration? Chromate ion concentration is 1.5 by 2 into 10 to the power of minus 4. Why by 2? എന്തിനാണ് ഞാൻ by 2 എടുത്തതെന്ന് മനസ്സിലായോ? സിൽവർ ക്രോമേറ്റ് ഡിസോൾവ് ചെയ്ത് വന്ന സിൽവറിൻ്റെ കോൺസെൻട്രേഷനാണ് ഇത്. എനിക്കറിയാം സിൽവർ ക്രോമേറ്റ് ഡിസോൾവ് ചെയ്ത് 2 സിൽവർ അയോൺ സൊല്യൂഷനിൽ വരുമ്പോൾ ഒരു ക്രോമേറ്റേ വരുള്ളൂ. സിൽവർ ക്രോമേറ്റ് ഡിസോൾവ് ചെയ്തിട്ട് സിൽവർ അയോൺ വരുന്നതിൻ്റെ പകുതിയേ ക്രോമേറ്റ് ഉണ്ടാവുള്ളൂ സൊല്യൂഷനിൽ. സിൽവർ അയോൺ ഉണ്ടായതാണ് ഇത്. അപ്പോൾ ക്രോമേറ്റ് അയോൺ എത്രയാ? അതിൻ്റെ പകുതി. ഇതിൻ്റെ പ്രോഡക്റ്റാണ് എന്ത്? KSP ആയിട്ട് വരേണ്ടത്. ഇതാണ് KSP എന്ന് പറയുന്നത്. സോ ഇനി ഇങ്ങനെ അല്ലാതെയും ചെയ്യാം, നേരിട്ടും ചെയ്യാം. 4s³ ടൈപ്പ് ആയതുകൊണ്ടും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. 4.5 സ്ക്വയർ ഇൻറ്റു 10 റേസ് ടു മൈനസ് 8 ഇൻറ്റു 0.75 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് മൈനസ് 4. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുന്നുണ്ടാവുക? 1.5 സ്ക്വയർ ഇൻറ്റു 0.75 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് മൈനസ് 12. 0.75 മീൻസ് 3/4. അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? 1.5 മീൻസ് 2.25 അല്ലേ? 2.25 ഇൻറ്റു 0.75 മീൻസ് 3/4. അതിവിടെ വേണമെങ്കിൽ കട്ട് ചെയ്തോളൂ, ഏകദേശം കട്ട് ചെയ്തോളൂ. ഇപ്പം എത്ര കിട്ടും? 7 ഒന്നും ഉണ്ടാവില്ല, 6 ഉണ്ടാവില്ലല്ലോ. എത്രയാ? 4 5s are 20. അപ്പോൾ ബാക്കി 2. 25 6 4 24. 0.56 ഇൻറ്റു 3 അപ്രോക്സ് എന്ന് വെച്ചാൽ 6 3 18, 3 5 15 1 16. 1.68 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് മൈനസ് 12 അടുത്ത് കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കിട്ടും. ഇനി ഇങ്ങനെ അല്ലാതെ ചെയ്തവരുണ്ടാവും. ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്യും? നിങ്ങൾക്കറിയാം, ദിസ് ഈസ് ഓഫ് ദ ടൈപ്പ് A2B. A2B എന്ന് പറയുമ്പോൾ KSP എങ്ങനെയാണ് കാണുക? KSP കാണാൻ നിങ്ങൾക്കറിയാം 2s സ്ക്വയറും ഒരു എസ്സും എടുക്കണം. എന്ന് വെച്ചാൽ 4s³ ആണ് ഇതിൻ്റെ KSP. 4 ഇൻറ്റു s³. എസ് എത്രയാ? എസ് എന്ന് പറയുന്നത് 1.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 ഹാഫ്. അവിടെ തെറ്റിക്കരുത്. അതെങ്ങനെയാണ്? എന്തിനാ ഹാഫ് എടുത്തതെന്ന് മനസ്സിലായോ? ഡിസോൾവ് ചെയ്തത് എത്രയാന്ന് ചോദിച്ചാൽ സൊല്യൂഷനിലുള്ള സിൽവർ അയോണിൻ്റെ പകുതി എടുത്താൽ മതി. ഒരു സിൽവർ ക്രോമേറ്റ് ഡിസോൾവ് ചെയ്താൽ സിൽവർ അയോൺ 2 വരും. സൊല്യൂഷനിലിരിക്കുന്ന സിൽവർ അയോൺ കോൺസെൻട്രേഷൻ്റെ പകുതി എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? അത് ഡിസോൾവ് ചെയ്ത ക്വാണ്ടിറ്റി കിട്ടും. അപ്പം ഡിസോൾവ് ചെയ്തത് എത്ര എന്ന് ചോദിച്ചാൽ സിൽവർ അയോൺ കോൺസെൻട്രേഷൻ ബൈ 2. ഇതേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 58 ഒന്ന് പോവാം വേഗം. എന്താ വേണ്ടത്? സോലിബിലിറ്റി ഇൻ ഗ്രാം പെർ ലിറ്ററാ വേണ്ടേ. സോലിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് AgCl ഗിവൺ. KSP തന്നിട്ടുണ്ട്. സോലിബിലിറ്റി ഇൻ ഗ്രാം പെർ ലിറ്റർ വേണം. അപ്പോൾ ആദ്യം മോളാർ സോലിബിലിറ്റി കാണാം. എങ്ങനെയാണ് കാണുക? നമുക്കറിയാം S² ആണ് ഇത്. AgCl എന്ന് പറഞ്ഞാൽ S ഇൻറ്റു S. S² ഈസ് 1.5625 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് മൈനസ് 10. സോ വാട്ട് വിൽ ബി S? റൂട്ട് ഓഫ് 1.5625 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് മൈനസ് 5 മോൾ പെർ ലിറ്റർ അല്ലേ? ഐ വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഇൻ ഗ്രാം പെർ ലിറ്റർ. മോളാർ മാസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എനിക്ക് മോൾസിനെ ഗ്രാമിലേക്ക് കൊണ്ടുപോകണം. റൂട്ട് ഓഫ് 1.5 സംതിങ്. റൂട്ട് ഓഫ് 1. ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ത് വരുന്നു. റൂട്ട് ഓഫ് 1.5625 ഇൻറ്റു 143.5. യുനോ സിൽവറിന് 108, ക്ലോറിന് 35.5. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 143.5 ആണ് മോളാർ മാസ്. ഇൻറ്റു 10 ടു ദ പവർ ഓഫ് മൈനസ് 5. നിങ്ങൾ ആ 10ന്റെ പവർ നോക്കി നോക്കൂ. ഈ ഡെസിമൽ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിടുമ്പോൾ തന്നെ 10 ടു ദ പവർ ഓഫ് മൈനസ് 3 ആവും. 10 ടു ദ പവർ ഓഫ് മൈനസ് 3 ഉള്ള ഒരു ആൻസർ അല്ലേ ഉള്ളൂ. പിന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 59. പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സോലിബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. സോലിബിലിറ്റി ഇൻ 0.05 മോളാർ AgCl NaCl ആണ് കാണേണ്ടത്. വി നോ ദാറ്റ് Ag പ്ലസ് കോൺസെൻട്രേഷൻ ഇൻ ദ സൊല്യൂഷൻ പ്ലസ് ക്ലോറൈഡ് അയോൺ കോൺസെൻട്രേഷൻ ഇൻ ദ സൊല്യൂഷൻ എടുത്താൽ അതിൻ്റെ KSP കിട്ടണം. 1.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 10 കിട്ടണം. Ag പ്ലസ് അയോൺ സൊല്യൂഷനിൽ എത്ര വരുന്നു കണ്ടുപിടിച്ചാൽ സോലിബിലിറ്റി ആയി. ക്ലോറൈഡ് അയോൺ എങ്ങനെയാണ്? ക്ലോറൈഡ് അയോൺ ഈസ് 0.05. അപ്പോൾ കുട്ടികൾക്ക് സംശയമായി, സിൽവർ ക്ലോറൈഡ് ഡിസോൾവ് ചെയ്ത് വരുന്ന ക്ലോറൈഡ് എടുക്കണ്ട. കാരണം സോഡിയം ക്ലോറൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലോറൈഡിൻ്റെ കൂടെ സിൽവർ ക്ലോറൈഡിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ നെഗ്ലിജിബിളി സ്മോൾ ആണ്. സോ ക്ലോറൈഡ് അയോൺ ഫ്രം NaCl alone ഈസ് ടേക്കൺ.
This is equal to 1.5 into 10 raised to minus 10. So what will be Ag plus concentration? That is 1.5 into 10 raised to minus 10 divided by 5 into 10 to the power of minus 2. 0.3 into 10 raised to minus 8. 3 into 10 raised to minus 9. Question number 60. ഏതാണ് ടൈപ്പ് MX4 ടൈപ്പ്? ഡിസോൾവ് ചെയ്ത MS വരും, X എത്ര വരും? 4S വരും. അത് റേസ് ടു 4 ഇടാൻ മറക്കരുത്. 4 raised to 4 will be what? 256. Question number 61. Not an application of solubility product. All are very important application of solubility product. Which one is not the application? We know predicting the pH of a buffer solution. Question number 62. What about question number 62? Pettanna aikotte. Question number 62. 50 ml 0.01 ml 0.01 molar NaCl, 50 ml 0.01 molar AgNO3 solution are mixed. Solubility product 1.5 into 10 raised to minus 10. No doubt there will be precipitation. എന്താ precipitation വരുന്ന ഉറപ്പിക്കാൻ കാരണം? നിങ്ങൾക്കറിയാം KSP value is 1.5 into 10 raised to minus 10. What about the concentration of Ag plus 0.01, 50 into 0.01? What about here 50 into 0.01? ചെയ്തു നോക്കാതെ തന്നെ നമുക്കറിയാം the concentration of എന്താണ് Ag plus ion concentration into chloride ion concentration is much greater than KSP. So definitely there will be precipitation. Ionic product is greater than solubility product, so precipitation will occur. What about question number 63? പെട്ടെന്നായിക്കോട്ടെ. solubility product of AgCl തന്നിട്ടുണ്ട്. precipitation occur ചെയ്യുന്നത് എപ്പോഴാണ്? ഈക്വൽ വോളിയം മിക്സ് ചെയ്താൽ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, 10 raised to minus 8 by 2 into 10 raised to minus 8 by 2, which is much less than KSP. No precipitation. Second case lo 10 raised to minus 3 by 2 into 10 raised to minus 3 by 2, 10 raised to minus 6 by 4, 0.25 into 10 raised to minus 6, 2.5 into 10 raised to minus 7 is greater than KSP, so there will be precipitation. Question number 64. What about question number 64? Mg plus ion is 0.1 molar. What do you want to find out? We want to find out the pH at which the precipitation occur. What is given? Mg2 plus concentration into OH minus ion concentration square is 1 into 10 to the power of minus 11. That is given. What is Mg2 plus concentration? 0.1 into hydroxyl ion concentration square equal to 10 to the power of minus 11. So what will be hydroxyl ion concentration square? 10 to the power of, what about it? 10 to the power of minus 10. So what will be hydroxyl ion concentration? 10 to the power of minus 5. So what is POH? POH is 5. So what is pH? 14 minus 5. That is 9. Clear? What about question number 65? Come on, do it. What is given? What is minimum concentration of sulfate required to precipitate barium sulfate containing 1 into 10 raised to minus 4 mole? You can correct it as molar. 10 raised to minus 4 molar of barium ion. Barium ion concentration is 10 raised to minus 4 molar. You want to find out minimum concentration of sulfate ion needed. We know barium ion concentration into sulfate ion concentration equal to KSP vannal, there will be starting of precipitation. Adi kudumbo precipitation varum. So barium ion concentration is 10 raised to minus 4. So what will be sulfate ion concentration? Sulfate ion concentration is 4 into 10 to the power of minus 10 divided by 10 to the power of minus 4. So 4 into 10 to the power of minus 6. Simple. Here you see Mn2 plus Fe2 plus Zn2 plus mercuric ion. അവരുടെയൊക്കെ KSP തന്നിട്ടുണ്ട്. ഇവരൊക്കെ ഈ സൊല്യൂഷനകത്തുണ്ട്. Mn2 plus is there, Fe2 plus ഉണ്ട്, Zn2 plus ഉണ്ട്, mercuric ion ഉണ്ട്. You are adding what? You are adding sulfide ions. You are adding the solution. അല്ലേ? ഫസ്റ്റ് ആരാ precipitation നടത്തുക? No doubt precipitation is for mercurous sulfide. Why? Its KSP is too low. അതിൻ്റെ KSP എത്രയോ കുറവാണ്.
അപ്പോൾ വേഗം തന്നെ മെർക്യൂറിക് അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു സൾഫൈഡ് അയോൺ കോൺസെൻട്രേഷൻ പ്രോഡക്റ്റ് ക്യാൻ എക്സീഡ് ഇറ്റ്സ് KSP. ആദ്യം അതാ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക 10⁻⁻23 ഉള്ള ആരാണ് FeS. അങ്ങനെ പോകും. 67 ക്വസ്റ്റ്യൻ നമ്പർ 67 ഒന്ന് വളരെ വിജിലൻ്റ് ആയിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി കുറച്ച് ഹാർഡറായ ചോദ്യങ്ങളാണ്. ഇത്തിരി സമയമെടുക്കും. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എല്ലാവരും. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അയോണിക് ഇക്വിലിബ്രിയം തറോ ആണെന്ന് 100% ഉറപ്പിക്കാൻ പറ്റും. ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോളോ ചെയ്തായിരുന്നോ? എല്ലാ ചോദ്യങ്ങളും ഒരേ ടൈപ്പുള്ള ചോദ്യങ്ങൾ കുറച്ച് ചെയ്തു. നിങ്ങൾ ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ഇപ്പം തന്നെ ഓൾറെഡി കവർ ചെയ്തു. ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തു. ഇനിയുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻ കുറച്ച് ഹാർഡറായ ചോദ്യങ്ങളാണ്. പക്ഷെ നമുക്ക് അതുകൂടി വേഗം ചെയ്തു പോകാം. റെഡിയാണല്ലോ അല്ലേ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. pH of the mixture containing 400 ml 0.1 molar H2SO4, 400 ml 0.1 molar NaOH is approximately 1.3. Do you agree with that? എന്തൊക്കെയാണുള്ളത്? H2SO4 ഉണ്ട്, NaOH ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ റിസൾട്ടിങ് pH അപ്രോക്സിമേറ്റ്ലി 1.3 കറക്റ്റ് ആയിരിക്കും. എന്താ കാരണം? കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. H2SO4 ഡൈബേസിക് ആസിഡ് ആണ്. സോ ഇതിൻ്റെ നോർമാലിറ്റി എടുത്താൽ 0.2 നോർമലാ വരിക. ഇപ്പം എന്തായാലും ഇത് 0.1 നോർമൽ തന്നെയാണല്ലോ. സോ H+ ജയിച്ച് നിൽക്കുകയാണ്. H+ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 400 ഇൻറ്റു 0.2 മൈനസ് 400 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യൂം 400 പ്ലസ് 400 എത്രയാണ്? 800. ഇതല്ലേ വേണ്ടത്? സോ വി ക്യാൻ സേ 400 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ 800 എന്ന് വെച്ചാൽ 0.1/2 എന്ന് വെച്ചാൽ 0.05. Am I right? That means H+ concentration is 5 into 10⁻⁻². So what will be pH? pH equal to 2 minus log 5. 2 minus log 5 is 0.7. So it should be 1.3. So this statement is correct. അല്ലേ? അടുത്തത് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം നമുക്ക്. വാട്ട് അബൌട്ട് സെക്കൻഡ് ഓപ്ഷൻ? അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. നോ ഡൗട്ട്. അറ്റ് 25 degree KW is 10⁻⁻14. ഹയർ ടെമ്പറേച്ചറിൽ KW വാല്യൂ ഇൻക്രീസസ്. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. മോണോബേസിക് ആസിഡ് Ka equal to 10⁻⁻5 has a pH 5. The degree of dissociation is 50%. It's also correct. നമ്മൾ കണ്ടു, if an acid Ha and A- present 50% each. So what will be its pH? We know pH equal to pKa plus log concentration of concentration of A- by concentration of Ha. Henderson equation. Isn't it? A- is equal to Ha എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഈക്വൽ ആകുമ്പോൾ log 1 0. log 1 0 ആണെങ്കിൽ pH equal to pKa. So Ka is 10⁻⁻5. So pH is 5. It's also correct. Le Chatelet principle is not applicable to. No. Common ion effect is basically from Le Chatelet principle. So A, B, C are correct. What about question number 68? 68ലേക്ക് ഒന്ന് പോയേ. AC ഒന്ന് നോക്കാം. എന്തൊരു പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, കുട്ടികൾക്ക് കാണാവോ? സ്ട്രോങ്ങസ്റ്റ് ആസിഡ് കണ്ടുപിടിച്ചോ? ഇതില് ഏതാ? ഇതിലെ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആരൊക്കെ ആൻസർ പറയണ്ടല്ലോ? ഇതിലെ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് നോ ഡൗട്ട് ദർ ഈസ് 3CN ഗ്രൂപ്പ്. അവനാണ് ഹൈലി ഇലക്ട്രോൺ വിഡ്രോയിങ്. അവനോളം ഇലക്ട്രോൺ വലിക്കാൻ ക്ലോറിന് പറ്റുമോ? ഇല്ലല്ലോ. അടുത്തതിലേക്ക് പോയിക്കോട്ടെ. സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 69 എന്ന് പറഞ്ഞേ.
Question number 69. pH എന്ത് വരണം? pH close to 1. pH close to 1 വരണമെങ്കിൽ ഇതിലേതായിരിക്കും ഫസ്റ്റ് വണ്? ഇതിലാരാ ജയിച്ച് നിൽക്കുന്നത്? HCl. അപ്പോൾ അതിൻ്റെ H+ കോൺസെൻട്രേഷൻ ഒന്ന് കണ്ടുപിടിച്ചേ. m × V of acid 5.5 minus 4.5 divided by 100. അപ്പോൾ എന്താ കിട്ടിയേ? ഫസ്റ്റ് വണ്ണിന് pH 2 ആ കിട്ടുക. സെക്കൻഡ് വണ്ണെന്ന് നോക്കിയടാ. സെക്കൻഡ് വണ്ണിന് എന്താ വരണേന്ന്? 75 ml 5/m എന്താണ്? ബി ഓപ്ഷൻ കറക്റ്റ് ആണോ നോക്കിയേ. 75 × 1/5 മൈനസ് 25 × 1/5 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര കിട്ടും ഇത്? 15 മൈനസ് 5. കറക്റ്റാണ്. 10/100 എന്ന് വെച്ചാൽ 10⁻⁻1. സോ pH ഈസ് 1. കറക്റ്റ് ഓപ്ഷൻ ബി അല്ലേ കിട്ടിയേ. അടുത്തേക്ക് പോയിക്കോട്ടെ. ഇതിലേതാ ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. എവിടെയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉള്ളത്? BCH3 ത്രൈസിലാണ്. അവന് ഓക്റ്ററ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അവൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ. സോ ലൂയിസ് ആസിഡ്. ക്ലിയർ? 71 നോക്കിയാലോ. വാട്ട് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 71? എന്താ കണ്ടുപിടിച്ചിരിക്കണേ? pKb ഓഫ് അമോണിയ സൊല്യൂഷൻ 4.75. pH ഓഫ് ദ മിക്സ്ചറാണ് കണ്ടുപിടിക്കണ്ടേ. ഇവിടെ 50 ml 0.2 മോളാർ അമോണിയ സൊല്യൂഷൻ, 25 ml 0.2 മോളാർ HCl ഉണ്ട്. pKb ഓഫ് അമോണിയ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. എടാ ഇതേതാ ബഫർ? ബേസിക് ബഫറാണ് അല്ലേ? ഇത് ബേസിക് ബഫറാണ്. അമോണിയ ഉണ്ട്. ഇത് ബഫറാണോ എന്നൊരു സംശയമുള്ളവരുണ്ടാവും ചിലപ്പോൾ. 50 × 0.2 മോളാർ അമോണിയ സൊല്യൂഷനും 25 × 0.2 മോളാർ HCl. നിങ്ങൾ ഒഴിച്ച HCl മുഴുവൻ ആരായി കഴിഞ്ഞു? സോൾട്ടായി അല്ലേ? എന്നിട്ട് ബാക്കി ആരുണ്ട്? അമോണിയ ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ആരാളുള്ളത്? സൊല്യൂഷനകത്ത് അമോണിയം ഹൈഡ്രോക്സൈഡും ഉണ്ട്, പിന്നെയോ അമോണിയം ക്ലോറൈഡും ഉണ്ട്. ഇതേതാ? ബേസിക് ബഫറാണ്. അപ്പോൾ ബേസിക് ബഫറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? POH = pKb + log salt concentration divided by base concentration. pKb 4.75 log ജനറേറ്റ് ചെയ്ത സാൾട്ട് എന്തിന് ഈക്വാലൻ്റ് ആണ്? നിങ്ങൾ ആഡ് ചെയ്ത HCl ഈക്വാലൻ്റ് ആണ്. സോ 25 × 0.2 ഡിവൈഡഡ് ബൈ റിമൈനിങ് ബേസ് എത്രയുണ്ടാവും? 50 × 0.2 ആണ് ഒറിജിനലി ഉള്ളത്, മൈനസ് അതിൽ നിന്ന് 25 × 0.2 പോയി. കാരണം ഹാഫ് ഓഫ് ദ ബേസ് കൺവേർട്ടഡ് ഇൻ ടു സോൾട്ട്. പകുതി ബേസും ഉണ്ട്, പകുതി സാൾട്ടും ഉണ്ട്. അപ്പോൾ ബേസ് ബൈ സോൾട്ട് log 1 0. അപ്പോൾ POH എത്രയാണ്? 4.75. സോ വാട്ട് വിൽ ബി pH? 14 മൈനസ് 4.75 9.25. അടുത്ത നോക്കിയേ. ഹൈഡ്രാസോയിക് ആസിഡ്. ഹൈഡ്രാസോയിക് ആസിഡിൻ്റെ റിമാർക്കബിൾ പോയിന്റ്, ദർ ആർ 3 linear nitrogen അല്ലേ? 3 linear nitrogen ഉണ്ട് ഹൈഡ്രാസോയിക് ആസിഡിൽ. സോ ദ സ്പീഷീസ് ഈസ് അസൈഡ്. അസൈഡ് ആനയോൺ ആണ്. ക്ലിയർ? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു 1 liter aqueous solution of HCl with pH = 1? pH = 1 means H+ concentration 10⁻⁻1. pH = 2 means H+ concentration 10⁻⁻2. ചോദ്യം എന്താണ്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ടു ബി ആഡഡ്? വി നോ ദാറ്റ് M1V1 = M2V2 ഡൈല്യൂഷൻ ഫോർമുല. M1, what is M1? Initial molarity 0.1, initial volume 1 liter. Final molarity 0.2, final molarity 0.01. Final volume you want to find out. So what will be final volume? 10 liter. അപ്പോൾ 10 ലിറ്റർ ഭാഗ്യത്തിന് ഇല്ല, ഉണ്ടെങ്കിൽ കുട്ടികളെ ആൻസർ ചെയ്ത് കളയും. 10 ലിറ്റർ ആണോ വെള്ളം ചേർത്തത്? ഒറിജിനലി ദർ ഈസ് 1 liter. അതിനകത്ത് വെള്ളമൊഴിച്ച് 10 ലിറ്റർ ആക്കി. സോ വാട്ട് ഈസ് ദ വോളിയം ഓഫ് വാട്ടർ ആഡഡ്? 9 liter. ഇതൊന്ന് പറഞ്ഞേ. NaOH is a strong base. Okay. What will be the pH of 5 × 10⁻⁻2 molar NaOH solution? എങ്ങനെ കാണും?
Simple. What is POH? What is OH minus concentration? 5 into 10 raised to minus 2. So what is POH? 2 minus log 5. So what is pH? 14 minus of 2 minus log 5. 14 minus 2, 12. 12 plus log 5, 12.7. Question number 75. What is the Kw? Kw is 10 to the power of minus 13.6. Isn't it? We know that pH plus POH should be equal to pKw. That you know. pH of the solution is given. What is pH? We want to find out pH, right? OH minus concentration എത്രയാണ്? OH minus concentration 10 raised to minus 4. So what will be H plus concentration? Kw divided by OH minus concentration. Kw is what? Kw is 10 to the power of minus 13.6. So what will be H plus concentration? 10 raised to minus 9.6. Am I right? So what will be POH? Oh, sorry, what will be pH? 9.6. Clear? 76. What do you want to find out? Proton affinity. You just take acid strength of the conjugate acid here. What are the conjugate acid of the first option? Hydrogen iodide, hydrogen fluoride, hydrogen sulfide, ammonia. Among them, which is the most acidic? No doubt, hydrogen iodide is most acidic. That means it is the weakest conjugate base. അതിൻ്റെ അർത്ഥം അതിന് എച്ച് പ്ലസിനെ മേടിക്കാൻ ഇഷ്ടമല്ല. സോ ഐ മൈനസ് ഈസ് എ വീക്കസ്റ്റ് conjugate base. As stronger the acid, weaker the conjugate base. Weaker the conjugate base എന്ന് പറഞ്ഞാൽ it possesses less proton affinity. H പ്ലസ് മേടിക്കാൻ ഇഷ്ടമല്ല. സോ ഈ കൂട്ടത്തിലെ ബേസ് ആയിരുന്നു അമോണിയ, അല്ലേ? എന്ന് വെച്ചാൽ ലീസ്റ്റ് അസിഡിക് ആണ് അമോണിയ. അതിൻ്റെ അർത്ഥം NH2 മൈനസ് ഈ സ്ട്രോങ് ബേസ് possess very strong proton affinity. Question number 77. Correct order of the acid strength. Which is most, this is repeating question. This is super acid, I told you. Then comes positive species. 4, 2. Correct answer is C. Clear? അടുത്തലേക്ക് പോയിക്കോട്ടെ. Question number 78. pH is equal to what? pH equal to 5.4. What do you want to find out? H plus concentration in mole per liter. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടോ? എല്ലാവരും സ്ലോ ആയല്ലോ അല്ലേ? എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടോ? വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇപ്പം തന്നെ, അല്ലേ? pH equal to 5.4. എന്ത് വരും? pH 5.4 ആണെങ്കിൽ H പ്ലസ് കോൺസെൻട്രേഷൻ എങ്ങനെ കാണും? വി നോ H പ്ലസ് കോൺസെൻട്രേഷൻ കാണണം. വി നോ നെഗറ്റീവ് ലോഗ് H പ്ലസ് കോൺസെൻട്രേഷൻ ആണ് pH. നെഗറ്റീവ് ലോഗ് H പ്ലസ് കോൺസെൻട്രേഷൻ ഈസ് pH. ഇറ്റ് ഈസ് ഗിവൺ ആസ് 5.4. സോ ലോഗ് H പ്ലസ് കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു വാട്ട്? നെഗറ്റീവ് 5.4. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വാട്ട്? നെഗറ്റീവ് 5.4 എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് 5 പ്ലസ് നെഗറ്റീവ് 0.4 ആണ്, അല്ലേ? അപ്പം നമ്മൾ അല്ലേ നെഗറ്റീവ് 5 പ്ലസ് നെഗറ്റീവ് 0.4 ആണ്. നമുക്കറിയാം ആൻറ്റി ലോഗ് എടുക്കാൻ പറ്റുമോ? നെഗറ്റീവ് 0.4ന് ആൻറ്റി ലോഗ് എടുക്കാൻ പറ്റില്ല. മാൻറ്റിസ പാർട്ട് പോസിറ്റീവ് ആക്കിയാലേ ആൻറ്റി ലോഗ് എടുക്കാൻ പറ്റൂ. അപ്പം നമ്മളൊരു ടെക്നിക്ക് എന്താ പഠിച്ചേ? വി ആഡ് 1 മൈനസ് 1. അപ്പോഴോ നെഗറ്റീവ് 5ഉം നെഗറ്റീവ് 1ഉം എന്താ? നെഗറ്റീവ് 6. അതിന് ബാർ 6 എന്നിടാം. പിന്നെ നെഗറ്റീവ് 0.4ഉം പോസിറ്റീവ് 1ഉം വലുതിൻ്റെ സൈന് ചേർത്ത് വ്യത്യാസം കണ്ടു. അപ്പം നെഗറ്റീവാണോ പോസിറ്റീവാണോ? പോസിറ്റീവ് 0.6. ഇനി നമുക്ക് ആൻറ്റി ലോഗ് കാണാം. ആൻറ്റി ലോഗ് ഓഫ് ബാർ 6.6. ആൻറ്റി ലോഗ് ബാർ 6 എത്രയാണ്? 10 raised to minus 6. ആൻറ്റി ലോഗ് 0.6 എത്ര വരും? 0.6021 ആരുടെ ലോഗാണ്? 4ൻ്റെ. അപ്പോൾ 4 into 10 to the power of minus 6 വരും. Question number 79. കോഞ്ചുഗേറ്റ് ബേസ് കണ്ടുപിടിക്കണം. കോഞ്ചുഗേറ്റ് ബേസ് കിട്ടാൻ വീണ്ടും എച്ച് പ്ലസ് റിമൂവ് ചെയ്യണം. ഇതിൽ നിന്ന് വീണ്ടും എച്ച് പ്ലസ് റിമൂവ് ചെയ്താൽ O2 മൈനസ് കിട്ടും. കോഞ്ചുഗേറ്റ് ആസിഡ് ആണെങ്കിൽ H2O ആണ്. Question number 80. pH plus POH 14 for all aqueous solution. ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ at 25 degrees C it is okay. pH of this is apparently wrong. 10 raised to minus 8 മോളാർ HClന്റെ pH 6.96 ആണ്. കാരണം ആസിഡാണ്. എല്ലാ ആസിഡിക് സൊല്യൂഷൻ്റെയും pH സ്ലൈറ്റ്ലി ലെസ് ദാൻ 7 ആയിരിക്കും, അല്ലേ? സോ ദിസ് ഈസ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്.
The other two are familiar statements. Question number 81 നോക്കിയേ. സിൽവർ ബ്രോമൈഡിന്റെ KSP തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ സിൽവർ അയോൺ കോൺസെൻട്രേഷൻ ഇൻ ദ സൊല്യൂഷൻ ഇൻറ്റു ബ്രോമൈഡ് അയോൺ കോൺസെൻട്രേഷൻ ഇൻ ദ സൊല്യൂഷൻ ഷുഡ് ബി 5 × 10⁻⁻13. Potassium, the quantity of potassium bromide to be added to 1 liter 0.05 molar solution of silver nitrate to start the precipitation of AgBr. Silver ion is already what? 0.05 ഉണ്ട്. എത്ര ബ്രോമൈഡ് അയോൺ കോൺസെൻട്രേഷൻ വരണമെന്ന് കണ്ടുപിടിക്കാം അല്ലേ? സോ വാട്ട് വിൽ ബി ബ്രോമൈഡ് അയോൺ കോൺസെൻട്രേഷൻ ഫോർ precipitation? 5 × 10⁻⁻13 divided by 5 × 10⁻². That is 10⁻⁻11 മോൾ പെർ ലിറ്റർ. ഇത്ര മോൾ പെർ ലിറ്റർ ബ്രോമൈഡ് വരണം. ഒരു ബ്രോമൈഡ് വരണമെങ്കിൽ 1 kBr വേണ്ടേ? അപ്പോൾ എത്ര kBr വേണം? 10⁻11 മോൾ പെർ ലിറ്റർ kBr വേണം. എത്ര ഗ്രാം വേണമെന്നാണ്. സോ 10⁻11 ഇൻറ്റു ഇറ്റ്സ് മോളാർ മാസ്. പൊട്ടാസ്യം ബ്രോമൈഡിൻ്റെ മോളാർ മാസ് 120. So 1.2 × 10⁻⁻9 will be the answer, right? Question number 82. Rain is accompanied by a thunderstorm. During lightning, nitrogen combines with oxygen and it is converted into nitric oxide followed by nitrogen dioxide. Nitrogen dioxide is an acidic oxide. So, മഴവെള്ളത്തിൻ്റെ acidity കൂടും. Acidity കൂടും എന്തായിരിക്കും? pH will be slightly less. ഏതായിരിക്കും ആൻസർ? സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ തണ്ടർസ്റ്റോം ഈസ് നോട്ട് ദെയർ. അപ്പം റെയിൻ വാട്ടറിൻ്റെ പി എച്ച് എപ്പോഴായിരിക്കും കൂടുക? ഇടിമിന്നൽ ഇല്ലാത്ത സമയത്താണ് കൂടുക. ശരിയല്ലേ അവർ കൊടുത്തത്? അടുത്തത്, സ്പീഷീസ് ആക്ടിങ് ആസ് ബോത്ത് ബ്രോൺസ്റ്റഡ് ആസിഡ് ആൻഡ് ബേസ്. പ്ലസ് കൊടുക്കാനും വാങ്ങാനും പറ്റുന്നത്. ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ കണ്ടാൽ അറിയാം HSO4- ആണ്. പഴയ ഒരു ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ നിങ്ങൾക്കറിയാം NH3 എന്താവാം? കോൺജുഗേറ്റ് ആസിഡ് എഴുതാം NH4+. അതിന് കോൺജുഗേറ്റ് ബേസ് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചത് അതല്ല. H2SO4ഉം SO4 2- ഈസിയർ ആയിട്ട് ഫോം ചെയ്യാം. ദർ ഈസ് മോർ ദാൻ ആൻസർ. പക്ഷേ OH- വീണ്ടും H+ എടുത്ത് O2- ആക്കാം. പക്ഷേ ഇവിടെ എക്സ്പെക്ട് ചെയ്തത് അതായിരിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ആൻസറാണ് ഞാൻ മാർക്ക് ചെയ്തത്. HCN അതിൻ്റെ വീക്കസ്റ്റ് ആസിഡ് ആണെന്നറിയാം. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് സ്ട്രോങ്ങസ്റ്റ് ബേസ്? ഈ കൂട്ടത്തിലെ സ്ട്രോങ്ങസ്റ്റ് ബേസ് ആരാന്നറിയാവോ? വീക്കർ ദ ആസിഡ്, സ്ട്രോങ്ങർ ദ കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് കോൺജുഗേറ്റ് ബേസ് ആരാ? CN- ആണ്. ഡോണ്ട് ഫോർഗെറ്റ് HFും HNO2 എടുത്താൽ HF ഈസ് സ്ട്രോങ്ങർ ആസിഡ്. HF സ്ട്രോങ്ങർ ആസിഡ് ആണെങ്കിൽ F- ഈസ് വീക്കർ. ഓക്കെ, അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 85. ക്വസ്റ്റ്യൻ നമ്പർ 85ൽ എന്താണ്? 5 ഗ്രാം അസിറ്റിക് ആസിഡ് 7.5 ഗ്രാം സോഡിയം അസിറ്റേറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തു. ഈക്വൽ ആൻഡ് വോളിയം മെയ്ഡ് അപ്പ് ടു 500 ml. Ka തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ റിസൾട്ടിംഗ് pH? എന്തുവാണ്? ആസിഡും ഉണ്ട് ബേസും ഉണ്ട്. 7.5 ഗ്രാം സോഡിയം അസിറ്റേറ്റ് ആണ്. ആസിഡും ബേസും അല്ല. ഒരു വീക്ക് ആസിഡ് ഉണ്ട്, ഇറ്റ്സ് ഓൺ സോൾട്ട് ഓഫ് എ സ്ട്രോങ് ബേസ് ഉണ്ട്. സോ ദ സിസ്റ്റം ഈസ് അസിഡിക് ബഫർ. അസിഡിക് ബഫറിൻ്റെ pH എങ്ങനെ കാണും? pH = pKa പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ. വാട്ട് അബൌട്ട് സോൾട്ട് കോൺസെൻട്രേഷൻ? 7.5 ഗ്രാം സോഡിയം അസിറ്റേറ്റ് ആണ്. സോ 7.5 ഡിവൈഡഡ് ബൈ വാട്ട് അബൌട്ട് സോഡിയം അസിറ്റേറ്റ് മോളാർ മാസ്? സോഡിയം അസിറ്റേറ്റിന് അസിറ്റിക് ആസിഡ് 60 അല്ലേ? അതിൻ്റെ ഹൈഡ്രജൻ പോയാൽ 59. 23 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 82 എന്നാണ് കിട്ടിയത്. 7.5/82 ഡിവൈഡഡ് ബൈ എന്തുവരും? പിന്നെ ആരാളുള്ള 5 ഗ്രാം അസിറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ 5/60 അല്ലേ? റേഷ്യോ എടുക്കുമ്പോൾ ഇങ്ങനെ വരും. പിടി കിട്ടിയോ? pH ഓഫ് ആൻ അസിഡിക് ബഫർ ഈസ് pKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്. 4.76 പ്ലസ് ലോഗ് 7.5/8.2 ആണോ? 5/60 ആയിരിക്കുമോ വലുതുണ്ടാവുക? നിങ്ങൾക്ക് എന്തായിരിക്കും കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവുക? എന്തായാലും ഇതിൻ്റെ ന്യൂമറേറ്റർ പാർട്ട് ഡിനോമിനേറ്ററിനേക്കാൾ കൂടുതലാണ് അല്ലേ? ഇത് നോക്കൂ, ഇത് 1/12 എന്ന് കിട്ടും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ന്യൂമറേറ്റർ ഹയറാണ് എന്ന് വെച്ചാൽ ലോഗ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. എന്ന് വെച്ചാൽ 4.76 ഗ്രേറ്റർ ആണ്.
എന്ന് വിചാരിച്ച് കയറി 5-ലൊന്നും എത്തില്ല. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഡി ആയിരിക്കും അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 86 ഒന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 86, 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് ആസിഡ് HQ 3 ആണ്, pH 3 ആണ്. pH 3 എന്ന് കേട്ടത് എന്താ ഓർമ്മ വന്നേ? H+ കോൺസെൻട്രേഷൻ 10⁻³ എന്നാ ഓർമ്മ വന്നേ അല്ലെ. H+ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ വന്നേ? √KA/C എന്നാ ഓർമ്മ വന്നേ. KA ആ കണ്ടുപിടിക്കണ്ടേ, പ്രീവിയസ് ക്വസ്റ്റ്യനാ. എങ്ങനെ കാണും KA? സ്ക്വയർ എടുത്താൽ 10⁻6 KA/C, C 0.1 ആ. അപ്പൊ KA എത്രയാ? 10⁻5 ആ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. HCN തന്നിട്ടുണ്ട്. ഓക്കെ, ദീസ് ഇക്വിലിബ്രിയ നൗ ഫോളോയിങ് ഓർഡർ റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെങ്ത് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. HCN നമുക്കറിയാം. ഇതിൽ ഏതൊക്കെ സ്പീഷീസ് ഉണ്ട്? OH- ഉണ്ട്, CN- ഉണ്ട്, H2O ഉണ്ട്. ഇതിൽ ആരായിരിക്കും ബേസിന്റെ സ്ട്രെങ്ത് കൂടിയത് എന്നാണ് നിങ്ങൾക്കറിയാം. ഇതിന് കോഞ്ചുഗേറ്റ് ആസിഡ് എടുത്തു നോക്കൂ. വെള്ളവും HCN നോക്കുകയാണെങ്കിൽ HCN അല്ലേ മോർ അസിഡിക്? HCN ഒരു ആസിഡാണ്. അപ്പോൾ HCN ആണ് വെള്ളത്തേക്കാൾ മോർ അസിഡിക്. അപ്പോൾ ബേസിൽ ആരാ സ്ട്രോങ്? OH- ഈസ് സ്ട്രോങ്ങർ ദാൻ CN- അല്ലേ. ഈ ചോദ്യം ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. എന്താ കാരണം എന്നറിയോ? ഓർഗാനിക് കെമിസ്ട്രിയിൽ ന്യൂക്ലിയോഫിലിസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ തെറ്റിക്കരുത് കേട്ടോ. ന്യൂക്ലിയോഫിലിസിറ്റി നേരെ റിവേഴ്സ് ആണ്. CN- ഈസ് മച്ച് പവർഫുൾ ന്യൂക്ലിയോഫൈൽ ദാൻ OH-. മറക്കരുത്. പക്ഷേ ബേസിക് സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് OH-നേക്കാൾ വീക്കാണ് CN-. എന്താ കാരണം നിങ്ങൾക്കറിയാം. HCN ആസിഡാണ്. H2O പ്രാക്ടിക്കലി ന്യൂട്രൽ ആയിട്ട് എടുക്കുക. H2O-നേക്കാൾ അസിഡിക് നേച്ചർ HCN-ന് കൂടും. HCN അസിഡിക് നേച്ചർ കൂടുമ്പോൾ CN- കോഞ്ചുഗേറ്റ് ബേസ് സ്ട്രെങ്ത് OH-നേക്കാൾ കുറയും. ക്വസ്റ്റ്യൻ നമ്പർ 88 നോക്കിയേ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട്? KA = C alpha square. What is C? 0.1. What is alpha square? അല്ലേ, 0.1 into alpha square അല്ലേ വേണ്ടേ? ആൽഫ എത്രയാന്ന് കണ്ടുപിടിച്ചോ? എന്താ തന്നിരിക്കുന്നത്? pH ഓഫ് 1 മോളാർ സൊല്യൂഷൻ ഈസ് 5 എന്ന് വെച്ചാൽ H+ കോൺസെൻട്രേഷൻ എത്രയാ? H+ കോൺസെൻട്രേഷൻ 10⁻⁵. H+ കോൺസെൻട്രേഷൻ എന്ന് കേട്ടപ്പോൾ എന്താ ഓർമ്മ വന്നേ? ഇതിങ്ങനെ പോകേണ്ട കാര്യമില്ല. H+ കോൺസെൻട്രേഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ √KAC ഓർമ്മ വന്നതല്ലേ നമുക്ക്. അപ്പം ഇങ്ങനെ പോകേണ്ട കാര്യമില്ല. H+ കോൺസെൻട്രേഷൻ ഈസ് √KAC. അപ്പോൾ KAC 10⁻10. അപ്പോൾ C1 ആണല്ലോ. അപ്പോൾ KA 10⁻10. ക്വസ്റ്റ്യൻ നമ്പർ 89, പെർസെൻറ്റേജ് ഓഫ് പിരിഡിൻ ദാറ്റ് ഫോംസ് പിരിഡിനിയം അയോൺ. പിരിഡിനിയം അയോൺ ആവുകയാണ് അല്ലേ. എന്ന് വെച്ചാൽ ബേസ് തന്നെയാണ്. പിരിഡിൻ ഈസ് എ ബേസ്. നമുക്കറിയാം പിരിഡിനിയം അയോണായിട്ട് മാറുന്നു. ഇപ്പോൾ വാട്ടറിലാണെങ്കിൽ OH- ജനറേറ്റ് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാം. എന്താ തന്നിരിക്കണേ? പെർസെൻറ്റേജ് ഓഫ് പിരിഡിൻ ദാറ്റ് ഫോംസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. 0.1 മോളാർ അക്വസ് പിരിഡിനിയം സൊല്യൂഷൻ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? വി നോ ആൽഫ ഈസ് ഈക്വൽ ടു √KB/C എടുത്താൽ മതി. ആൽഫ ഈസ് ഈക്വൽ ടു √KB/C എടുത്താൽ മതി. വാട്ട് ഇസ് KB? 1.7 into 10⁻⁹. വാട്ട് ഇസ് C ഹിയർ? 0.1. അപ്പോൾ 1.7 into 10⁻⁻8ന്റെ റൂട്ട് എടുത്താൽ ആൽഫ കിട്ടും. 1.7ന്റെ റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നിയർലി 1.4 എടുക്കാം അല്ലേ. നിയർലി അല്ലെ 1.3 എടുക്കാം. അപ്പോൾ 169 അല്ലേ വരിക? 13². ഓക്കെ, അപ്പോൾ 1.3 into 10⁻⁻4. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100. അപ്പോൾ 1.3 into 10⁻². ക്ലിയർ? ഇതിലേതാ ബഫർ? നിങ്ങൾക്കറിയാം 0.1 മോളാർ HCl, 0.1 മോളാർ NaOH ന്യൂട്രലാണ്. 50 ml ഇത് നോക്കേണ്ട കാര്യമില്ല. ഇത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇത് നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? NaOH ആണ് കൂടുതൽ. നമുക്ക് എന്ത് വേണം? ആസിഡും വേണം, അവൻ്റെ സാൾട്ടും വേണം. അത് നോക്കണ്ട. C നോക്കിയാലോ? C നോക്കിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമില്ല. കാരണം എന്താ? കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ, മുഴുവനും സോൾട്ടായി, സോഡിയം അസിറ്റേറ്റായി. ഡി ഓപ്ഷനോ? ഡി ഓപ്ഷൻ ബേസിക് ബഫർ. അല്ലേലും ചോദിച്ചത് ബേസിക് ബഫർ എന്തെന്നാണ്. അപ്പോൾ വീക്ക് ബേസും ഇറ്റ്സ് ഓൺ സാൾട്ടും ഉണ്ടാവണ്ടേ. ഇവിടെ വീക്ക് ബേസ് 200 ml
0.1 മോളാർ അമോണിയം ഹൈഡ്രോക്സൈഡിൽ HCl ആഡ് ചെയ്യുമ്പോൾ എന്താവും 100 ml ന്യൂട്രലായി പോവും. അപ്പോൾ പിന്നെ ബാക്കി 100 ml 0.1 മോളാർ അമോണിയം ഹൈഡ്രോക്സൈഡും കാണും, പിന്നെയോ അമോണിയം ക്ലോറൈഡും ഉണ്ടാവും സൊല്യൂഷനിൽ. സോ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബിക്കം എ ബേസിക് ബഫർ. ക്വസ്റ്റ്യൻ നമ്പർ 91 എന്താ വേണ്ടേ? അസ്യൂമിംഗ് ദാറ്റ് ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് ഈസ് സ്മോൾ, pH of 0.1 molar solution of sodium acetate will be. Sodium acetate ഏത് സോൾട്ടാ? Sodium acetate, a salt of a weak acid with a strong base. So pH greater than 7 or less than 7? pH should be greater than 7. So 7 plus half of, come on, pKa plus log C. അല്ലേ? pKa 5 plus log C, log 10 raised to minus 1. 7 plus half of 4 minus 1, 5 minus 1 is 4. So it will be 9. 92. Sodium hydroxide to a weak acid HA results a pH of, what is the pH of the buffer? 6. Ionization constant of HA is given. We know that pH equal to pKa plus log salt concentration divided by acid concentration. What is the pH? 6. pKa 5. So what should be this ratio? എന്താ കിട്ടണം? ഇത് മുഴുവൻ 1 കിട്ടണം. അപ്പോൾ ലോഗ് സോൾട്ട് ബൈ ആസിഡ് 1 കിട്ടണം. അപ്പോൾ സോൾട്ട് ബൈ ആസിഡ് എന്തായിരിക്കണം? 10 റേഷ്യോ സോൾട്ട് ടു ആസിഡ് ആണ് ചോദിച്ചത്. അപ്പോൾ 10:1 വരണം. പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിച്ചാൽ തെറ്റിക്കരുത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 93 നോക്കിയേ. ഏതാണ്? 0.02 മോളാർ അമോണിയം ക്ലോറൈഡ് സോൾട്ട്. അമോണിയം ക്ലോറൈഡ് സോൾട്ട് ഏതാണ്? സോൾട്ട് ഓഫ് എ വീക്ക് ബേസ് വിത്ത് എ സ്ട്രോങ് ആസിഡ്. അപ്പോൾ എങ്ങനെയാ pH കാണുക? pH ഈക്വൽ ടു ഏത് സോൾട്ടാണ്? ആസിഡ് വീക്ക് ആണോ സ്ട്രോങ് ആണോ? ആസിഡ് സ്ട്രോങ് ആണ്. അപ്പോൾ pH 7 കുറയോ കൂടുവോ? 7 കുറയും. മൈനസ് ഹാഫ് ഓഫ് pKb പ്ലസ് ലോഗ് സി. എത്രയാണ് pKb? kb എത്രയാ? 10 raised to minus 5. pKbയോ 5 പ്ലസ് ലോഗ് സി. എത്രയാ സി തന്നിരിക്കുന്നത്? 2 × 10 raised to minus 2. 7 minus half of 5 plus log 2 × 10 raised to minus 2. എങ്ങനെ എഴുതാം? log 2 is 0.3. So 0.3 minus 2. 7 minus half of 5 plus എന്ത് വരും? 1 അല്ല മൈനസ് അല്ലേ വരാ? 5.3 minus 2 എന്നല്ലേ കിട്ടിയേ? എന്ന് വെച്ചാൽ 3.3. അതിൻ്റെ പകുതിയല്ലേ വേണ്ടേ? 3.3ൻ്റെ പകുതി എടുത്ത് സബ്സ്ട്രാക്ട് ചെയ്താലോ? 1 2 6 3 1.65 കുറയ്ക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്തായിരിക്കും? 5.35. Am I right? ക്വസ്റ്റ്യൻ നമ്പർ 94 എന്ന് എടുത്തേ. ഏതാ? MX2 ടൈപ്പാണ്. കോൺസെൻട്രേഷൻ ഓഫ് M2 പ്ലസ് അയോൺ ഇൻ അക്വസ് സൊല്യൂഷനാണ് കണ്ടുപിടിക്കണ്ടേ. KSP ഗിവൺ ആണ്. ഏതാ ടൈപ്പ്? 4s³ ടൈപ്പാണ്. എങ്ങനെ വന്നു? MX2 വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ MS വരും. X എത്രണ്ണം വരും? 2s വരും. അതിന് സ്ക്വയർ ഇടണം. 4s³ is equal to 4 × 10 to the power of minus 12. So S is equal to cubic root of 10 to the power of minus 12 is 10 to the power of minus 4. ഇതാണ് സോലിബിലിറ്റി. അപ്പോൾ M2 പ്ലസ് അയോൺ അത്ര തന്നെയാണ്? അത് തന്നെയാണ്. കാരണം അതിൻ്റെ സോലിബിലിറ്റിയാണ് M2 പ്ലസ്. ഇതിലൊരു ട്രിക്കി പാട്ടുണ്ട് കേട്ടോ. എത്രയാണ് OH മൈനസ് കോൺസെൻട്രേഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സോലിബിലിറ്റിയുടെ 3 ടൈംസ് എടുക്കണം. ഇവിടെ നമുക്ക് നേരിട്ട് തന്നെ കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 95. ഏതാ ടൈപ്പ്? A2B ടൈപ്പാണ്. A2B ടൈപ്പാണ്. KSP തന്നിട്ടുണ്ട് 8 × 10 to the power of minus 12 ആണ്. മോളാർ സോലിബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. A2B ടൈപ്പാണ്. മോളാർ സോലിബിലിറ്റി കണ്ടുപിടിച്ചോ? പക്ഷെ ചോദ്യത്തിൽ 0.1 മോളാർ AgNO3യിലുള്ള സോലിബിലിറ്റിയാണ് കാണേണ്ടത് അല്ലേ? AgNO3 ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അത് വെള്ളത്തിലിട്ടത് മുഴുവനും അയണൈസ് ചെയ്തു. Ag പ്ലസ് ആയി മാറി. എത്ര Ag പ്ലസ് വന്നു? 0.1. സിൽവർ കാർബണേറ്റ് അയോണൈസ് ചെയ്ത് സിൽവർ അയോണും കാർബണേറ്റും കിട്ടുന്നുണ്ട്. ഇതിൽ കാർബണേറ്റ് അയോൺ ഉണ്ടായത് എസ് ആണെങ്കിൽ സിൽവർ അയോൺ 2s വരും. പക്ഷേ സൊല്യൂഷനിലെ ടോട്ടൽ സിൽവർ അയോൺ എത്രയാണെന്ന് ചോദിച്ചാൽ 0.1 + 2s എന്ന് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ 2s നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഇത് മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ KSP എക്സ്പ്രഷനിൽ വെച്ചാൽ Ag പ്ലസ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഇൻറ്റു കാർബണേറ്റ് അയോൺ കോൺസെൻട്രേഷൻ ഈക്വൽ ടു 8 × 10 to the power of minus 12.
Ag plus concentration is 10 raised to minus 1. Square is 10 raised to minus 2. So carbonate square is what? 8 into 10 to the power of minus 12 divided by 10 to the power of minus 2. So 8 into 10 to the power of minus 10. Am I right? ഇതായിരിക്കും കാർബണേറ്റ് സ്ക്വയർ. കാർബണേറ്റിൻ്റെ കോൺസെൻട്രേഷൻ തന്നെയാണ് അതിലെ സോലിബിലിറ്റി. 96. നിങ്ങളൊക്കെ ആൻസർ അടിക്കുന്നുണ്ടോ? ഓക്കെ, റിയ ഉഷാറല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8 into 10 raised to minus 10 അല്ലേ എനിക്ക് കിട്ടിയത്? കറക്റ്റ് അല്ലേ റിയ? ക്വസ്റ്റ്യൻ നമ്പർ 96 നോക്കിയേ. എന്താ വേണ്ടേ? 20 ml 0.1 molar H2SO4 added to 30 ml 0.2 molar ammonium hydroxide. ഇതൊരു ട്രിക്കിയാണ്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാവോ? 20 ml 0.1 molar H2SO4 30 ml 0.2 molar അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇവിടെ ഓർത്തിരിക്കണം, 0.1 molar H2SO4 എന്ന് പറഞ്ഞാൽ 0.2 നോർമലാണ്. 2 H+ അത് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അതായത് ഇത് 0.2 ആണ്, ഇത് 30 into 0.2 ആണ്. അപ്പോഴും ആരാ കൂടുതൽ? 20 into 0.2 ആണോ 30 into 0.2 ആണോ കൂടുതൽ? 30 into 0.2 അല്ലേ? അപ്പോൾ എന്തായാലും അമോണിയം ഹൈഡ്രോക്സൈഡ് ബാക്കിയുണ്ട്, H2SO4 ബാക്കിയില്ല. പക്ഷേ H2SO4 എന്തായി കഴിഞ്ഞു? അമോണിയം സൾഫേറ്റായി മാറ്റപ്പെട്ടു. അമോണിയം സൾഫേറ്റ് ആയി കഴിഞ്ഞു. ഇനി ബേസിക് ബഫറാണിത്. ഒരു വീക്ക് ബേസ് ഉണ്ട്, ഇറ്റ്സ് ഓൺ സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ഉണ്ട്. അപ്പോൾ സൊല്യൂഷൻ ആരായി മാറി? ബേസിക് ബഫർ. ബേസിക് ബഫറിൽ നമ്മൾ POH കാണും. എങ്ങനെയാണ് POH കാണുക? POH ഈക്വൽ ടു PKB പ്ലസ് ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ബേസ് കോൺസെൻട്രേഷൻ. വാട്ട് ഈസ് POH? We want to determine. എന്നിട്ട് pH കണ്ടാൽ മതി. PKB is 4.7 log salt concentration. ഇവിടെ വാട്ട് അബൌട്ട് സോൾട്ട് കോൺസെൻട്രേഷൻ? എല്ലാവരും എന്താ ചെയ്യുക? 20 into 0.1 ഈക്വാലൻ്റ് ആയിട്ട് എടുക്കും. നിങ്ങളങ്ങനെ എടുക്കരുത്. ആക്ച്വലി സോൾട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ആസിഡിനെ കൊണ്ടാണ്. NH4+ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ NH3 കോൺസെൻട്രേഷൻ. ഇതാണ് നമുക്ക് വേണ്ടത്. സോ 4.7 പ്ലസ് ലോഗ് NH4+ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് എത്രയാണെന്ന് അറിയാവോ? 20 into 0.2 ഈക്വാലൻ്റ് ആണ്. കാരണം 2 H+ H2SO4 എന്ന് കിട്ടും. ഓർ യു ക്യാൻ സേ അമോണിയം സൾഫേറ്റ് ഫോം ചെയ്തതിൻ്റെ ഡബിളാണ് അമോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് കോഞ്ചുഗേറ്റ് ആസിഡിൻ്റെ കോൺസെൻട്രേഷനാണ്. സോ വി ക്യാൻ സേ here it is 20 into 0.2 divided by ammonia remaining. What is ammonia remaining? തുടക്കമുള്ള അമോണിയ എത്രയാണ്? 30 into 0.2. അതിൽ നിന്ന് H2SO4 ന്യൂട്രലൈസ് ചെയ്ത് കളഞ്ഞത് എത്രയാണ്? 20 into 0.2. ശരിയല്ലേ? 20 into 0.2 പോയി. അപ്പോൾ പിന്നെ എന്ത് വരും? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്താൽ 4.7 plus log 20 into 0.2 4 divided by 30 into 0.2 means 6 minus 20 into 0.2 means 4. അപ്പോൾ എന്ത് കിട്ടും? 4.7 plus log 4 by 2. 4.7 plus log 2. Log 2 is 0.3. So 4.7 plus 0.3 is 5. കിട്ടിയിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 97ലേക്ക് പോകാം. ഇത് ടൈട്രേഷൻ കർവാണ്. ടൈട്രേഷൻ കർവ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തുമായിട്ടാണ് ടൈറ്റർ ചെയ്യുന്നത്? 100 ml 0.1 മോളാർ HCl-ഉം 100 ml 0.1 മോളാർ NaOH-ഉം. ടൈട്രേഷൻ കർവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണെന്നറിയാം. ഇവിടെ എങ്ങനെയാണ്? pH ഇങ്ങനെ പോയിട്ട് പിന്നെ നിങ്ങൾ ബേസ് ചേർക്കും ഇങ്ങനെയാണ് പോണേ. അപ്പോൾ ബേസ് ആരാ? വീക്ക് ബേസ് ആണ്. ഇത് വീക്ക് ബേസിൻ്റെ ഗ്രാഫാണ്. പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസാണ്. അപ്പോൾ ഇതെടുക്കാൻ പറ്റില്ല. സെക്കൻഡ് വൺ എന്തായാലും സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ pH കുറയല്ലോ ചെയ്യുന്നത്. നമ്മൾ ആൻസർ C അല്ലേ? കാരണം NaOH സ്ട്രോങ് ബേസ് ആണ്, HCl സ്ട്രോങ് ആസിഡും ആണ്. ഇങ്ങനെ കിട്ടുകയില്ല. ടൈട്രേഷൻ കർവ് എല്ലാവർക്കും അറിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 98 നോക്കിയേ. കാൽസ്യം ഫ്ലൂറൈഡിന് എപ്പോഴാണ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുക? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു. എന്തായിരിക്കും വരിക? കാൽസ്യം അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? 10 raised to minus 2. ഫ്ലൂറൈഡ് അയോൺ കോൺസെൻട്രേഷൻ ഇൻ സൊല്യൂഷൻ എത്രയാണ്? 10 raised to minus 3. ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് ദ സ്ക്വയർ. കാരണം CaF2 ആണ്. കാൽസ്യം അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു
ഫ്ലൂറൈഡ് അയോൺ കോൺസെൻട്രേഷൻ സ്ക്വയർ. ഇതെടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 10⁻⁸. This 10⁻⁸ is greater than the KSP. Right? So definitely there will be precipitation. ബാക്കി ഞാൻ ചെയ്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ. Question number 99. Solubility product of MgOH twice. എത്രയാ തന്നത്? Solubility product is 1 × 10⁻⁻11 തന്നിട്ടുണ്ട്. Solubility product of MgOH twice is Mg2 plus concentration into OH minus ion concentration square is 1 × 10⁻⁻11. Question asked is solution at Mg2 plus concentration എത്രയുണ്ട്? 10⁻³ OH minus ion concentration square equal to 1 × 10⁻⁻11. Am I right? OH minus ion concentration എത്രയായിരിക്കും? 10⁻11 by 10⁻³ 10⁻8. So OH minus ion concentration is 10⁻4. So what will be POH? POH is 4. What will be pH? pH is 10. Last question. Come on, do it. How will you do this question? Weak acid HX as the dissociation constant 1 × 10⁻⁻5. It forms a salt NaX with an alkali. ഏത് ആൽക്കലിയാ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലിൻ്റെ കൂടെ സോൾട്ട് ഉണ്ടായി. ഇതൊരു വീക്ക് ആസിഡ് ആണ്. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രോളിസിസ് ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് NaX. ഏതാ NaX എന്ന് പറഞ്ഞാൽ സോൾട്ട്? എങ്ങനെയുള്ള സോൾട്ടാണ്? സോൾട്ട് ഓഫ് എ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. സ്ട്രോങ് ബേസ് വീക്ക് ആസിഡ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ എന്തായിരിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാം. ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രോളിസിസ്. ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് കാണാൻ എന്താ ഫോർമുല? റൂട്ട് ഓഫ് KH/C അല്ലേ? വാട്ട് ഇസ് KH? KH ഓഫ് ദിസ് ടൈപ്പ് സോൾട്ട് എന്താ? KW ഡിവൈഡഡ് ബൈ KA അല്ലേ? KW is 10⁻⁻14. KA 10⁻⁻5. So what will be KH? 10⁻⁻9. So what will be degree of hydrolysis? Root of 10⁻⁻9 by C. What is the concentration? 10⁻⁻1. So 10⁻�8 in the square root 10⁻⁻4. എത്രയാ പെർസെൻറ്റേജ് പറയുമ്പോൾ? ഇൻറ്റു 100. പെർസെൻറ്റേജ് പറയാൻ ഇൻറ്റു 100 എടുത്താൽ 10⁻2. 0.01%. പലരും ആൻസർ അടിച്ചല്ലോ. വൈഷ്ണവിയൊക്കെ ആൻസർ കിട്ടിയായിരുന്നു. എല്ലാവരും ചെയ്തോ? കുറേ പേര് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവസാനം വരെ. അയോണിക് ഇക്വിലിബ്രിയയിൽ ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഹാർഡറായ ചോദ്യങ്ങൾ കുറേ വരുന്നുമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഇനി എല്ലാ യൂണിറ്റും കൂടി കവർ ചെയ്തിട്ട്, ഇനി നമ്മളെ നീറ്റ് പരീക്ഷ വളരെ അടുത്തെത്തി കഴിഞ്ഞു. നമ്മളെ ആപ്പിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആപ്പ് ആക്സസിബിൾ ആയിരിക്കണം എന്നില്ല നമ്മളെ ഓഡിയൻസിൽ. അങ്ങനെ വരുന്നവർക്ക് വേണ്ടി നമുക്കൊരു റിമാർക്കബിളായി പ്രതീക്ഷിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചേർത്ത് ഒരു പേപ്പർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി തന്നെ ഓർഗാനിക്കിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുകൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. റിമൈനിങ് NCERT സൊല്യൂഷൻ വീഡിയോ. എലിസബത്ത് എത്ര ചാപ്റ്റർ വരെ വന്നിട്ടുണ്ട്? NCERTയുടെ എത്ര ചാപ്റ്റർ വരെ വന്നിട്ടുണ്ടെന്നാണ് എലിസബത്തിൻ്റെ അഭിപ്രായം? എലിസബത്ത് അന്നേരം അതൊക്കെ നോക്കിയോ? ഞാൻ എടുത്തതൊക്കെ നോക്കിയല്ലോ അല്ലേ? 100% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് NCERT സൊല്യൂഷൻസ് നോക്കുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളിങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീരുമ്പോഴേക്ക് തന്നെ പലരും ക്ഷീണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇക്വിലിബ്രിയം അല്ല എലിസബത്തെ, റിഡോക്സ് ഒക്കെ വന്നു കഴിഞ്ഞതാണല്ലോ. റിഡോക്സ് വന്നു, ഇക്വിലിബ്രിയം വന്നു അല്ലേ? നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം. വിഷ്ണു, നമ്മൾ 100 ക്വസ്റ്റ്യൻ സീരീസ് നീ ആദ്യം കഴിഞ്ഞല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്തത് കണ്ടായിരുന്നു. നിനക്ക് അവൈലബിൾ അല്ലേ അത് യൂട്യൂബിൽ എടുക്കാൻ നിങ്ങൾക്ക് അറിയാവോ? പഴയ ക്വസ്റ്റ്യൻസ്, അതായത് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി തൊട്ട് ഓർഗാനിക്കിലെ സെക്കൻഡ് ഇയർ യൂണിറ്റുകളിലെ ഓരോ 100 ചോദ്യങ്ങളും നമ്മൾ ചെയ്തത് ഇതുവരെ വിഷ്ണു കണ്ടില്ലേ ഓർഗാനിക്കിലൊന്നും? അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വേറൊന്നുമില്ലല്ലോ. നമുക്ക് കുറേ പേര് കുറേ നേരമായി ഇരിക്കുന്നുണ്ടാവും. ആദ്യമേ ചായ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ടായിരുന്നു. നമുക്ക് കൺക്ലൂഡ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.